രവിചേട്ടൻ വന്നില്ലല്ലോ. നമസ്കാരം, എല്ലാവർക്കും സത്യമേവ ജയതയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മുടെ അതിഥിയായിട്ട് എത്തുന്നത് പത്മവിഭൂഷൺ ഡോക്ടർ ഇ ശ്രീധരനാണ്. നമ്മളെല്ലാവരും സ്നേഹത്തോടെ മെട്രോമാൻ എന്ന് വിളിക്കുന്ന ശ്രീധരനാണ് ഇന്ന് നമ്മുടെ അതിഥിയായിട്ട് എത്തുന്നത്. അദ്ദേഹം സംസാരിക്കുന്ന വിഷയം കേരളത്തിന് ആവശ്യമാണോ എന്ന വിഷയത്തിലാണ്. മുൻപ് പറയാറുള്ളത് പോലെ തന്നെ ഇന്ന് കാര്യപരിപാടികളിൽ ചെറിയ വ്യത്യാസങ്ങളുണ്ട്. ഞാനത് വഴിയെ എക്സ്പ്ലെയിൻ ചെയ്യാം. സത്യമേവ ജയതെ ഫോളോ ചെയ്യാത്തവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഫോളോ ചെയ്യൂ. സത്യമേവ ജയതെ, അതുപോലെ ഡിബേറ്റിംഗ് കോർണർ, ഈ 2 റൂമുകൾ ഞങ്ങളുടേതായിട്ടുണ്ട്. ഈ 2 റൂമുകളും ഫോളോ ചെയ്യാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഫോളോ ചെയ്യുക. അതുപോലെ മോഡറേറ്റേഴ്സിനെയും ഫോളോ ചെയ്യാനായിട്ട് ശ്രമിക്കൂ. കാരണം ഞങ്ങൾ റൂം സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് ഞങ്ങളെ ഫോളോ ചെയ്യുന്ന എല്ലാവർക്കും പിങ് ചെയ്യാറുണ്ട്. അതുപോലെ ഞങ്ങളുടെ യൂട്യൂബ് ചാനലുണ്ട്. നമസ്കാരം ശ്രീധരൻ സർ. നമസ്കാരം. സർ, ഞാൻ ആദ്യം ഒന്ന് ആമുഖമായിട്ട് 1-2 അനൗൺസ്മെന്റുകൾ ചെയ്ത ശേഷം നമുക്ക് പ്രോഗ്രാമിലേക്ക് കിടക്കാം. ശരി. ഞങ്ങളുടേതായിട്ടൊരു യൂട്യൂബ് ചാനലുണ്ട്. ചാനലിൻ്റെ പേര് ടീം കൗമുദകി എന്നാണ്. ഞാനത് മുകളിൽ പിങ് ചെയ്യാം. ഇതുവരെ അത് സബ്സ്ക്രൈബ് ചെയ്യാത്തവർ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യൂ. നമ്മൾ ചെയ്യുന്ന പ്രോഗ്രാമുകളെല്ലാം തന്നെ ഞാനത് മുകളിൽ പിങ് ചെയ്യാം സർ. ഈ പ്രോഗ്രാം നമ്മൾ ചെയ്യുന്ന പ്രോഗ്രാമുകളെല്ലാം സ്ക്രീൻ റെക്കോർഡ് ചെയ്ത് യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യാറുണ്ട്. അത് ക്ലബ് ഹൗസിൽ ഇല്ലാത്തവരുടെയും ശ്രദ്ധയിലേക്ക് വേണ്ടിയിട്ട് ആണത് അങ്ങനെ ചെയ്യുന്നത്. നിങ്ങൾ സുഹൃത്തുക്കളുമായും കുടുംബാംഗങ്ങളുമായിട്ടും ഷെയർ ചെയ്യാനായിട്ട് അഭ്യർത്ഥിക്കുകയാണ്. ഞാൻ ആദ്യമേ പറഞ്ഞതുപോലെ സത്യമേവ ജയതയും ഡിബേറ്റിംഗ് കോർണറും ഫോളോ ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് ഫോളോ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. ഇന്ന് നമ്മൾ സംസാരിക്കുന്ന വിഷയം കേരളത്തിന് ആവശ്യമാണോ എന്നുള്ള സബ്ജക്റ്റിലാണ് നമ്മൾ സംസാരിക്കുന്നത്. സാധാരണ നമ്മൾ ചെയ്യാറുള്ള പ്രോഗ്രാമുകളെല്ലാം തന്നെ 2 മണിക്കൂറോളം നീണ്ടു നിൽക്കുന്ന പ്രോഗ്രാമുകളാണ് ചെയ്യാറുള്ളത്. ഇന്ന് ശ്രീധരൻ സാറിൻ്റെ സൗകര്യാർത്ഥം നമ്മളത് 1 മണിക്കൂറായിട്ട് ചുരുക്കുന്നുണ്ട്. ഇന്ന് 1 മണിക്കൂറായിരിക്കും. അതിലെ ഒരു ആദ്യത്തെ അരമണിക്കൂർ കേരളിനെ പറ്റി സംസാരിച്ച ശേഷം കുറച്ച് ചോദ്യങ്ങൾ ഓഡിയൻസിൻ്റെ ഭാഗത്തുനിന്ന് സ്വീകരിക്കാം. നമുക്കത് 1 മണിക്കൂറിൽ വൈൻഡപ്പ് ചെയ്യണമെന്നാണ് നമ്മൾ വിചാരിക്കുന്നത്. നമുക്ക് പതുക്കെ ഇതിലേക്ക് പ്രോഗ്രാമിലേക്ക് പതുക്കെ കടക്കാം എന്ന് തോന്നുന്നു. ശ്രീധരൻ സാർ റെഡിയാണോ? ശരി. ഇനി വരുന്ന ദിവസങ്ങളിൽ ഞങ്ങൾ ചെയ്യുന്ന പ്രോഗ്രാമിലൂടെ ഒന്ന് അനൗൺസ് ചെയ്യട്ടെ. നാളെ രാവിലെ 11 മണിക്ക് ഡോക്ടർ അഡ്വക്കേറ്റ് ജയശങ്കർ വന്ന് സംസാരിക്കുന്നുണ്ട്. അദ്ദേഹം സംസാരിക്കുന്ന വിഷയം കർണാടകയിലെ ഹിജാബ് വിവാദമാണ്. അത് നാളെ രാവിലെ 11 മണിക്കാണ് സത്യമേവ ജയതയിൽ. എല്ലാവരും ഒന്ന് നോട്ട് ചെയ്യാനായിട്ട് അഭ്യർത്ഥിക്കുകയാണ്. അതുപോലെ വരുന്ന 26-ാം തീയതി വൈകുന്നേരം 7 മണിക്ക് സിനു ജോസഫ് വന്ന് സംസാരിക്കുന്നുണ്ട്. അത് സിനു ജോസഫിൻ്റെ 2ാമത്തെ ബുക്കായിട്ടുള്ള പുസ്തകമായിട്ടുള്ള ഋതുവിദ്യ എന്ന ബുക്കിനെ ആസ്പദമാക്കിയാണ് സംസാരിക്കുന്നത്. അത് ഏൻഷ്യൻ്റ് പ്രാക്ടീസസ് ഓൺ ഏൻഷ്യൻ്റ് മെൻസ്ട്രൽ പ്രാക്ടീസസ് എന്നുള്ള സബ്ജക്റ്റാണ് സംസാരിക്കുന്നത്. അത് 26-ാം തീയതി വൈകുന്നേരം 7 മണിക്കാണ്. 5-ാം തീയതി മാർച്ച് 5-ാം തീയതി സഹന സിംഗ് വന്ന് സംസാരിക്കുന്നുണ്ട്. അതും സഹന സിംഗിൻ്റെ ബുക്കിനെ ആസ്പദമാക്കിയുള്ള ഒരു ചർച്ചയാണ്. ഏൻഷ്യൻ എഡ്യൂക്കേഷൻ സിസ്റ്റംസ് ഇൻ ഇന്ത്യ എന്നുള്ള സബ്ജക്റ്റിലാണ് സഹന സിംഗ് വന്ന് സംസാരിക്കുന്നത്. അത് 25-ാം തീയതി മാർച്ച് 5-ാം തീയതി വൈകുന്നേരം 8 മണിക്കാണ്. ഇനി വരാനുള്ള 3 പ്രോഗ്രാമുകളൂടി നോട്ട് ചെയ്യണമെന്ന് എല്ലാവരോടും അഭ്യർത്ഥിക്കുകയാണ്. എല്ലാവരും പങ്കെടുക്കണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. ഞാൻ മുമ്പേ പറഞ്ഞ യൂട്യൂബ് ചാനൽ മുകളിൽ പിൻ ചെയ്യാം. ഇതുവരെ അത് സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യൂ. കാരണം എല്ലാം, അതായത് നമ്മുടെ കുടുംബാംഗങ്ങളോ സുഹൃത്തുക്കളോ ഒന്നും എല്ലാവരും ക്ലബ് ഹൗസിൽ ഉണ്ടായിക്കൊള്ളുന്നില്ല. ആ ഒരു സൗകര്യാർത്ഥമാണ് ഞങ്ങൾ ഇത് യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യുന്നത്. കാരണം പലപ്പോഴും വളരെ നല്ല ചർച്ചകൾ നടക്കാറുണ്ട്. വളരെ നല്ല സബ്ജക്റ്റുകളെ പറ്റിയിട്ട് നമ്മൾ സംസാരിക്കാറുണ്ട്.
അത് ഇവിടെ കൊണ്ട് മാത്രം നമ്മൾ ഈ സംസാരിച്ച് തീരുന്ന സമയത്ത് അത് അവസാനിക്കരുത്. അത് എല്ലാവർക്കും വേണ്ടിയിട്ട് ഷെയർ ചെയ്യാൻ സാധിക്കണം എന്നുള്ള വിശ്വാസത്തിലാണ് ഞങ്ങളത് യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യുന്നത്. റീപ്ലേകളുണ്ടെന്ന് അറിയാം, പക്ഷേ ആദ്യമേ പറഞ്ഞ പോലെ തന്നെ എല്ലാവരും ക്ലബ് ഹൗസിൽ ഉണ്ടായിക്കൊള്ളുന്നില്ലല്ലോ. ഞാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ മുകളിൽ പിൻ ചെയ്തിട്ടുണ്ട്. സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് അഭ്യർത്ഥിക്കുകയാണ്. സാർ റെഡിയാണോ സാർ? റെഡിയായി. ശരി സാർ, നമുക്ക് പതുക്കെ നമ്മുടെ ചർച്ചയിലേക്ക് കടക്കാം. ഞാൻ സാറ് ആദ്യം പറഞ്ഞിരുന്ന പോലെ തന്നെ ഞാൻ ഇതിൻ്റെ പറ്റിയിട്ടുള്ള 1-2 ചോദ്യങ്ങൾ ചോദിച്ച് ഒരു 30 മിനിറ്റ് മാർക്കിൽ നമുക്ക് ഓഡിയൻസ് എന്നുള്ള കുറച്ച് ചോദ്യങ്ങൾ കൂടി എടുക്കാം. ശരി. നമുക്ക് ആദ്യമേ തന്നെ ഈ കേരയിൽ എന്താണ് എന്നൊന്ന് സാറിന് എക്സ്പ്ലെയിൻ ചെയ്യാമോ? തീർച്ചയായിട്ടും. കേരയിൽ എന്ന് പറഞ്ഞാൽ അതൊരു സെമി ഹൈസ്പീഡ് റെയിൽവേ ലൈൻ ട്രിവാൻഡ്രം മുതൽ കാസർഗോഡ് വരെ, എല്ലാം ഫ്രം നോർത്ത് സൗത്ത് ഡയറക്ഷൻ. അത് ട്രിവാൻഡ്രം മുതൽ തിരൂർ വരെ അത് ഇപ്പോഴത്തെ റെയിൽവേ ലൈനിലും വിട്ടിട്ട് കുറേ കിഴക്ക് ഭാഗത്തേക്കാണ്. തിരൂരിന് കാസർഗോഡ് വരെ പാരലൽ ടു ദി എക്സിസ്റ്റിംഗ് റെയിൽവേ ലൈൻ. ഇതിൻ്റെ വിശേഷം എന്താണെന്ന് വെച്ചാൽ കേരള ഗവൺമെൻറ് ഇത് പ്ലാൻ ചെയ്തിരിക്കുന്നത് ഓൺ സ്റ്റാൻഡേർഡ് ഗേജാണ്. നമ്മുടെ രാജ്യത്തെ എല്ലാ റെയിൽവേ ലൈനും ഇപ്പോൾ ബ്രോഡ് ഗേജായി. ബ്രോഡ് ഗേജ് പറഞ്ഞാൽ അത് 5 feet 6 inches, സ്റ്റാൻഡേർഡ് ഗേജ് പറഞ്ഞാൽ അത് 4 feet 8.5 inches ആണ്. വ്യത്യാസമുണ്ട്. ഇതവർ സ്റ്റാൻഡേർഡ് ഗേജിലാണ് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഈ സെമി സ്പീഡ് ഹൈ സ്പീഡ് എന്ന് പറയാനുള്ള കാരണം ഈ റെയിൽവേ ലൈനിൻ്റെ മാക്സിമം സ്പീഡ് 200 kilometers ആയിരിക്കും. വേറാസ് ദ പ്രസൻറ്റ് റെയിൽവേ ലൈൻ പല സ്ഥലത്തും അതിൻ്റെ സ്പീഡ് 110 kilometers, ചില സ്ഥലങ്ങളിൽ ഓൺലി 80 kilometers. റെയിൽവേയിൽ സാധാരണ മാക്സിമം സ്പീഡ് is determined by the radius of the curve utilized. നമ്മുടെ കേരളത്തിലുള്ള റെയിൽവേ ലൈനിൻ്റെ ഇപ്പോഴത്തെ റേഡിയസ് പറയുകയാണെങ്കിൽ 3 degree curves, 4 degree curves, ഈവൻ 6 degree curves ഉണ്ട്. ഡിഗ്രി ജാസ്തി ആകുമ്പോൾ കർവ് വളരെ ഷാർപ്പാവും, അപ്പോൾ സ്പീഡ് കുറയും. കേരളയിൽ അതുകൊണ്ട് അവർ 4 degree കർവ് എന്ന് പറഞ്ഞാൽ 400 meter റേഡിയസ് ആയിരിക്കും. ഇവർ 1850 റേഡിയസാണ് കർവിന് ഉപയോഗിച്ചിരിക്കുന്നത്. അങ്ങനെയാകുമ്പോൾ 200 kilometers ഓടിക്കാൻ സാധിക്കും. ഇവർ കേരള ഗവൺമെൻറ് ഈ ഹൈസ്പീഡ് റെയിൽവേ ലൈനിൽ പാസഞ്ചർ ട്രെയിൻസ് മാത്രമല്ല, അവർ ഫ്രൈറ്റ് ട്രെയിൻസും റോറോ സർവീസ് പറഞ്ഞിട്ടുള്ള ഫ്രൈറ്റ് ട്രെയിൻസ് കൂടി ഓടിക്കാനുള്ള ആലോചനയുണ്ട്. ഹോൾ ലൈൻ ആകെപ്പാടെ 11 stations, അതിൽ 9 stations DW സ്റ്റേഷൻസ്. ഓരോ സ്റ്റേഷനും ഏകദേശം 40 to 45 kilometers ഇൻ്റർ സ്റ്റേഷൻ ഡിസ്റ്റൻസ് ഉണ്ടായിരിക്കും. ഈ ട്രെയിൻസൊക്കെ സാധാരണ അത് എൻജിൻ വെച്ചുള്ള ട്രെയിൻസ് ആയിരിക്കില്ല. ദർ ഓൾ ലൈക്ക് EMUs കൂട്ടിച്ചേർത്തുള്ള ട്രെയിൻസ് ആയിരിക്കും. ഓൾമോസ്റ്റ് എവറി കോച്ച് വിൽ ഹാവ് ഇറ്റ്സ് ഓൺ മോട്ടറിങ് അറേഞ്ച്മെൻറ്റ്സ്, അങ്ങനെയുള്ള ട്രെയിനായിരിക്കും. ഇതാണ് ഇവർ വിഭാവനം ചെയ്തിരിക്കുന്നത്. ഇതിൻ്റെ കോസ്റ്റ് 64,500 കംപ്ലീഷൻ കോസ്റ്റ്. സാധാരണ എല്ലാ റെയിൽവേ പ്രോജക്റ്റിനും കോസ്റ്റ് നമ്മൾ ഇൻവെസ്റ്റ്മെൻറ്റ് ഡിസിഷൻ എടുക്കുമ്പോൾ കംപ്ലീഷൻ കോസ്റ്റ് എത്തേണ്ടി വരും. എത്ര കൊല്ലം കൊണ്ട് തീർക്കാൻ കഴിയും, ആ സമയത്ത് എന്തായിരിക്കും അതിൻ്റെ കോസ്റ്റ്, അതനുസരിച്ചാണ് കോസ്റ്റ് പറയുക. ഇപ്പോൾ അവർ തയ്യാറായിരിക്കുന്ന പ്രോജക്റ്റിൻ്റെ കോസ്റ്റ് 64,500. ഇതാണ് ഇപ്പോഴത്തെ സെമി ഹൈ സ്പീഡ്. അതിനെ സിൽവർ ലൈൻ എന്ന് പറയുന്നുണ്ട്, കെ റെയിൽ എന്ന് പറയുന്നുണ്ട്. ഇറ്റ് ഈസ് ആക്ച്വലി എ സെമി ഹൈ സ്പീഡ് റെയിൽവേ ലൈൻ. അറിയാനുള്ളത് ഞാൻ പറയാം അതുള്ള സമയത്ത്. തീർച്ചയായിട്ടും സർ. ഞാൻ ആൾക്കാരുടെ ഒരു ശ്രദ്ധയിലേക്കായിട്ട് സാർ ആദ്യം പറഞ്ഞൊരു കാര്യം ഞാൻ ചോദിക്കുകയാണ്. അത് നമ്മുടെ ഒരു സ്റ്റാൻഡേർഡ് ഗേജ്, ബ്രോഡ് ഗേജ്, അതുപോലെ നാരോ ഗേജ്, അങ്ങനെ 3 ഗേജുകളുണ്ടല്ലോ. മീറ്റർ ഗേജ്. ശരി. അപ്പോൾ ഈ ഗേജുകൾ, അതായത് നമ്മളിപ്പോൾ നമ്മുടെ ഇന്ത്യൻ റെയിൽവേ ഓടുന്നത് ബ്രോഡ് ഗേജിലാണ്. ഈ ഗേജുകൾ എങ്ങനെയാണ് നമ്മുടെ ഒരു ട്രെയിൻ സർവീസിൻ്റെ എന്ത് അടിസ്ഥാനത്തിലാണ് നമ്മൾ ഈ ഗേജുകൾ നിശ്ചയിക്കുന്നത്?
ഇന്ത്യയിൽ ഈ ബ്രോഡ് ഗേജ് ആദ്യമായിട്ട് ലോകത്തിൽ ആദ്യമായിട്ട് ഇന്ത്യയിൽ കൊണ്ടുവന്നത് ബ്രിട്ടീഷുകാരെ ബ്രോഡ് ഗേജാണ് കൊണ്ടുവന്നത്. അതിൻ്റെ പ്രധാന ഉദ്ദേശം എന്താണെന്ന് വെച്ചാൽ ഒരു കമേഴ്ഷ്യൽ സാറിന് ഒരു കോള് വന്നു തോന്നുന്നു, പറഞ്ഞോളൂ സാർ. അതാണ് എനിക്ക് കുഴപ്പം, നിറയെ ഫോൺ കോൾസ് വന്നുകൊണ്ടിരിക്കും. അവരൊരു കമേഴ്ഷ്യൽ ഔട്ട്ലുക്ക് കൊണ്ടാണ് അത് കൊണ്ടുവന്നിരിക്കുന്നത്. എന്താണെന്ന് വെച്ചാൽ ലോകം മുഴുവൻ സ്റ്റാൻഡേർഡ് ഗേജാണ്, ഇംഗ്ലണ്ടിലും എവിടെയും. ഇവിടെ ഒരു ബ്രോഡ് ഗേജ് കൊണ്ടുള്ള കാരണം വേറെ ഒരു കൺട്രിയും ഇവിടേക്കുള്ള റെയിൽസോ കോച്ചസോ എൻജിൻസൊന്നും കയറ്റി അയക്കാൻ പാടില്ല. ഒന്നും ബ്രിട്ടീഷുകാരെ മാത്രം ഇങ്ങോട്ട് കൊണ്ടുവരാൻ പാടുള്ളൂ എന്നുള്ള ഉദ്ദേശം കൂടി ചെയ്താണ്. അത് കാരണമാണ് നമുക്ക് ബ്രോഡ് ഗേജ് വന്നത്. പിന്നെ ഈ സ്റ്റേറ്റ് ഗവൺമെൻറ്റ്സ് റെയിൽവേ ലൈൻ ഇടാൻ തുടങ്ങിയപ്പോൾ അവർക്ക് ഇത്ര ഇൻവെസ്റ്റ്മെൻറ്റ് വയ്യ. അതുകൊണ്ട് അവർ മീറ്റർ ഗേജ് തുടങ്ങി. മീറ്റർ പറഞ്ഞാൽ 1 മീറ്ററാണ് 2 റെയിലും തമ്മിലുള്ള വ്യത്യാസം. പിന്നെ ഈ മൗണ്ടൻ ഏരിയസിലൊക്കെ നാരോ ഗേജസും തുടങ്ങി, അങ്ങനെയാണ് വന്നത്. പക്ഷേ ഒരു 20 കൊല്ലം 25 കൊല്ലം മുമ്പേ ഇന്ത്യൻ റെയിൽവേ ഡിസിഷൻ എടുത്തു, എല്ലാ റെയിൽവേ ലൈനും ബ്രോഡ് ഗേജ് ആക്കണം ഇന്ത്യയിൽ. അതുപ്രകാരം ഇപ്പോൾ എല്ലാം 99% ബ്രോഡ് ഗേജാണ് ഇന്ത്യയിൽ ഇപ്പോൾ ഉള്ളത്. വ്യക്തമാണ് സർ. നമ്മൾ ഇപ്പം ഈ സാർ കർവുകളെ പറ്റി പറഞ്ഞു. നമ്മൾ ഇപ്പോൾ ഈ പറയുന്ന കേരളിൻ്റെ കർവുകൾ ഈ ഒരു സ്പീഡ് 200 km/h അച്ചീവ് ചെയ്യാൻ ബുദ്ധിമുട്ടായിരിക്കുമെന്ന് റെയിൽവേ മിനിസ്ട്രി പറഞ്ഞതായിട്ട് ഞാനത് പത്രങ്ങളിൽ വായിച്ചു. അതിനെപ്പറ്റി സാറിൻ്റെ അഭിപ്രായം എന്താണ്? അത് ശരിയല്ല. അവർ മിനിമം റേഡിയസ് ഓഫ് കർവേച്ചർ എടുത്തിരിക്കുന്നത് 1850 മീറ്റേഴ്സാണ്. 1850 മീറ്റേഴ്സ് പറഞ്ഞാൽ ട്രെയിൻസിന് 200 km ഓടാം, അതുകൊണ്ട് കുഴപ്പമില്ല. പക്ഷേ റെയിൽവേ മിനിസ്റ്റർ ഒരു പക്ഷേ പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ ഇപ്പോഴത്തെ റെയിൽവേ ലൈനിൻ്റെ മുകളിൽ കൂടെ ഇത് ഓടിക്കാൻ പറ്റില്ല. ഇപ്പോഴത്തെ റെയിൽവേ ലൈനൊക്കെ ഞാൻ പറയില്ലേ വളരെ ഷാർപ്പ് കട്ട്സ് ഉള്ളതുകൊണ്ട് മാക്സിമം 110 km ചിലതിക്കൽ, ബാക്കി സ്ഥലത്തൊക്കെ 80 km ഓടിക്കാൻ പറ്റുള്ളൂ. അത് പൊന്തിക്കാൻ സാധിക്കില്ല എന്നായിരിക്കും അവർ പറഞ്ഞിട്ടുണ്ടായിരിക്കുക. ശരി സർ. സാറ് ഈ ഒരു കേരളത്തിന് യോജിച്ച ഒരു പ്രൊജക്റ്റ് അല്ല എന്ന് അഭിപ്രായപ്പെട്ടതായിട്ട് നമ്മൾ വാർത്താമാധ്യമങ്ങളിലൂടെ കണ്ടിരുന്നു. ആ ഒരു അഭിപ്രായത്തിൻ്റെ അടിസ്ഥാനം ഒന്ന് പറയാമോ? ശരിക്ക് ഞാൻ ഒരു വടക്കുന്ന് തെക്കോട്ട് കേരളത്തിൽ ഒരു റെയിൽവേ കൂടി ലൈൻ വേണം എന്നുള്ള അഭിപ്രായക്കാരനാണ്. ഇപ്പോൾ നമുക്കൊരു റെയിൽവേ ലൈനാണല്ലോ, ട്രിവാൻഡ്രം മാംഗ്ലൂർ റെയിൽവേ ലൈൻ മാത്രമേ, അത് കോസ്റ്റൽ ഏരിയയിൽ കൂടെ പോണത്. അതുകൂടാതെ ഒരു റെയിൽവേ കൂടി കേരളത്തിന് ആവശ്യമാണെന്നുള്ള അഭിപ്രായക്കാരനാണ് ഞാൻ. പക്ഷേ ആ റെയിൽവേ ലൈൻ എങ്ങനെ വേണമെന്ന് വെച്ചാൽ അത് കേരളത്തിൻ്റെ ബാങ്ക്സിന് ഉപകാരം ഉണ്ടാവണം. അത് ടെക്നിക്കലി വെരി ഐഡിയലി പെർഫെക്റ്റ് റെയിൽവേ ലൈൻ ആവണം എന്ന് മാത്രമല്ല അത് ഫിനാൻഷ്യലി വയബിളും ആയിരിക്കണം. അങ്ങനത്തെ റെയിൽവേ ലൈനാണ് വേണ്ടത്. ഈ തെക്കുന്ന് വടക്കോട്ട് ഒരു പുതിയ റെയിൽവേ ലൈനിൻ്റെ ആവശ്യത്തിനായി ഇപ്പോഴത്തെ LDF ഗവൺമെൻറ് കേരളത്തിലുണ്ടല്ലോ, അവരെ എന്നെ 2010 എന്നെ അപ്രോച്ച് ചെയ്തിരുന്നു, ഇങ്ങനെ ഒരു റെയിൽവേ ലൈൻ വേണം, അതിനെപ്പറ്റി ആലോചിക്കാൻ വേണ്ടി ഡൽഹിയിൽ ഞാൻ DMRC MD ആയിരിക്കുമ്പോൾ അവിടെ വന്ന് എന്നെ കണ്ടു. അവരുടെ ഉദ്ദേശം ആ റെയിൽവേ ലൈൻ ഒരു ഹൈ സ്പീഡ് റെയിൽവേ ലൈൻ ആവണം. ആ സമയത്ത് ലോകം മുഴുവൻ ഹൈ സ്പീഡിനെ പറ്റി സംസാരിക്കുകയാണ്. ചൈന, സൗത്ത് കൊറിയ, ഫ്രാൻസ് എല്ലാവിടെയും ഹൈ സ്പീഡ്സാണ്. അപ്പോൾ ഇവിടെ ഒരു ഹൈ സ്പീഡ് വേണം എന്നുള്ള ഉദ്ദേശം കൂടിയാണ് LDF ഗവൺമെൻറ് അന്നത്തെ വ്യവസായ മന്ത്രിയും വ്യവസായ സെക്രട്ടറിയും കൂടി വന്ന് എന്നോട് പറഞ്ഞു. അപ്പോൾ ഞാൻ അവരോട് പറഞ്ഞു, നമ്മളത് റെയിൽവേ ലൈൻ സ്റ്റാർട്ടിന് മുമ്പേ ഒരു എക്കണോമിക് സ്റ്റഡി ആദ്യം ചെയ്യുക, അത് ഫീസിബിളാണ്, പ്രോഫിറ്റബിൾ എന്ന് കണ്ടാൽ നമുക്ക് അതിനുശേഷം ഒരു ഡീറ്റെയിൽ പ്രോജക്റ്റ് റിപ്പോർട്ട് ഉണ്ടാക്കാം. അതവർ സമ്മതിച്ചു. എന്നിട്ട് DMRC അതിനുവേണ്ടി ഏൽപ്പിച്ചു. അപ്പോൾ ഞാനാണ് ആദ്യത്തെ ഒരു എക്കണോമിക് ഫീസിബിലിറ്റി സ്റ്റഡി ഒരു നോർത്ത് സൗത്ത് റെയിൽവേ ലൈനായിട്ട് ഞങ്ങൾ ഉണ്ടാക്കിയത്. അന്ന് അവർ ഹൈ സ്പീഡ് വേണമെന്ന് പറയുമ്പോൾ നമുക്ക് ഹൈ സ്പീഡിനുള്ള എക്സ്പെർട്ടൈസ് ഇല്ല ഇന്ത്യയിൽ. അന്ന് മാക്സിമം സ്പീഡുള്ളത് അന്ന് കൊങ്കൺ റെയിൽവേയിലാണ്, 160 km മാക്സിമം സ്പീഡ്. ഹൈ സ്പീഡ് എന്ന് പറയുമ്പോൾ എബവ് 200 km അപ് ടു 350 km/h കൊണ്ടുപോകണം, അതിനാണ് ഹൈ സ്പീഡ് എന്ന് പറയുക. അതിനുള്ള ടെക്നിക്കൽ കോമ്പറ്റീഷൻ ഇല്ലാത്തതുകൊണ്ട് അന്ന് ഞാൻ ജപ്പാനിൽ നിന്ന് ജാപ്പനീസ് ഈസ്റ്റ് റെയിൽവേ ലൈനിൽ അവിടുത്തെ ഹൈ സ്പീഡ് റെയിൽവേ ലൈൻ പരിചയമുള്ള 4 എൻജിനീയേഴ്സിനെ ഇങ്ങോട്ട് കൊണ്ടുവന്നു കേരളത്തിലേക്ക്.
അവർ 3 മാസം ഇവിടെ വന്ന് സ്റ്റഡി ചെയ്തിട്ട് അലൈൻമെൻ്റൊക്കെ നോക്കി എല്ലാ പരിശോധനയും ചെയ്തതിന് ശേഷം അവരത് അക്സെപ്റ്റ് ചെയ്തു, ചെയ്യാൻ സാധിക്കുന്നു പറഞ്ഞിട്ട്. അത് പ്രകാരം ഞാൻ ഒരു ടെക്നോ എക്കണോമിക് സ്റ്റഡി റിപ്പോർട്ട് ഉണ്ടാക്കി ഗവൺമെൻറ് സബ്മിറ്റ് ചെയ്തു. അത് 2011 2010 സബ്മിറ്റ് ചെയ്തത്. അത് പ്രകാരം അപ്പം തന്നെ ഗവൺമെൻറ് പറഞ്ഞു നമുക്ക് ഡീറ്റെയിൽ പ്രോജക്റ്റ് റിപ്പോർട്ട് ചെയ്യുക. ആ ടെക്നോ എക്കണോമിക് സ്റ്റഡി ഷോഡ് ദാറ്റ് റെയിൽവേ ലൈൻ ഈസ് ടെക്നിക്കലി ഫീസിബിൾ ആൻഡ് ഇറ്റ് ഈസ് റിയലി നീഡഡ് ആൻഡ് ഇറ്റ് ഈസ് ഫിനാൻഷ്യലി വയബിൾ. അങ്ങനെ നിലയ്ക്കുള്ള റിപ്പോർട്ട് ഉണ്ടായിരുന്നു. അന്നത്തെ സ്റ്റഡി ഓൾസോ സെഡ് ദി ഫ്യൂച്ചർ ഓഫ് കേരള ഡിപ്പെൻഡ്സ് അപ്പോൺ വൺ മോർ അഡീഷണൽ റെയിൽവേ ലൈൻ ഡെഫിനറ്റ്ലി, ബിക്കോസ് വേറെ ഇനി എവിടെയും റോഡ്സൊക്കെ വൈഡൻ ചെയ്യാൻ സാധിക്കില്ല. കേരള ഇസ് ഫുൾ ഓഫ് റോഡ്സ്. ഒരു മോട്ടോർ വേ വേണമെന്ന് പറഞ്ഞ ഒരു പ്രപ്പോസലായിരുന്നു, നോർത്ത് ടു സൗത്ത്, വലിയൊരു മോട്ടോർ വേ. അതിന് ആൾക്കാരെല്ലാം എതിർത്തു, കാരണം ഒരുപാട് ലാൻഡ് വേണ്ടി വരും. റെയിൽവേയിലാണെങ്കിൽ അധികം ലാൻഡ് ആവശ്യമില്ല, ഹൈ സ്പീഡ് കിട്ടും, ആൾക്കാർക്ക് വേഗം മൂവ് ചെയ്യാം. ഇപ്പോഴത്തെ റെയിൽവേ ലൈൻ ഫോർ സ്ലോ മൂവിങ് ട്രാഫിക്കും മറ്റ് ഹൈ സ്പീഡ് ട്രാഫിക്കും അങ്ങനെയാണ് ഉദ്ദേശിച്ചിരുന്നത്. അത് പ്രകാരം ഞാൻ ഒരു ഡീറ്റെയിൽ പ്രോജക്റ്റ് റിപ്പോർട്ട് സ്റ്റഡി ചെയ്യാൻ ഗവൺമെൻറ് സമ്മതിച്ചു. ആ സമയത്ത് ഞാൻ ജപ്പാനീസ് ടെക്നോളജി മാത്രം പോരാ, നമുക്ക് സൗത്ത് കൊറിയൻ ടെക്നോളജി നോക്കാം. അവരപ്പം അങ്ങനെ കംപ്ലീറ്റ് ചെയ്തിട്ടുള്ള അവരുടെ ലൈൻ. അതുകൊണ്ട് അവിടുത്തെ എഞ്ചിനീയേഴ്സ് ഞാൻ കൊണ്ടുവന്നിട്ട് ഞങ്ങൾ സ്റ്റഡി ചെയ്തു. എന്നിട്ട് ഡീറ്റെയിൽ പ്രോജക്റ്റ് റിപ്പോർട്ട് ഉണ്ടാക്കിയിട്ട് 2016 അത് സബ്മിറ്റ് ചെയ്തതാണ്. ആ സ്റ്റഡി കണ്ടത് തീർച്ചയായിട്ടും ഒരു റെയിൽവേ ലൈൻ വളരെ ആവശ്യമാണ് കേരളത്തിന്. അത് ടെക്നിക്കലി ഫീസിബിൾ ആൻഡ് ഫിനാൻഷ്യലി പ്രോഫിറ്റ് മേക്കിംഗ് എന്ന് പറയുന്നില്ല, ഇറ്റ് ഈസ് ഫിനാൻഷ്യലി സസ്റ്റൈനിങ്. അതായത് പണി കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ റെയിൽവേ ലൈൻ ഓപ്പറേറ്റ് ചെയ്യാൻ വേണ്ടി പിന്നെ ഗവൺമെൻറ്റിൻ്റെ സഹായം ആവശ്യമുണ്ടാവില്ല. ഇനീഷ്യൽ ക്യാപിറ്റലിന് മാത്രം ഗവൺമെൻറ്റിൽ നിന്ന് ഒരു 30 to 40% ഓഫ് ദി കോസ്റ്റ് എടുക്കണം, ബാക്കിയുള്ളത് ബോറോ ചെയ്യാം. ഇതിൻ്റെ ഓപ്പറേഷൻ സമയത്ത് ബോറോ ചെയ്ത പണം അതിൻ്റെ ഇൻട്രസ്റ്റ് പേയ്മെൻറ്റും പിന്നെ ക്യാപിറ്റൽ ലോൺ റീപേയ്മെൻറ്റും ചെയ്യാൻ സാധിക്കും ഓവർ എ പീരിയഡ് ഓഫ് 20-25 years. അതുകൊണ്ട് ഫിനാൻഷ്യലി സെൽഫ് സസ്റ്റൈനിങ് ആയിട്ടുള്ള റെയിൽവേ സാധിക്കുന്ന റിപ്പോർട്ട് കൊടുത്തു. ആ റിപ്പോർട്ടിന് മുകളിൽ ഒരു ആക്ഷൻ ആ ഗവൺമെൻറ് എടുത്തില്ല. അപ്പോഴേക്കും LDF ഗവൺമെൻറ് പിന്നീട് 2016 അധികാരത്തിൽ വന്നു. അവർ വന്ന ഉടനെ പറഞ്ഞത് ആദ്യം ഹൈ സ്പീഡ് വേണമെന്നായിരുന്നു, പിന്നെ പറഞ്ഞു ഞങ്ങൾക്ക് ഹൈ സ്പീഡ് വേണ്ട, ഇത്ര വലിയ കോസ്റ്റ് എടുക്കാൻ സാധിക്കില്ല. അന്നത്തെ DPR കോസ്റ്റ് ഞാൻ ഉണ്ടാക്കിയ കോസ്റ്റ് വാസ് അബൌട്ട്, ഇപ്പോൾ എനിക്ക് ഓർമ്മ 85,000 crores ഇനീഷ്യൽ കോസ്റ്റ്. കംപ്ലീറ്റ് ചെയ്യുമ്പോൾ അത് ബി അബൌട്ട് 110,000 crores. അങ്ങനെയായിരുന്നു അതിൻ്റെ കംപ്ലീഷൻ കോസ്റ്റ്, ടു ബി കംപ്ലീറ്റഡ് ഇൻ 7 years. അങ്ങനെയുള്ള അന്നത്തെ ആ ഹൈ സ്പീഡ്. ഗവൺമെൻറ് പറഞ്ഞ് ഇത്ര പണം ചെയ്യാൻ സാധിക്കില്ല, അതുകൊണ്ട് നമുക്ക് ഹൈ സ്പീഡ് വേണ്ട, സെമി സ്പീഡ് എന്ന് പറഞ്ഞിട്ട് അവർ കേരള റെയിൽ ഡെവലപ്മെൻറ്റ് കോർപ്പറേഷൻ എന്ന കോർപ്പറേഷൻ ഫോം ചെയ്ത് അവരെ ഈ ജോലി ഏൽപ്പിച്ചു. ഇപ്പോൾ അവരാണ് ഇത് ഈ സെമി ഹൈ സ്പീഡ് മതി എന്ന് പറഞ്ഞിട്ട് 200 kilometers മാക്സിമം സ്പീഡ് മതി. അതുപ്രകാരം ഞങ്ങൾ ഉദ്ദേശിച്ചിരുന്ന അന്ന് ഹൈ സ്പീഡിന് ഉദ്ദേശിച്ചിരുന്നത് ഈ ഹോൾ ലൈൻ ഒരു 65-70% വിൽ ബി എലിവേറ്റഡ്, ബാക്കിയുള്ള ടണൽസ്. ലാൻഡിൽ ഓൺ ദ സർഫേസ് വളരെ കുറച്ച് ഈ എലിവേറ്റഡ് ലൈനിന് ടണലിലേക്ക് പോണ ഭാഗം മാത്രമേ ഇതിൽ വരുള്ളൂ. അങ്ങനെയാണ് ഞങ്ങൾ അന്ന് രൂപീകരിച്ചിരിക്കുന്നത്. അതായത് ലാൻഡ് അക്വിസിഷൻ വലിയ ആവശ്യമില്ല, വളരെ കുറച്ച്, അധികം ആൾക്കാരെ ഈ ലൈൻ ഉപദ്രവിക്കില്ല, ഹൈ സ്പീഡായിട്ട് ഓടിക്കുകയും ചെയ്യാം. ആ നിലയ്ക്ക് ഞാൻ ഉണ്ടാക്കിയിരിക്കുന്നത്. ഇവർ അത് മാറ്റിയിട്ട് ഇപ്പോൾ അന്ന് ഞങ്ങളുടെ പ്രപ്പോസൽ ട്രിവാൻഡ്രം ടു കണ്ണൂർ ഓൺലി. കണ്ണൂർ കാസർഗോഡ് ആദ്യം പാസഞ്ചേഴ്സ് ഇല്ല, ഹാർഡ്ലി അബൌട്ട് 200-250 പാസഞ്ചേഴ്സ്. അവർക്ക് വേണ്ടിയിട്ട് കണ്ണൂരിൽ നിന്ന് കാസർഗോഡിലേക്ക് ഇപ്പോൾ എടുക്കേണ്ട ആവശ്യമില്ല. ഈ ഹൈ സ്പീഡ് റെയിൽവേ ലൈൻ പതുക്കെ അത് മംഗലാപുരത്തേക്ക് എക്സ്റ്റെൻഡ് ചെയ്യേണ്ടി വരും, അവിടുന്ന് പിന്നെ ബോംബെക്ക് എക്സ്റ്റെൻഡ് ചെയ്യേണ്ടി വരും. ആ നിലയ്ക്കാണ് ഞങ്ങൾ പ്ലാൻ ചെയ്തിരുന്നത്. ആ ഹൈ സ്പീഡ് റെയിൽവേ ലൈൻ വരികയാണെങ്കിൽ കൊച്ചിയിൽ നിന്ന് ബോംബെക്ക് ഇൻ 7 hours വി ക്യാൻ ട്രാവൽ. ആ രൂപത്തിലാണ് ഞങ്ങൾ ഉണ്ടാക്കിയിരുന്നത്. അതുകൊണ്ട് തൽക്കാലം കണ്ണൂർ, പിന്നെ കണ്ണൂർ ടു മാംഗ്ലൂർ എക്സ്റ്റെൻഡ് ചെയ്യുക, പിന്നെ മാംഗ്ലൂർ ടു ബോംബെ, ആ സ്ഥിതിക്കാണ് ഉണ്ടാക്കിയിരുന്നത്.
ഇത് വേണ്ട, ഈ സെമി സ്പീഡ് മാത്രം മതി എന്ന് പറഞ്ഞിട്ട് ഗവൺമെൻറ് ഏറ്റെടുത്തു. എങ്ങനെ അവരെന്താ ചെയ്തിരിക്കണത്, എങ്ങനെ ഏത് ലൈനാണ് എടുത്തിരിക്കുക, ഉദ്ദേശിച്ചതൊന്നും ആരും അറിയിച്ചിരുന്നില്ല. എന്നിട്ട് അവർ പെട്ടെന്ന് പുറത്തേക്ക് വന്ന് പറഞ്ഞു, ഞങ്ങൾക്ക് സെമി സ്പീഡ് റെയിൽവേ ലൈൻ മതി, അതുകൊണ്ട് വലിയ ലാഭം ഉണ്ടാവും, ഹൈ സ്പീഡിൻ്റെ പകുതി കോസ്റ്റ് ഏകദേശം വരുള്ളൂ എന്ന് മാത്രമല്ല അത് 5 കൊല്ലം കൂടെ തീർക്കാം എന്നുള്ള ഒരു വീരവാദത്തു കൂടിയാണ് വന്നത്. അതിനെയാണ് ഞാൻ എതിർത്തത്. അങ്ങനെയുള്ള ഒരു സെമി സ്പീഡ് എടുക്കുകയാണെങ്കിൽ അതുകൊണ്ട് പല ദോഷങ്ങളും കേരളത്തിലുണ്ടായിരിക്കും. ആ ദോഷങ്ങളെ ചൂണ്ടിക്കാട്ടിയിട്ട് ഞാൻ ചീഫ് മിനിസ്റ്റർക്ക് എഴുതുകയും ചെയ്തു. പക്ഷെ അവരൊന്നും അതിനെ ഗവനിച്ചില്ല. ഇപ്പോൾ അവർ തയ്യാറായിരിക്കുന്ന സെമി സ്പീഡ് റെയിൽവേ ലൈൻ അല്ലെങ്കിൽ സിൽവർ ലൈൻ, കെ റെയിൽ എന്ത് പറഞ്ഞാലും ശരി, ദാറ്റ് ഈസ് നോട്ട് അറ്റ് ഓൾ സൂട്ടബിൾ ഫോർ കേരള ഫോർ മെനി റീസൺസ്. അതിനെപ്പറ്റി നമുക്ക് ഡിസ്കസ് ചെയ്യാം ഗ്രാജുവലി. ശരി സർ. സാർ ആക്ച്വലി സാറിൻ്റെ സമയമെടുത്ത് സാവധാനം സംസാരിച്ചാൽ മതി, ഞാനത് പറഞ്ഞു എന്ന് മാത്രം. സാർ പറഞ്ഞു, സാർ ആദ്യം ഉണ്ടാക്കിയ DPR അനുസരിച്ചിട്ട് ഏതാണ്ട് ഒരു 85,000 crores ആയിരുന്നു. അതായത് എനിക്ക് തോന്നുന്നു ഒരു 5 വർഷമെങ്കിലും ആയിട്ടുണ്ടാവും. 16. അപ്പോൾ ഇപ്പോൾ പറയുന്ന, അതായത് നമ്മളിപ്പോൾ കേരളിന് പറയുന്നതിൻ്റെ ഇനീഷ്യൽ കോസ്റ്റ് പറയുന്നത് എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ 63,000 crores ആണ്. അല്ല, അവർ ഇനീഷ്യൽ കോസ്റ്റ് പറയുന്നത് 55,000 crores, കംപ്ലീഷൻ കോസ്റ്റ് 64,500, അങ്ങനെ പറയണം. ശരി, അതിൽ തന്നെ വലിയൊരു വേരിയേഷൻ കാണുന്നു. സാറുണ്ടാക്കിയ DPRും ഇതും തമ്മിൽ വലിയൊരു വേരിയേഷൻ കാണുന്നു. എവിടെയാണ് അതിൻ്റെ ആ ഒരു കോസ്റ്റ് ലൊക്കേഷൻ ഡിഫറൻസ് വരുന്നത്? അതിനെപ്പറ്റി ഞാൻ ഒരു ഡീറ്റെയിൽ സ്റ്റഡി ചെയ്തു. ഈ കേരള പ്രോജക്റ്റ് ഉണ്ടായപ്പോൾ അതിൻ്റെ പ്രോജക്റ്റ് റിപ്പോർട്ട് അവർക്ക് ആർക്കും കാണിച്ചു തന്നിരുന്നില്ല. എങ്ങനെ ഏതൊക്കെ സൈഡിൽ കൂടെ പോണത്, റെയിൽവേ ലൈൻ എവിടെ പോണത്, എവിടെയായിരിക്കും സ്റ്റേഷൻ തൃശ്ശൂരായിരിക്കും എന്ന് മാത്രമേ പറയുള്ളൂ. തൃശ്ശൂരിൽ എവിടെയായിരിക്കും എന്നുള്ള ക്ലിയർ ഇതില്ല. എങ്ങനെ എസ്റ്റിമേറ്റ് ഉണ്ടാക്കി, എന്തെല്ലാം സ്റ്റഡീസ് അവർ ഉണ്ടാക്കി, ഒന്നും ആർക്കും വിട്ടുകൊടുത്തിരുന്നില്ല. saying that it is a confidential document which cannot be revealed. പറഞ്ഞിട്ട് ഒന്നും ആരോടൊന്നും പറയാതെ, ഈവൻ റൈറ്റ് ടു ഇൻഫർമേഷൻ ആയിട്ടുള്ള കൂടിയും അവർ റിപ്ലൈ തന്നു, ഇറ്റ്സ് എ കോൺഫിഡൻഷ്യൽ ഡോക്യുമെൻറ്റ് കനോട്ട് ബി റിവീൽഡ് എന്ന് പറഞ്ഞിട്ട്. അങ്ങനെ വന്നപ്പോൾ പ്രസ്സുകാരും നാട്ടുകാരും എൻ്റെ അടുക്കെ വന്നപ്പോൾ പറഞ്ഞു, ഒരു ഡീറ്റെയിൽ പ്രോജക്റ്റ് റിപ്പോർട്ട് ഈസ് നെവർ എ കോൺഫിഡൻഷ്യൽ റിപ്പോർട്ട്. ഞാൻ എത്രയോ പ്രോജക്റ്റിന് ഡീറ്റെയിൽ പ്രോജക്റ്റ് റിപ്പോർട്ട് ഉണ്ടാക്കേണ്ട, പല റെയിൽവേ ലൈൻസിനും പല മെട്രോ ലൈൻസിനും. അത് ഇറ്റ്സ് എ പബ്ലിക് ഡോക്യുമെൻറ്റ്, ആർക്ക് വേണമെങ്കിൽ ചോദിക്കാൻ, ആർക്ക് വേണമെങ്കിൽ അതിൻ്റെ അറിവ് കിട്ടാമെന്നുള്ള പ്രഷർ. ആ പ്രഷർ ബിൽഡപ്പ് ചെയ്തപ്പോൾ ഒരു മാസം ചീഫ് മിനിസ്റ്റർ അമേരിക്കയ്ക്ക് പോകുന്നതിൻ്റെ അന്നോ അതിന് തലേദിവസം മറ്റേ ഈ DPR അവർ റിലീസ് ചെയ്തു പുറത്തേക്ക് എല്ലാവർക്കും ഇല്ല. അത് ലെജിസ്ലേച്ചർ അസംബ്ലിയുടെ വെബ്സൈറ്റിലേക്ക് ഇട്ടു. അതിൽ നിന്നാണ് ഇപ്പം ഞങ്ങൾക്ക് ഇൻഫർമേഷൻ കിട്ടുന്നത്. ആ ഇൻഫർമേഷൻ കിട്ടുമ്പോൾ ഞാൻ കണ്ടിരിക്കുന്നത്, അവരെ ടെക്നിക്കലി there are many flaws in the project, technically itself. Alignment drawn also is not at all useful for Kerala as such. Estimate ആണെങ്കിൽ ഇറ്റ് ഈസ് ബ്രൂട്ടലി സപ്രസ്ഡ്. ഞാൻ ആ വേർഡ് ഉപയോഗിക്കുക. ഒരു ശരിക്കുള്ള എസ്റ്റിമേറ്റ് ഉണ്ടാക്കിയില്ല, ബ്രൂട്ടലി ജസ്റ്റ് ടു ഷോ ദ കോസ്റ്റ് ഓഫ് 55,000 crores. അതെങ്ങനെ കിട്ടി എന്നുള്ളൊന്നും ഡീറ്റെയിൽ ആയിട്ടൊന്നും കാണിച്ചിട്ടില്ല. അതിൻ്റെ റേറ്റ് എന്താ അഡോപ്റ്റ് ചെയ്തിരിക്കണത് അതും ശരിക്കും കാണിച്ചിട്ടില്ല. എസ്റ്റിമേറ്റ് കാണിച്ചിട്ടുണ്ട്, പക്ഷേ ആ എസ്റ്റിമേറ്റിലത്തെ കോസ്റ്റ്, റേറ്റ്, ഒരു കിലോമീറ്റർ ലൈന് എങ്ങനെയാണ് അവർ അറൈവ് ചെയ്ത് അതൊന്നും കാണിച്ചിട്ടില്ല. ചുമ്മാ ഒരു റേറ്റ് ഇട്ടിട്ട് അങ്ങനെ ഒരു എസ്റ്റിമേറ്റ് ഉണ്ടാക്കി. അതുകൊണ്ട് ഇപ്പോഴുള്ള ഈ DPR, ഡീറ്റെയിൽ പ്രോജക്റ്റ് റിപ്പോർട്ട് ഫോർ ദ കേരള, ഈസ് നോട്ട് അറ്റ് ഓൾ ഡിപ്പെൻഡബിൾ. ഇറ്റ് ഈസ് സിംപ്ലി എ കുക്ക്ഡ് അപ്പ് ഡോക്യുമെൻറ്റ്. അവരുടെ ഉദ്ദേശം ജസ്റ്റ് ടു ഗെറ്റ് അപ്രൂവൽ ഫോർ ദിസ് പ്രോജക്റ്റ് സ്ട്രേറ്റ് അവേ ഫ്രം ഗവൺമെൻറ് ഓഫ് ഇന്ത്യ. അതിനുവേണ്ടി ആദ്യം ഒരു ഡ്രാഫ്റ്റ് റിപ്പോർട്ട് ഉണ്ടാക്കിയപ്പോൾ തന്നെ റെയിൽവേ ബോർഡിൻ്റെ അടുക്കെ പോയി. എന്നിട്ട് റെയിൽവേ ബോർഡിൻ്റെ ഒരു എഗ്രിമെൻ്റ് ഉണ്ട്. റെയിൽവേ ബോർഡ്, ഇത് KRDCL ഒരു ജോയിൻറ്റ് കമ്പനിയാണ്. അതിൽ 49% ഷെയർ ഇന്ത്യൻ റെയിൽവേസിനും 51% ഷെയർ കേരള ഗവൺമെൻറ്റിനുമാണ്. ആ കമ്പനിയെ റെയിൽവേ ബോർഡായിട്ട് ഒരു അണ്ടർസ്റ്റാൻഡിങ് വന്നു. അണ്ടർസ്റ്റാൻഡിങ് പ്രകാരം ഒരു റെയിൽവേ അക്സെപ്റ്റ് ചെയ്യുകയാണെങ്കിൽ 100 crores ഉടനെ കേരളത്തിൽ റിലീസ് ചെയ്യാമെന്ന് പറഞ്ഞിട്ടുള്ളൊരു എഗ്രിമെൻ്റ് ഉണ്ട്. കേരള ഗവൺമെൻറ് എങ്ങനെയെങ്കിലും 100 crores വേഗം മേടിക്കണം എന്ന നിലയ്ക്ക് പോയിട്ട്
എന്തെല്ലോ കാര്യങ്ങളൊക്കെ പറഞ്ഞ് ഒരു ഇൻ പ്രിൻസിപ്പിൾ അപ്രൂവൽ മേടിച്ചിട്ട് വന്നു. ആ ഇൻ പ്രിൻസിപ്പിൾ അപ്രൂവലിൽ വളരെ ക്ലിയറായിട്ട് പറഞ്ഞിട്ടുണ്ട്, ദിസ് ഈസ് ഓൺലി ഇൻ പ്രിൻസിപ്പിൾ അപ്രൂവൽ ഫോർ ടേക്കിംഗ് ദ പ്രോജക്റ്റ് ഫോർവേഡ്. ദാറ്റ് ഈസ് all the preparatory and preliminary investigation needed for the project can be carried out. But no investment decision should be taken and no actual work should be started. എന്നുള്ളതാണ് അവർ in principle. ഇവിടെ വന്നപ്പോൾ KRDSL said, oh, we have got the approval, we can go ahead, we can even start the project. ലാൻഡ് അക്വിസിഷൻ വേണ്ടി സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയുള്ള ഏർപ്പാടൊക്കെ ചെയ്ത് ലാൻഡ് അക്വിസിഷൻ പാർട്ടീസിനെ അവർ അപ്പോയിൻറ്റ് ചെയ്തു, സ്റ്റാഫിനെ അപ്പോയിൻറ്റ് ചെയ്തു, വർക്ക് സ്റ്റാർട്ട് ചെയ്തു. വളരെ പേര് അപ്പോഴേക്കും കോടതിയിൽ പോകാൻ തുടങ്ങി ലാൻഡ് അക്വിസിഷനെ പറ്റിയിട്ട് എതിരായിട്ടൊക്കെ. അതുകൊണ്ട് ഈ പ്രോജക്റ്റിനെ പറ്റിയുള്ള സകല വിവരം ഇപ്പോഴാണ്, ഒരു മാസമായിട്ട് ഞങ്ങളുടെ കൈ കിട്ടിയിട്ടുള്ളൂ. അത് നോക്കുമ്പോൾ വളരെ ഡിഫക്ട്സും ഡെഫിഷ്യൻസീസും ഈ പ്രോജക്റ്റ് റിപ്പോർട്ടിലുണ്ട്. ദിസ് കനോട്ട് ബി ഡൺ ഇൻ 55,000 crores എസ്റ്റിമേറ്റ്. ഇവർ തന്ന പ്രകാരം തന്നെ അതിന് ശരിക്കുള്ള കോസ്റ്റ് എടുത്ത് ചെയ്യുകയാണെങ്കിൽ ഇറ്റ് വിൽ കോസ്റ്റ് നൗ, അക്കോർഡിംഗ് ടു മീ, എസ്റ്റിമേറ്റഡ് കോസ്റ്റ് മാത്രം that will come to, ഒരു മിനിറ്റ്, estimated cost will come to 93,600 crores. ഇവർ 55,000 crores എന്ന് പറയുന്നത് ശരിക്ക് അവരുടെ ക്വാണ്ടിറ്റീസ് മാത്രമേ ഞാൻ എടുത്തുള്ളൂ. പക്ഷേ കറക്റ്റ് റേറ്റ് അപ്ലൈ ചെയ്താൽ ഞാൻ പറയുന്നത്. ഈ റേറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു കിലോമീറ്റർ റെയിൽ ഇടാനുള്ള കോസ്റ്റ്, ഒരു കിലോമീറ്റർ സിഗ്നലിങ്ങിനുള്ള കോസ്റ്റ്, ഇലക്ട്രിഫിക്കേഷനുള്ള കോസ്റ്റ്, പിന്നെ സിവിൽ വർക്സിനുള്ള കോസ്റ്റ്, അങ്ങനെയുള്ള നോക്കിയിട്ടാണ് ഞാൻ ചെയ്തിരിക്കുന്നത്. ഇത് ചെയ്യാനുള്ള അടിസ്ഥാനം ഡൽഹിയിലിപ്പോൾ ഒരു റെയിൽ റാപ്പിഡ് ട്രാൻസിറ്റ് സിസ്റ്റം പണിയുണ്ട്, RRTS എന്ന് പറഞ്ഞിട്ട്. അത് ന്യൂ ഡൽഹി നിന്ന് പല ദിക്കിലേക്കായിട്ട്, അതായത് ഹൈ സ്പീഡ് സബർബൻ ട്രെയിൻസാണ് ഇൻ ഷോർട്ട് ഇറ്റ് ഈസ്. അവരുടെ അതിന് ടെൻഡറൊക്കെ വിളിച്ച് വർക്ക് സ്റ്റാർട്ട് ചെയ്തു, പ്രോഗ്രസ് കഴിഞ്ഞു. അപ്പോൾ അവരുടെ റേറ്റ് ഞാൻ ഇവിടുന്ന് കൊണ്ടുവന്നു ഡൽഹിയിൽ നിന്ന്. സിവിൽ എഞ്ചിനീയറിന് എത്ര കോസ്റ്റ് ആവും, ഇലക്ട്രിക്കലിന് എത്ര കോസ്റ്റ് ആവും, റോളിംഗ് സ്റ്റോക്ക് എങ്ങനെ കോസ്റ്റ് ആവും, ആ ബേസിക് കോസ്റ്റ് വെച്ചിട്ട് ഇവരുടെ ക്വാണ്ടിറ്റീസ് അപ്ലൈ ചെയ്തിട്ടാണ് ഞാൻ ഈ കോസ്റ്റ് കണ്ടുപിടിച്ചിരിക്കുന്നത്, 93,600 crores. പിന്നെ ഇങ്ങനെയുള്ള പ്രോജക്റ്റ് ഒരു സമയത്തും 5 കൊല്ലം കൊണ്ട് തീർക്കാൻ സാധിക്കില്ല. മിനിമം കേരള കണ്ടീഷൻ നോക്കുകയാണെങ്കിൽ, അങ്ങനെ നോക്കുകയാണെങ്കിൽ അതിൻ്റെ അപ്പോഴത്തെ കംപ്ലീഷൻ കോസ്റ്റ് വിൽ ബി 1,22,000 crores. ഇതാണ് എൻ്റെ കണ്ടുപിടുത്തം. അപ്പോൾ ഇവർ പറയുന്ന കോസ്റ്റ് എല്ലാം ഇറ്റ്സ് എ ഫ്രോഡ് ബീങ് പ്ലേഡ് ഓൺ ദ പബ്ലിക്. ഈ കോസ്റ്റ് എല്ലാം അവരുടെ ഉദ്ദേശം എങ്ങനെയെങ്കിലും സ്റ്റാർട്ട് ചെയ്യുക, പിന്നെ എസ്റ്റിമേറ്റ് റിവൈസ് ചെയ്തുകൊണ്ടേ പോവുക. അത് 10 കൊല്ലോ 15 കൊല്ലോ 20 കൊല്ലോ എടുക്കും. ആ സമയത്ത് കോസ്റ്റ് എന്തെങ്കിലും ആയിക്കോട്ടെ എന്നുള്ള ഒരു ഉദ്ദേശമാണ് അവർ പുറപ്പെട്ടിരിക്കുന്നത്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ഈ 55,000 crores ഇസ് ടോട്ടലി റോങ്, ഇറ്റ് കനോട്ട് ബി ഡൺ. നമ്മൾ ആൾക്കാരെ വെറുതെ ഫൂൾ ചെയ്യാണ് ഇങ്ങനത്തെ സ്റ്റേറ്റ്മെൻറ്റ് കൊടുത്തിട്ട് ഇങ്ങനത്തെ റിപ്പോർട്ട് ഉണ്ടാക്കും. അത് ശരിക്കും അടിസ്ഥാനമായിട്ട് പഠിച്ചു കഴിഞ്ഞാൽ അറിയാം ഇത് സാധ്യമല്ലാന്ന്. വ്യക്തമാണ് സർ. ഞാൻ സാറ് ആദ്യമേ ഒരു ഡീറ്റെയിൽഡ് ആയിട്ടുള്ള പ്രൊജക്ട് റിപ്പോർട്ട് ഉണ്ടാക്കിയിരുന്നു, DPR ഉണ്ടാക്കിയിരുന്നു എന്ന് പറഞ്ഞു. അതിൽ ഒരു ജോഗ്രഫിക്കൽ ആയിട്ടുള്ളൊരു ലൊക്കേഷൻസ് എന്താണെന്നുള്ളത് മാപ്പ് ചെയ്തിട്ടുണ്ടാവുമല്ലോ. ഈ ഒരു റൂട്ടിൽ കൂടി ആയിരിക്കും ഇത് പോവുക എന്നുള്ളൊരു ജനറൽ മാപ്പിംഗ് ഉണ്ടാവുമല്ലോ. അതെ, ഇപ്പോഴത്തെ പറയണത് ഞാൻ ഉണ്ടാക്കിയതാ പറയുന്നത്. സാർ ഉണ്ടാക്കിയില്ല, പണ്ട് മുമ്പ് ഉണ്ടാക്കിയില്ല. ഇപ്പോൾ ഉള്ള DPR സാർ കണ്ടതിൽ അങ്ങനെ ഒരു ജോഗ്രഫിക്കൽ ലൊക്കേഷൻ കറക്റ്റായിട്ട് മാപ്പ് ചെയ്തിട്ടുണ്ടോ? ഇല്ല. ലാൻഡ് അക്വിസിഷൻസ് നടക്കുന്നുണ്ട്. അവര് ഇപ്പോഴത്തെ DPR ഉണ്ടാക്കിയിരിക്കണേ, അവർ ഡീറ്റെയിൽ സർവേ ചെയ്തിട്ടില്ല ലാൻഡിൽ. അവരൊരു ഏരിയൽ സർവേ, ലിഡാർ സർവേ എന്ന് പറയും, അതേ ചെയ്തിട്ടുള്ളൂ. എന്ന് മാത്രമല്ല ഈ അലൈൻമെൻറ്റ് ഏതൊക്കെ പോകണമെന്നുള്ള അവർ ഈ സെൻട്രൽ ലൈൻ കാണിച്ചിട്ടില്ല. എനി റെയിൽവേ ലൈൻ തുടങ്ങുന്നതിന് മുമ്പേ അല്ലെങ്കിൽ സാങ്ഷൻ മേടിക്കുന്നതിന് മുമ്പേ ദർ ഈസ് വാട്ട് ഈസ് നോൺ ആസ് ഫൈനൽ ലൊക്കേഷൻ സർവേ. ഈ അലൈൻമെൻറ്റ് ഗ്രൗണ്ടിൽ എവിടെയൊക്കെ പോകണത് നോക്കിയിട്ട് എവറി 100 meters ആ സെൻട്രൽ ലൈൻ കാണിക്കണം. അത് പ്ലാൻ ചെയ്തിട്ടാണ് കാണിക്കുക. അതൊന്നും ഇവർ ചെയ്തിട്ടില്ല. അപ്പോൾ ഇവരിപ്പോൾ ട്രിവാൻഡ്രം ടു കൊല്ലം ഏകദേശം ഒരു ഗൂഗിൾ മാപ്പിൽ വരച്ചിട്ട് അത് കാണിച്ചിട്ട് അങ്ങനെയുള്ളൂ.
അങ്ങനെ ഗൂഗിൾ മാപ്പിലാണ് അലൈൻമെൻറ്റ് ഫൈനലൈസ് ചെയ്തത്. അല്ലാണ്ട് സൈറ്റിൽ പോയിട്ട് അവിടുത്തെ വിഷമങ്ങൾ കണ്ടിട്ടോ അല്ലെങ്കിൽ അഡ്വാൻറ്റേജ് കണ്ടിട്ടുള്ള അങ്ങനെ ഒരു പ്രശ്നം നടന്നിട്ടില്ല അവരുടെ. അതുകൊണ്ട് എന്താണ്, പല സ്ഥലത്തും എത്രയാണ് ഹൈറ്റ് ഓഫ് ദി ബാങ്ക് വരിക, എത്രയാണ് ഡെപ്ത് ഓഫ് കട്ടിങ് വരിക, എവിടെയൊക്കെ മൈനർ ബ്രിഡ്ജസ് വേണം, ഇങ്ങനെയുള്ള സംഗതികളൊന്നും അവർ ചെയ്ത് കണ്ടുപിടിച്ചിട്ടുമില്ല, അത് ചേർത്തിട്ടുമില്ല അവരുടെ റിപ്പോർട്ടിൽ. എന്ന് മാത്രമല്ല അവരെന്താ ചെയ്തിരിക്കുന്നത്, ഈ കോസ്റ്റ് കുറയ്ക്കാൻ വേണ്ടിയിട്ട് ഈ എലിവേറ്റഡ് ലൈൻ, ഞങ്ങളുടെ ഹൈ സ്പീഡിൻ്റെ എലിവേറ്റഡ് ഇതായിരുന്നല്ലോ, അതിനെ അവർ ഗ്രൗണ്ടിലേക്ക് കൊണ്ടുവന്നു. ഇറ്റ് ഈസ് നൗ പ്ലേസ് ഓൺ ദി ഗ്രൗണ്ട് ലെവൽ. റെയിൽവേ ടെക്നോളജിയിൽ പറയാം അറ്റ് ഗ്രേഡ്. അത് അങ്ങനെയാണെങ്കിൽ ഒരുപാട് എംബാങ്ക്മെൻറ്റ് വേണം, ഒരുപാട് കട്ടിങ്സ് വരും. അത് പ്രകാരം ഇപ്പോൾ ഈ 531 കിലോമീറ്റേഴ്സാണ് ട്രിവാൻഡ്രം മുതൽ കാസർഗോഡ്. അതിൽ 390 kilometers, almost 400 kilometers, it is on the ground, out of which nearly more than 200 kilometers is embankment. ബാക്കിയുള്ള കട്ടിംഗ് ആണ്. ഈ എംബാങ്ക്മെൻ്റ് ആണുള്ള ഈ ഗ്രൗണ്ട് ലെവലിൽ വെച്ചുകൊണ്ടാണ് പ്രശ്നങ്ങളെല്ലാം ഉണ്ടായിരിക്കുന്നത്. ഒരു സെമി ഹൈ സ്പീഡ് റെയിൽവേ ലൈൻ അറ്റ് ഗ്രൗണ്ട് ലെവലിൽ പോവുകയാണെങ്കിൽ പല വിഷമങ്ങളും പല ആഘാതങ്ങളും നാട്ടുകാരുടെ ബുദ്ധിമുട്ടൊക്കെ ഉണ്ടാവും. അത് ഞാൻ പ്രത്യേകിച്ച് ഇനി പറയാൻ കാരണം, ഇപ്പോൾ നമ്മൾ ഗ്രൗണ്ടിൽ കൂടെയാണ് ഈ ഹൈ സ്പീഡ് പോകണമെന്ന് വെച്ചാൽ ട്രസ്പാസിങ് വരും, ആൾക്കാർ റൺ ഓവർ, കാറ്റിൽ റൺ ഓവർ. ഹൈ സ്പീഡിൽ ഒരു റൺ ഓവർ കേസും കാണാൻ പാടില്ല. അതുകൊണ്ട് ഒരു ട്രസ്പാസിങ് ചെയ്യാൻ പറ്റില്ല. അതിന് പകരം വാൾ കെട്ടണം രണ്ട് സൈഡിലും. അപ്പോൾ ഇവിടെ ഇവർ ആലോചിക്കണം ഈ 300 kilometers വാൾ കെട്ടാൻ രണ്ട് സൈഡിലും. വാൾ എന്ന് പറഞ്ഞാൽ മതിൽ ഒരു 8 അടി ഉയരം എന്തായാലും വേണം, അതിൻ്റെ മീതെ ബാർബർ വയർ ഫെൻസിങ് വേണം, അങ്ങനെയുള്ള വാൾ കെട്ടാൻ വേണ്ട. ഈ ഓൾമോസ്റ്റ് 300 kilometers ഇങ്ങനെ വാൾ കെട്ടിയിട്ട് ഒരു റെയിൽവേ ലൈൻ ഉണ്ടാക്കി രണ്ട് സൈഡിലും, അപ്പ് ലൈനും ഡൗൺ ലൈൻ, രണ്ട് ലൈനുണ്ടല്ലോ. ഈ വാൾ കെട്ടിയെങ്കിൽ എങ്ങനെയാണ് ഒരാൾ ഒരു സൈഡിൽ നിന്ന് മറ്റേ സൈഡിലേക്ക് പോവുക? ഈ കേരളത്തിൽ നിന്ന് അവർ ഒരു നോർത്ത് സൗത്ത് രണ്ട് മതിൽ കൊണ്ട് കംപ്ലീറ്റ് ആയിട്ട് ഈസ്റ്റ് കേരള വെസ്റ്റ് കേരള എന്ന മാതിരി രണ്ടാക്കും. അത് വലിയൊരു നാട്ടുകാർക്ക് ഉപദ്രവമെന്ന് മാത്രമല്ല, ലാൻഡ് അക്വിസിഷൻ വളരെ ജാസ്തി ലാൻഡ് അക്വയർ ചെയ്യേണ്ടി വരും ഇതിനെല്ലാം വേണ്ടിയിട്ട്. എന്ന് മാത്രമല്ല, ഈ ഒരു സൈഡിൽ നിന്ന് മറ്റേ സൈഡിലേക്ക് പോകണമെങ്കിൽ എവരി 500 meters ഒന്നുകിൽ റോഡ് ഓവർ ബ്രിഡ്ജ് അല്ലെങ്കിൽ ഒരു റോഡ് അണ്ടർ ബ്രിഡ്ജ് ഉണ്ടാക്കണം. അതിനുള്ള കോസ്റ്റ് അവരുടെ എസ്റ്റിമേറ്റിൽ വന്നിട്ടില്ല. അതിനുള്ള ലാൻഡ് അക്വിസിഷനുള്ള അതും എസ്റ്റിമേറ്റിൽ കൊടുത്തിട്ടില്ല. ഈ ബ്രിഡ്ജിൻ്റെ കോസ്റ്റിനെ അവരെടുത്തിട്ടില്ല. ഇങ്ങനെ പല മിസ്സിങ് ഐറ്റംസ് ഞാൻ കണ്ടുപിടിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ നമ്മൾ എൻവിറോൺമെൻ്റലി അത് വെരി ഡിസാസ്റ്റേഴ്സ് റെയിൽവേ കേരള പർട്ടിക്കുലർലി നമ്മളുടെ ഈ കൊച്ചു സംസ്ഥാനം അത് എല്ലാം ഈസ്റ്റ് ടു വെസ്റ്റാണ് ഒഴുകുന്നത്. ഈ റെയിൽവേ ലൈൻ ഇത് കംപ്ലീറ്റ് ആയിട്ട് ബ്ലോക്ക് ചെയ്യും, കംപ്ലീറ്റ് ഡ്രെയിനേജ്. അതുകൊണ്ടുള്ള ആഘാതങ്ങൾ വി കാൻറ്റ് ഈവൻ തിങ്ക് ഓഫ് ഇറ്റ്. ഒരു സ്റ്റഡി ഒന്നും ചെയ്തിട്ടില്ല. വാട്ട് വിൽ ഹാപ്പൻ? അത് കാരണം അതുകൊണ്ടാണ് ഞാൻ കാര്യമായിട്ട് അതിനെ അക്സെപ്റ്റ് ചെയ്യാത്തത്. ദിസ് ഈസ് നോട്ട് എറ്റ്സ് ഓൾ പ്രാക്ടിക്കൽ. എങ്ങനെയൊരു പ്രോജക്റ്റ് സാങ്ഷൻ മേടിച്ച് തുടങ്ങുന്നതല്ല നമുക്ക് ആവശ്യം. ആ പ്രോജക്റ്റ് ഷുഡ് ബി സസ്റ്റൈനിങ് യൂസ്ഫുൾ ടു കൺട്രി ഫോർ ദി നെക്സ്റ്റ് 100 years. അത് ഈ ലൈൻ കൊണ്ട് സാധിക്കില്ല. വ്യക്തമാണ് സർ. അതിൽ ഇപ്പോൾ വളരെ അഗ്രസീവായിട്ട് ലാൻഡ് അക്വിസിഷൻ സ്റ്റാർട്ട് ചെയ്തിരുന്നു. അപ്പോൾ സാറ് പറയുന്ന ആ ഒരു രീതിക്കാണെങ്കിൽ കൃത്യമായ ഒരു മാർഗരേഖ ഇല്ലാതെയാണോ ഈ ലാൻഡ് അക്വിസിഷൻസ് ഇപ്പോൾ സ്റ്റാർട്ട് ചെയ്തത്? തീർച്ചയായിട്ടും. സെൻട്രൽ ലൈൻ എവിടെയെന്ന് അറിയില്ല അവർക്ക്. അവരിപ്പോൾ ഏകദേശം ഗൂഗിൾ മാപ്പിൽ നിന്ന് എടുത്തിട്ട് ഗ്രൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുക. അതല്ല വേണ്ടത്. ഇൻസ്ട്രുമെൻ്റ് വെച്ചിട്ട് മാനുവൽ സർവേ ചെയ്തിട്ട് സെൻട്രൽ ലൈൻ മാർക്ക് ചെയ്യണം. ആ മാർക്ക് ചെയ്തിട്ട് വാട്ട് ഈസ് നോൺ ആസ് എ ലോഞ്ചിറ്റ്യൂഡൽ സെക്ഷൻ ഉണ്ടാക്കണം. അതായത് എവറി 25 meters എത്ര ഹൈറ്റ് ഉണ്ടാവും റെയിൽവേ ട്രാക്ക്, എത്ര ഡെപ്ത് ഉണ്ടായിരിക്കും, അതുപോലെ ഹൈറ്റ് ഓഫ് ദി ബാങ്ക് എത്ര വരും, അല്ലെങ്കിൽ ഡെപ്ത് ഓഫ് കട്ടിങ് എവിടെ വരും, എത്ര എല്ലാം ബ്രിഡ്ജസ് വേണം, അങ്ങനെയുള്ള കണക്കുകളൊന്നും ഒന്നും പോയിട്ടേ ഇല്ല. ഒരു പ്രത്യേക മിസ്സിങ് തിങ് വാസ് മൈനർ ബ്രിഡ്ജസ്.
ഇങ്ങനെയുള്ള ഈ 531 കിലോമീറ്റേഴ്സിൽ എൻ്റെ അഭിപ്രായത്തിൽ അറ്റ്ലീസ്റ്റ് 8 to 10 minor bridges are required for each kilometer. കേരളത്തെ മഴയും ഇതൊക്കെ നോക്കുമ്പോൾ ഞാൻ കൊങ്കൺ റെയിൽവേ ചെയ്യുമ്പോൾ ഞങ്ങൾക്ക് ഈച്ച് കിലോമീറ്ററിൽ അബൌട്ട് മോർ ദാൻ 100 minor bridges, more than 10 minor bridges ചെയ്യേണ്ടി വന്നു. ഹോൾ കൊങ്കൺ റെയിൽവേ 760 കിലോമീറ്റർ 6,000 മൈനർ ബ്രിഡ്ജസാണ്. ആ കണക്ക് നോക്കിയാൽ ഇതിന് എങ്ങനെയും ഒരു 4,500-500 മൈനർ ബ്രിഡ്ജസ് വേണം. അത് എവിടെയാണ് വരേണ്ടത്, എങ്ങനെയുള്ള മൈനർ ബ്രിഡ്ജസാണ് വേണ്ടത്, എന്താ അതിൻ്റെ വാട്ടർ വേ ആവശ്യം, ഇതൊന്നും സ്റ്റഡി ചെയ്തിട്ടില്ല. ആ ബ്രിഡ്ജസ് അവരുടെ എസ്റ്റിമേറ്റിൽ ഫിഗർ ചെയ്യണം കൂട്ടിയില്ല, അങ്ങനെ ബ്രിഡ്ജസ് വേണമെന്ന് അത് കണക്കിലെടുത്തിട്ടില്ല. അപ്പോൾ ഈ എങ്ങനെ ഈ ഡ്രെയിനേജ് ഉണ്ടാവുക, എങ്ങനെ ആൾക്കാർ ഒരു സൈഡിൽ നിന്ന് മറ്റേ സൈഡിലേക്ക് പോവുക, ഈ കാര്യങ്ങളൊന്നും ശരിക്കും വ്യക്തമായിട്ടുള്ള ഒരു പഠനം നടത്തിയിട്ടുമില്ല. അതിൻ്റെ ആഘാതങ്ങൾ അവർ മനസ്സിലാക്കിയിട്ടുമില്ല. അതുകൊണ്ടാണ് ഞാൻ കാര്യമായിട്ട് അതിനെ എതിർത്തത്. എന്ന് മാത്രമല്ല, ഇങ്ങനെയുള്ള ഒരു സെമി ഹൈ സ്പീഡ് റെയിൽവേ ലൈൻ കേരളത്തിലേക്ക് വരികയാണെങ്കിൽ ദാറ്റ് വിൽ ബ്ലോക്ക് കംപ്ലീറ്റ്ലി ദി ഇന്ത്യൻ റെയിൽവേ സ്കീം ഫോർ ഹൈ സ്പീഡ് നെറ്റ്വർക്ക്. ഇന്ത്യയിൽ ഇപ്പോൾ നമുക്കറിയാമല്ലോ, ഇന്ത്യയിൽ ഇപ്പോൾ തന്നെ ഫസ്റ്റ് ഹൈ സ്പീഡ് റെയിൽവേ ലൈൻ ഈസ് ബീങ് കൺസ്ട്രക്റ്റഡ് ബിറ്റ്വീൻ ബോംബെ ടു അഹമ്മദാബാദ്, കംപ്ലീറ്റ്ലി വിത്ത് ജാപ്പനീസ് ഫണ്ടിങ്. അതിൻ്റെ വർക്ക് തുടങ്ങി പ്രോഗ്രസ് ചെയ്യുന്നുണ്ട്. ബട്ട് ഇന്ത്യൻ റെയിൽവേസ് ഹാവ് ഡ്രോൺ അപ്പ് എ ഹൈ സ്പീഡ് റെയിൽ നെറ്റ്വർക്ക് ഫോർ ദി ഹോൾ കൺട്രി. 5 റെയിൽവേ ലൈനാണ് അതിൽ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്. അതിലത്തെ ഒന്ന് ചെന്നൈ, ബാംഗ്ലൂർ, കോയമ്പത്തൂർ, തൃശ്ശൂർ, കൊച്ചി, ട്രിവാൻഡ്രമാണ് അതിലത്തെ ഒന്ന്. അപ്പോൾ ഇങ്ങനെ ഒരു സെമി സ്പീഡ് റെയിൽവേ ലൈൻ വന്നിട്ടുണ്ടെങ്കിൽ ദാറ്റ് വിൽ നോട്ട് ജെൽ വിത്ത് ദ ഹൈ സ്പീഡ് നെറ്റ്വർക്ക് അറ്റ് ഓൾ. തൃശ്ശൂർ ടു ട്രിവാൻഡ്രം സെയിം റൂട്ടാണ് രണ്ടും, അത് തമ്മിലുള്ള ചർച്ചയില്ല. ഒന്ന് ഹൈ സ്പീഡ് സ്പെസിഫിക്കേഷനിൽ, മറ്റേ സെമി സ്പീഡ് സ്പെസിഫിക്കേഷന്. ഇങ്ങനെ സെമി സ്പീഡ് വന്നാൽ പിന്നെ നമുക്ക് ഹൈ സ്പീഡ് കിട്ടാൻ യാതൊരു ചാൻസും ഇല്ല. കേരള വിൽ ബി കംപ്ലീറ്റ്ലി കട്ട് ഓഫ് ഫ്രം ദി ഹൈ സ്പീഡ് നെറ്റ്വർക്ക്. നേരെ മറ്റേ ഞാൻ ഉണ്ടാക്കിയ സ്കീമിൽ ഇറ്റ് ഈസ് എ ഹൈ സ്പീഡ് വിത്ത് ഹൈ സ്പീഡ് സ്പെസിഫിക്കേഷൻസ്. ഞങ്ങൾ അന്ന് ഉദ്ദേശിക്കുന്ന ട്രിവാൻഡ്രം ടു തൃശ്ശൂർ വിൽ ബി എ കോമൺ ഹൈ സ്പീഡ് റെയിൽവേ ലൈൻ വിത്ത് ഇന്ത്യൻ റെയിൽവേ നെറ്റ്വർക്ക്. പിന്നെ തൃശ്ശൂർ, കണ്ണൂർ, മാംഗ്ലൂർ, കൊച്ചി വിൽ ബി എ ഫ്യൂച്ചർ എക്സ്പാൻഷൻ ദാറ്റ് വിൽ കം. നമുക്കിപ്പോൾ പണിയാൻ പറ്റില്ലെങ്കിലും ശരി, ഒരു 10 കൊല്ലോ 15 കൊല്ലോ 20 കൊല്ലത്തിൻ്റെ ഇടയിൽ തീർച്ചയായിട്ടും ഹൈ സ്പീഡ് റെയിൽവേ ലൈൻ ആവശ്യമാണ് കേരളത്തിന്. അതിനുള്ള യാതൊരു സാധ്യതയില്ല ഇപ്പോൾ ഈ സെമി സ്പീഡ് വന്നാൽ. ഇത് ഞാൻ പോയിന്റ് ഔട്ട് ചെയ്തു ഗവൺമെൻറ്റിന്. ഇത് ക്ലാഷ് ചെയ്ത് നമ്മുടെ ഹൈ സ്പീഡ് റെയിൽവേ നെറ്റ്വർക്കിൻ്റെ സ്കീമാണ്. അത് കേരള ഗവൺമെൻറ് ഞങ്ങൾ വി ആർ നോട്ട് കൺസേൺ വിത്ത് ദാറ്റ് എന്നാണ് നാളേക്കാണ് അവരെ ആറ്റിറ്റ്യൂഡ്. വി വിൽ ഗോ ഹെഡ് വിത്ത് സെമി സ്പീഡ്. പിന്നെ നമ്മളിപ്പോൾ ഏതാണ്ടൊരു അരമണിക്കൂർ മാർക്കിലെത്തിയിട്ടുണ്ട് സാർ. നമുക്കൊരു കുറച്ചൊരു ചോദ്യങ്ങൾ ഓഡിയൻസിൽ നിന്ന് എടുക്കാം. ഞാൻ ഒന്ന് അനൗൺസ് ചെയ്ത് ഹാൻഡ് റൈസിങ് ഓപ്പൺ ചെയ്യാം. നമ്മൾ ഓഡിയൻസിൽ നിന്ന് ചോദ്യങ്ങൾ എടുക്കുകയാണ്. ചോദ്യങ്ങളുള്ളവർ ഹാൻഡ് റൈസ് ചെയ്യൂ. ഹാൻഡ് റൈസിങ് ശരത്ത് ഓപ്പൺ ചെയ്യാം. ചോദ്യം ചോദിക്കുന്നവർ ചോദ്യം വ്യക്തമായിട്ട് ചോദിക്കുക, ചുരുക്കി ചോദിക്കുക. ഒരു 30 സെക്കൻഡിൽ തന്നെ ചോദ്യം വളരെ കൃത്യമായിട്ട് ചോദിക്കുക. അതുപോലെ തന്നെ നിങ്ങൾ വിചാരിക്കുന്ന ഉത്തരം കിട്ടണം എന്ന് വാശി പിടിക്കാതിരിക്കുക. സാർ, നമുക്ക് ചോദ്യങ്ങൾ ചോദിക്കാം, സാറിൻ്റെ അഭിപ്രായങ്ങൾ കേൾക്കാം. അപ്പോൾ അതിൽ നമ്മൾ വിചാരിക്കുന്ന ഉത്തരം തന്നെ വേണമെന്ന് വാശി പിടിക്കാതിരിക്കുക. നിങ്ങളുടെ ചോദ്യങ്ങൾ വ്യക്തമായിട്ട് തന്നെ ചോദിക്കുക. അതിൽ നമ്മുടെ സത്യമേവ ജയതേ, അതേപോലെ ഡിബേറ്റിംഗ് കോർണർ എന്ന 2 ക്ലബ്ബുകൾ ഫോളോ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കൂ. അതുപോലെ മോഡറേറ്റേഴ്സിനെ ഒന്ന് ഫോളോ ചെയ്യൂ. ഞങ്ങളെല്ലാ പ്രോഗ്രാമിനും എല്ലാവരും പിങ് ചെയ്യാറുണ്ട്, നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻസ് കിട്ടും. അതുപോലെ മുകളിൽ ഞാൻ പിൻ ചെയ്തിട്ടുള്ള യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും പ്രത്യേകം ശ്രദ്ധിക്കുക. ഞാൻ ചോദ്യകർത്താക്കളിലേക്ക് വരാം. ഹാൻഡ് റൈസിങ് ഓപ്പൺ ആക്കി ആൾക്കാർ വരുന്നതേ ഉള്ളൂ. ആദ്യം ഒരു 5 പേരെ എടുക്കാമെന്നാണ് വിചാരിക്കുന്നത്. അതിനുശേഷം നമുക്ക് ബാക്കിയുള്ളവരിലേക്ക് നമുക്ക് സമയത്തിനനുസരിച്ച് മുമ്പോട്ട് പോകാം. നമുക്കിപ്പോൾ 4 പേരായിട്ടുണ്ട്. ഒരാളുകൂടി വന്നു കഴിഞ്ഞാൽ നമുക്ക് ആവാം. ഇപ്പോൾ 5 പേരായിട്ടുണ്ട്. നമുക്ക് ശരത്തെ ഹാൻഡ് റൈസിങ് ഓഫ് ചെയ്യാം.
ഇനി സമയത്തിനനുസരിച്ച് നമുക്ക് ഇനിയുള്ള ഒരു അരമണിക്കൂറിൽ സമയമുള്ളതിനനുസരിച്ച് വീണ്ടും ചോദ്യങ്ങളെടുക്കാം. നമുക്കിപ്പോൾ 5 പേര് സ്പീക്കർ പാനലുണ്ട്. അതിൽ ആദ്യം ചോദ്യം ചോദിക്കുന്നത് ഭരചന്ദ്രനാണ്. ചോദ്യം ചോദിക്കാം. ഭരചന്ദ്രൻ ചോദിച്ചോളൂ. സർ നമസ്കാരം. താങ്കളോട് സംസാരിക്കാൻ കഴിഞ്ഞത് തന്നെ ഒരു ഭാഗ്യം. നമസ്തേ. എൻ്റെ ചോദ്യം, താങ്കൾ ഇപ്പോൾ ഈ കേരളത്തിലെ ഈ കേരളിനെ പറ്റി, DPRനെ പറ്റി താങ്കൾ ഒരു എസ്റ്റിമേറ്റ്, താങ്കൾ ഇപ്പം വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് എസ്റ്റിമേറ്റഡ് കോസ്റ്റ് ദില്ലിയിലെ ഏതോ പ്രൊജക്ടിന്റെ വാല്യൂ വെച്ചിട്ട് കമ്പയർ ചെയ്തു എന്ന് പറഞ്ഞു. അതിൽ താങ്കൾ ഒരു വാചകം പറഞ്ഞായിട്ട് ഞാൻ ശ്രദ്ധയിൽപ്പെട്ടു. ക്വാണ്ടിറ്റി താങ്കൾ ചെക്ക് ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞാൽ ക്വാണ്ടിറ്റി സർവേ. അപ്പൊ അതിലും എന്തെങ്കിലും വേരിയേഷൻ വരുമ്പോൾ ഇതിന്റെ ഈ പ്രൊജക്ട് കോസ്റ്റ് പിന്നെയും കൂടില്ലേ? ഇതെല്ലാം ഒരു ക്രൂക്കപ്പ് ആണെങ്കിൽ ആ ക്വാണ്ടിറ്റിയിലും വ്യത്യാസങ്ങൾ വരാൻ സാധ്യതയില്ലേ സാർ? ഉണ്ടായിരിക്കും, തീർച്ചയായിട്ടും അതിലൊരു വ്യത്യാസമുണ്ടാവും. പക്ഷേ ഒരു ശരിക്കുള്ള പ്രോജക്റ്റ് ഉണ്ടാക്കുകയാണെങ്കിൽ പല സംഗതികളും ആവശ്യമില്ല. ഈ മതിലൊക്കെ കെട്ടിയിട്ട് 2 സൈഡിൽ ഇത്ര വലിയ മതിൽ, 300 കിലോമീറ്റർ മതിൽ, അതിൻ്റെ വില വരില്ലല്ലോ. അതിന് പ്രകാരം തന്നെ ഇപ്പോൾ ഫ്ലൈ ഓവേഴ്സും ഒരു ഒരു എത്രയാണ് 400 ഫ്ലൈ ഓവേഴ്സും അണ്ടർ സബ്വേസ് ഉണ്ടാക്കണം. അതിൻ്റെ കോസ്റ്റ് വരില്ലല്ലോ. ലാൻഡ്, ഇവരിപ്പോൾ ഈ ഹോൾ ലാൻഡിൽ ലെവലിൽ വെച്ചതുകൊണ്ട് ഒരുപാട് ലാൻഡ് എടുക്കണം. ഒരു ശരിക്കുള്ള സ്കീം, ടെക്നിക്കലി സൗണ്ട് സ്കീം ചെയ്യുകയാണെങ്കിൽ ഇതിൻ്റെ 1/4 ലാൻഡ് ആവശ്യമുള്ളൂ എൻ്റെ അഭിപ്രായത്തിൽ. ഈ കോസ്റ്റിലൊക്കെ സേവിങ് അവിടെ വരും. അതാണ് ഞങ്ങൾ ആദ്യം ഉണ്ടാക്കിയ ഹൈസ്പീഡ് റെയിൽവേൻ്റെ കോസ്റ്റ്. അന്ന് 85,000 കോസ്റ്റേ ഉള്ളൂ. ഭരചന്ദ്രന്റെ ചോദ്യത്തിന് ഉത്തരമായി എന്ന് പ്രതീക്ഷിക്കുന്നു. മതിയോ? ഓക്കെ ഓക്കെ. അടുത്തത് ചോദ്യം ചോദിക്കാനുള്ളത് സുജിത്താണ്. സുജിത്തിന് ചോദിക്കാം. സർ, ഗുഡ് ഈവനിങ്. ഗുഡ് ഈവനിങ് സുജിത്ത്. താങ്ക് യു വെരി മച്ച് ഫോർ ദ ടൈം. സർ, 2 ഇമ്പോർട്ടൻറ്റ് പോയിന്റാണ് ഐ വോണ്ട് ടു ബ്രിങ് ഇറ്റ് യുവർ അറ്റൻഷൻ. ഞാൻ ഇപ്പോൾ കേരളിൻ്റെ വെബ്സൈറ്റിൽ 2 ഹാഫ് DPR വാറിലെ ഒരു പ്രോജക്റ്റ് റിപ്പോർട്ട് ഇട്ടിട്ടുണ്ട്. ഒന്ന് എൻവയറമെൻ്റൽ റിലേറ്റഡും പിന്നെ ഒരു ട്രാഫിക് എസ്റ്റിമേഷനും. സർ, അതിൽ അവർ പറയണത് എൻ്റെ റീഡിംഗ് പ്രകാരം കേരളിന്, അതായത് 2006 പുതിയ എൻവയറമെൻ്റൽ ആക്ട് വന്ന ശേഷം അതിൽ അവർ പറയണത് കേരളിന് എൻവയറമെൻ്റൽ ക്ലിയറൻസ് പ്രൊവിഷൻ അല്ല, ആവശ്യമില്ല എന്ന് അതിൽ ക്ലെയിം ചെയ്തിട്ടുണ്ട്. അത് ശരിയാണോ സാർ? ബിക്കോസ് നമ്മൾക്ക് ഇത്രയും വലിയൊരു പ്രൊജക്റ്റ് വരുമ്പോൾ, പ്രത്യേകിച്ച് സാർ പറഞ്ഞ പോലെ ഇത്രയും ഈക്കോ സെൻസിറ്റീവ്, അതായത് ഈസ്റ്റ് വെസ്റ്റായിട്ട് ഫസ്റ്റ് സ്റ്റേറ്റിനെ ഡിവൈഡ് ചെയ്യും. അപ്പോൾ ഇത്രയും മൈനർ ബ്രിഡ്ജസ് വരും, ഇത്രയും വാട്ടർ ഫ്ലോ റെസ്ട്രിക്റ്റ് ആവും. അപ്പോൾ എൻവയറമെൻ്റൽ ക്ലിയറൻസ് ക്രിട്ടിക്കൽ അല്ല സാർ? അതൊന്ന്. രണ്ടാമത്തത്, ഈ ട്രാഫിക് എസ്റ്റിമേഷൻ ചെയ്തിരിക്കുന്ന ഒരു പ്രൈമറി 1000 പേരെ സർവേ ചെയ്തിട്ട് യൂസബിലിറ്റി അവർ ഒരു റിഗ്രഷൻ മോഡൽ യൂസ് ചെയ്തിട്ട് ഒരു പ്രൈസ് പോയിന്റിൽ എത്തിയിട്ട് അതിൻ്റെ പോസിറ്റീവ് എസ്റ്റിമേഷനാണ് ചെയ്തിരിക്കുന്നത്. അതാണോ സാർ അപ്രോപ്രിയേറ്റ് മെത്തേഡ്? ഇത് 2 ക്വസ്റ്റ്യൻ ആണ് ഞാൻ ഐ വോണ്ട് ടു, ബിക്കോസ് ഇത് റവന്യൂ ബേസ്ഡ് ആണ് ഈ ട്രാഫിക് എസ്റ്റിമേഷൻ. വളരെ നല്ല ക്വസ്റ്റ്യൻസ് ആണ്. ഈ ഒരു റെയിൽവേ പ്രോജക്റ്റിനോ അല്ലെങ്കിൽ ഒരു മെട്രോ പ്രോജക്റ്റിനോ ടെക്നിക്കലി എൻവിറോൺമെൻറ്റൽ മിനിസ്റ്ററുടെ ക്ലിയറൻസ് ആവശ്യമില്ല. നോട്ട് മൈ വേർഡ്, എൻവിറോൺമെൻറ്റൽ മിനിസ്റ്ററുടെ അപ്രൂവൽ ആവശ്യമില്ല. കാരണം ഇങ്ങനത്തെ പ്രോജക്റ്റ്സ് എല്ലാം എൻവിറോൺമെൻ്റലി ഇറ്റ് ഈസ് വെരി ഫ്രണ്ട്ലി, പൊല്യൂഷൻ ഇല്ല, ഒക്കെ ഇലക്ട്രിക് ഇതിലാണ്. ആ സ്ഥിതിക്കാണ് ക്ലിയറൻസ് വേണ്ടെന്ന് പറഞ്ഞിരിക്കുന്നത്. എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ഒരുപാട് റെയിൽവേ പ്രോജക്ട്സും ഒരുപാട് മെട്രോ പ്രോജക്ട്സും ചെയ്തിട്ടുണ്ട്. ഇൻ തിയറി എൻവിറോൺമെൻറ്റൽ ക്ലിയറൻസോ എൻവിറോൺമെൻറ്റൽ സ്റ്റഡി ആവശ്യമില്ലെങ്കിലും ശരി, ഓൺ മൈ ഓൺ, കാരണം ദേ ആർ ഗവൺമെൻറ് പ്രോജക്ട്സ്, വി ഹാവ് ടു എൻഷുർ ദി വെൽ-ബീയിങ് ഓഫ് ദി പീപ്പിൾ ഇൻ ദി കൺട്രി. എല്ലാത്തിനും ഞങ്ങൾ എൻവയറമെൻറ്റൽ സ്റ്റഡിയും ചെയ്തിട്ടുണ്ട്, ഇൻ അഡീഷൻ ഇൻക്ലൂഡിങ് കൊച്ചി മെട്രോ പ്രോജക്റ്റ്. അപ്പോൾ തിയററ്റിക്കലി എൻവിറോൺമെൻറ്റൽ മിനിസ്റ്ററുടെ ക്ലിയറൻസ് ആവശ്യമില്ലെങ്കിലും ശരി, ഇങ്ങനെയുള്ള പ്രോജക്റ്റിന് എൻവിറോൺമെൻറ്റിൻ്റെ ഇമ്പാക്ട് സ്റ്റഡി തീർച്ചയായിട്ടും വേണം, ജസ്റ്റ് ടു സാറ്റിസ്ഫൈ ദി പീപ്പിൾ. എന്ന് മാത്രമല്ല സോഷ്യൽ ഇമ്പാക്ട് സ്റ്റഡിയും വേണം. എൻവയോൺമെൻറ്റ് ഇമ്പാക്ട് സ്റ്റഡി പറഞ്ഞാൽ പലതും ചെയ്യേണ്ടതിനുള്ള, ഈ പ്രത്യേകിച്ച് കേരളത്തിൽ ഈ ഫ്ലഡ്സ് എപ്പോഴെപ്പോഴും ഫ്ലഡ്സ് വരുന്നതുകൊണ്ടും നദികളുടെ, പിന്നെ ട്രീസ്, ഹൗ മെനി ട്രീസ് ബി അഫക്റ്റഡ്, എത്ര സെറ്റിൽമെൻറ്റ്സ് ബി അഫക്റ്റഡ്, ഇങ്ങനെയുള്ള സ്റ്റഡീസ് തീർച്ചയായിട്ടും വേണം, അതിന് സംശയമില്ല. തിയറിറ്റിക്കലി ലീഗലി ഞാൻ പറയുന്നില്ല, ബൈ ഗവൺമെൻറ് ഓർഡർ ഇറ്റ് ഈസ് നോട്ട് നെസസറി, but invariably it has been done for all major projects, though it is not necessary. You can see all the metro projects that we have done,
there has been an environmental study also done as a part of the DPR. അതൊന്ന്. പിന്നെ ട്രാഫിക് സ്റ്റഡി, ഒരു ഡീറ്റെയിൽഡ് ട്രാഫിക് സ്റ്റഡി KRDSCL ചെയ്തിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. അവർ ആദ്യം പറഞ്ഞിരിക്കുന്ന DMRC ട്രാഫിക് സ്റ്റഡി ചെയ്തിട്ടുണ്ട് ഹൈ സ്പീഡ് റെയിൽവേ ലൈനിന് വേണ്ടിയിട്ട്. അത് ഞങ്ങൾ ഇൻ്റർപോളേറ്റ് ചെയ്തിട്ട് ആയിട്ടാണ് ഇതിലേക്ക് എടുത്തിരിക്കുന്നത്. ആ സ്റ്റഡി ആ പ്രകാരമാണ് നമ്പർ ഓഫ് പാസഞ്ചേഴ്സ് ഞങ്ങൾ കണക്കാക്കിയിരിക്കുന്നത്. അതായത് ശരിക്കുള്ള ഒരു സ്റ്റഡി ചെയ്തിട്ടില്ല. രണ്ടാമത്, ഈ കേരളയിൽ they also want to run goods trains, about 6 goods trains each way. ഗുഡ്സ് ട്രെയിൻസ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ പാസഞ്ചർ ട്രെയിനിൻ്റെ മുകളിൽ റോറോ സർവീസ്, ലോറികളും ഇത് മാത്രം കയറ്റിയിട്ട് അതിൻ്റെ മുകളിൽ അങ്ങനെ റോറോ എന്നാണ് അതിന് പറയുക, അങ്ങനെ ഓടിക്കാനാണ് അവർ തിരിച്ചിരിക്കുന്നത്. ഈ ട്രാഫിക് 6 trains each way every day they want to run. It is impossible. Nobody will come put their lorry on a railway wagon and carry it only for 500 kilometers, again bring it down to the ground and take the road route. അങ്ങനെ ഉണ്ടാവാൻ വഴിയില്ല, ആരും ഇതിന് വേണ്ടി വരില്ല. ഇപ്പം രാജ്യത്തിൽ ആകെ റോറോ സർവീസ് നടക്കുന്നത് കൊങ്കൺ റെയിലിൻ്റെ മുകളിലാണ്, ബോംബെ ടു മാംഗ്ലൂർ, ദാറ്റ് ഇസ് അബൌട്ട് 800 kilometers. അത് റോറോ സർവീസ് നടക്കുന്നുണ്ട്. അതും 2-3 ദിവസം, ഒരു ദിവസത്തിൽ മാക്സിമം, അത്രയ്ക്ക് അതിന് ഡിമാൻഡുള്ളൂ. അവിടെ അതിനുള്ള ഡിമാൻഡ് ത്രൂ വെരി ഡിഫിക്കൽട്ട് ടെറൈൻ, സ്റ്റീപ്പ് ഗ്രേഡിയൻസും ഷാർപ്പ് ക്ലാസ് ആയതുകൊണ്ട്, അതുകൊണ്ട് റെയിൽവേ കൂടെ വരികയാണെങ്കിൽ കുറച്ച് എളുപ്പമുണ്ട് ലോറീസിന്. അതുകൊണ്ട് അത് ഈ 1-2 ട്രെയിൻ പോണത്. ഇവിടെ കേരളത്തിൽ റോറോ സർവീസിന് ഒരു സ്കോപ്പും ഇല്ല, ആരും വരില്ല. അതുപോലെ തന്നെ അവർ ട്രാഫിക് സർവേയിൽ അവർ പറയുന്നുണ്ട് ടൂറിസ്റ്റ് ആൾക്കാർ ഇതിനു വേണ്ടി വരും, അതുകൊണ്ട് 2-3 ടൂറിസ്റ്റ് ട്രെയിൻസ് ഓടിക്കുന്ന ഈ റവന്യൂക്ക് അവർ അതിലേക്ക് ഏറ്റെടുത്തിട്ടുണ്ട്. ഹൂ വിൽ ട്രാവൽ ബൈ, അവർ സാധാരണ ട്രെയിൻസ് ഉള്ളപ്പോൾ ആരെങ്കിലും പിന്നെ ടൂറിസ്റ്റ് സ്പെഷ്യൽ ട്രെയിൻസ് ആയി ആരും അതിൽ കയറാൻ പോകുന്നില്ല. ആ ട്രാഫിക്കും തീരെയായിട്ട് വരില്ല. അതൊന്ന്. പിന്നെ അവർ ഈ ട്രാഫിക് സർവേയിൽ വലിയൊരു അബദ്ധം കാണിച്ചിരിക്കുക എന്താ വെച്ചാൽ, ഇതുപോലെ ഒരു പാരലൽ റെയിൽവേ ലൈൻ വരികയാണെങ്കിൽ ഒരുപാട് ആൾക്കാർ ട്രാവൽ ചെയ്യും. തീർച്ചയായിട്ടും അവർ 85,000 മറ്റേ ആൾക്കാർ ട്രാവൽ ചെയ്യുന്നതാണ് പറയുന്നത്. അതിൽ 25,000 പീപ്പിൾ ആർ ഓൾറെഡി ട്രാവലിംഗ് ദ എക്സിസ്റ്റിംഗ് റെയിൽവേ ലൈൻ. അവരിതിലേക്ക് ഷിഫ്റ്റ് ചെയ്യണം. അപ്പോൾ ഇത് കേരളയിൽ അത് ലാഭമായിട്ട് വരും, പക്ഷേ ഇന്ത്യൻ റെയിൽവേ വിൽ ലൂസ് ദ 25,000 പീപ്പിൾ. ആ ലോസ് ഓഫ് റവന്യൂ ടു ദ നേഷൻ അവരെടുത്തിട്ടില്ല അവർ കണക്കിൽ, വിച്ച് ഇസ് എ സീരിയസ് മിസ്റ്റേക്ക്. നമുക്ക് എനി പ്രോജക്റ്റ് ഹാസ് ഗോട്ട് ടു ബി അസസ്ഡ് ബേസ്ഡ് ഓൺ വാട്ട് ബെനിഫിറ്റ്, economic benefit, financial benefit it brings to the country, not to the project owner. ഇവർ 25,000 ട്രാവലേഴ്സിനെ ഇന്ത്യൻ റെയിൽവേ എടുത്ത് അവർക്ക് കൂട്ടിയിട്ട് അത് കണക്കാക്കിയിട്ട് വലിയൊരു വരവായിട്ട് കാണിക്കാൻ പാടില്ല എൻ്റെ കണക്കിൽ. അത് ഇന്ത്യൻ റെയിൽവേ ലൂസസ് ദാറ്റ് മച്ച് ഓഫ് റവന്യൂ. ഇങ്ങനെ 2 സീരിയസ് മിസ്റ്റേക്സ് അവർ ഉണ്ടാക്കിയിട്ടുണ്ട്. ഇതാണ് ഇതിൻ്റെ ശരിക്കുള്ള ഒരു വസ്തുത. താങ്ക് യു സർ. താങ്ക് യു. നന്ദി സാർ. നന്ദി സുജിത്ത്. അടുത്തത് ലൈനിലുള്ളത് മധു ആണ്. മധു ചോദിക്കാം. താങ്ക് യു വെരി മച്ച് സർ. സർ, താങ്കളെ കണ്ടതിൽ വളരെയധികം സന്തോഷമുണ്ട്. അപ്പം ഞാനൊക്കെ നേരത്തെ പറഞ്ഞുകൊണ്ടിരുന്നതാണ് ഹൈവേ, ഞാൻ താങ്കൾ പറഞ്ഞതൊന്നും നേരത്തെ കേട്ടിട്ടില്ലായിരുന്നു. ഹൈസ്പീഡ് റെയിൽവേ ആണ് നമുക്ക് വേണ്ടതെന്നും ഇനി നമുക്കത് ഉപകാരപ്പെടണമെങ്കിൽ അന്യ സംസ്ഥാനമായിട്ട് നമുക്ക് കണക്ടിവിറ്റി വേണമെന്നുമാണ് എൻ്റെ ഒരു സങ്കല്പമായിരുന്നത്. ഇപ്പോൾ താങ്കൾ പറഞ്ഞപ്പോൾ എനിക്കിപ്പോൾ ഭയപ്പെടുത്തുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, നമ്മുടെ കേരളയിലുമായിട്ട് ഈ കേരളം പോവുകയാണെങ്കിൽ നമുക്ക് ഇൻ്റർസ്റ്റേറ്റുമായിട്ട് അല്ലെങ്കിൽ മറ്റ് സംസ്ഥാനത്തിലെ ഇപ്പോൾ ബാംഗ്ലൂർ ആയാലും ചെന്നൈ ആയാലും ഇവരുടെ ഒന്നും ഹൈസ്പീഡ് റെയിൽവേ നെറ്റ്വർക്കിൽ നമുക്ക് കണക്ടിവിറ്റി കിട്ടൂലെന്ന് പറഞ്ഞാൽ അതൊരു ഭീകര ലോസ് അല്ലേ സാർ? അങ്ങനെയാണെങ്കിൽ ഈ സംസ്ഥാനം ഇപ്പം ചെയ്യുന്നത് ഒരു വലിയൊരു കുഴപ്പം. തീർച്ചയായിട്ടും ഈ ഇങ്ങനെയുള്ള ഒരു റെയിൽവേ ലൈൻ കൊണ്ടുവന്നിട്ട് ഒരു ഐസൊലേറ്റഡ് റെയിൽവേ ലൈൻ, ഹൈ സ്പീഡ് സെമി സ്പീഡ് റെയിൽവേ ലൈനിൽ, അതുകൊണ്ട് കേരളക്കാർക്ക് പുറത്തെ ഈ റെയിൽവേ ലൈൻ ഉപയോഗിക്കാൻ സാധിക്കില്ല എന്നും. ഇറ്റ്സ് എ സീരിയസ് മിസ്റ്റേക്ക്. അല്ല സാർ, വാട്ട് ദേ ഷുഡ്
പറയൂ. സാർ അതുപോലെ നമുക്ക് ടൂറിസ്റ്റുകളെ ഇവിടെ ഈ സംസ്ഥാന സർക്കാർ ടൂറിസ്റ്റുകൾക്ക് വേണ്ടിയാണ് ട്രെയിൻ വിടുന്നത്. തമിഴ്നാട്ടിലാണ് ഏറ്റവും കൂടുതൽ ടൂറിസ്റ്റ് വരുന്നത്. അപ്പൊ തമിഴ്നാടുമായിട്ട് ഒരു കണക്ടിവിറ്റി ഉണ്ടെങ്കിലല്ലേ നമുക്ക് ടൂറിസ്റ്റിനെ കൂടുതൽ കിട്ടുകയുള്ളൂ സാർ. ഞാൻ ഒരു ചെറിയ ബിസിനസ്സുകാരനാണ്, ഞാൻ അങ്ങനെ തിങ്ക് ചെയ്ത് പോയാൽ തെറ്റുണ്ട്? തീർച്ചയായിട്ടും ഇല്ല, വളരെ കറക്റ്റ് തിങ്കിങ്. താങ്ക് യു സാർ, താങ്ക് യു വെരി മച്ച്. താങ്ക് യു. നന്ദി മധു. അടുത്തത് ചോദ്യം ചോദിക്കാനുള്ളത് ഉപഗുപ്തനാണ്. ഉപഗുപ്തൻ ചോദിക്കാം. എവിടെയാണ് ചോദിക്കുന്നതെന്ന് അറിഞ്ഞാൽ എനിക്ക് കൊള്ളാം. കേരളത്തിൽ നിന്ന് തന്നെയാണോ അതോ ഇന്ത്യയിൽ നിന്നോ പുറത്തുനിന്നോ അറിഞ്ഞാൽ നന്നായിരിക്കുന്നു. ഇതുവരെ ചോദിച്ചവരെല്ലാവരും തന്നെ കേരളത്തിൽ നിന്നാണ്. അതെ, ഇനി വരുന്നവര് സ്ഥലം കൂടി ഒന്ന് പറഞ്ഞോളൂ. ഉപഗുപ്തൻ ചോദിക്കാം. സാർ നമസ്തേ, ഞാൻ എറണാകുളത്തു നിന്നാണ് സംസാരിക്കണേ. അപ്പൊ എന്റെ ചോദ്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാല്, ഇപ്പൊ ഈ കേരളയിൽ വന്നത് സ്റ്റാൻഡേർഡ് ഗേജിലാണ് വന്നതെന്ന് പറയുന്നു. അപ്പൊ അത് എന്തുകൊണ്ടാണ് സ്റ്റാൻഡേർഡ് ഗേജിൽ എടുക്കാനുള്ള കാരണം? കേരളയിൽ KRDCന്റെ ആർഗ്യുമെന്റ് എല്ലാ ഹൈ സ്പീഡും മോർ ദാൻ 160 കിലോമീറ്റർ എല്ലാ ട്രെയിൻസും സ്റ്റാൻഡേർഡ് ഗേജിലാണ്. ഇതിപ്പോൾ 200 കിലോമീറ്റർ സ്പീഡിലാണ്. അതുകൊണ്ടാണ് ഞങ്ങൾ സ്റ്റാൻഡേർഡ് ഗേജ് സെലക്ട് ചെയ്തിരിക്കുന്നതാണ് അവരുടെ ഡീറ്റെയിൽ പ്രോജക്റ്റ് റിപ്പോർട്ടിൽ വിവരിച്ചിരിക്കുന്നത്. ഇറ്റ് ഈസ് ടോട്ടലി റോങ്. നമുക്ക് സെയിം 200 കിലോമീറ്റർ സ്പീഡോ അല്ലെങ്കിൽ 350 കിലോമീറ്റർ സ്പീഡോ ബ്രോഡ് ഗേജിൽ തീർച്ചയായിട്ടും ചെയ്യാൻ സാധിക്കും. അപ്പോൾ ആർഗ്യുമെൻറ്റ് തെറ്റാണ്. പിന്നെ അവർ ഈ ഹൈ സ്പീഡ് റെയിൽവേ ലൈൻ വേണ്ടെന്ന് പറയാനുള്ള ഒരു കാരണം കൂടി എന്താണെന്ന് വെച്ചാൽ കേരളത്തിലെ ഹൈ സ്പീഡ് റെയിൽവേ ലൈൻ പ്രാക്ടിക്കൽ അല്ല എന്ന്. എന്തുകൊണ്ട് പ്രാക്ടിക്കലാണെന്ന് പറഞ്ഞിട്ടില്ല. എന്തുകൊണ്ട് പ്രാക്ടിക്കലാവില്ല? ഗുജറാത്തിൽ പ്രാക്ടിക്കലാണെങ്കിൽ കേരളത്തിലും പ്രാക്ടിക്കലാവണ്ടേ? ഇത് വളരെ ക്രൗഡഡ് കൺട്രി ലൈക്ക് ജപ്പാനിൽ പ്രാക്ടിക്കലാണെങ്കിൽ ഇവിടെയും പ്രാക്ടിക്കലാവണ്ടേ? അതിനെപ്പറ്റിയൊന്നും പറഞ്ഞിട്ടില്ല. അത് പ്രാക്ടിക്കലാണെന്ന് ചീഫ് മിനിസ്റ്റർ സ്റ്റേറ്റ്മെൻറ്റും കൂടി കൊടുത്തു അസംബ്ലിയിൽ. ഹൈ സ്പീഡ് റെയിൽവേ ലൈൻ ഈസ് നോട്ട് പ്രാക്ടിക്കൽ ഇൻ കേരള. അതിനെ ഞാൻ പ്രൊട്ടസ്റ്റ് ചെയ്ത് ചീഫ് മിനിസ്റ്റർക്ക് ഒരു ലെറ്റർ എഴുതി. ഈസ് ടോട്ടലി റോങ്, യു ആർ മിസ്ഗൈഡിങ് പബ്ലിക് എന്ന് പറഞ്ഞിട്ട്. ലെജിസ്ലേച്ചേഴ്സ് ഓണറബിൾ യു ആർ മിസ്ഗൈഡിങ്. അതിന് മറുപടിയും തന്നില്ല അദ്ദേഹം. അപ്പോൾ തീർച്ചയായിട്ടും സ്റ്റാൻഡേർഡ് ബ്രോഡ് ഗേജ് എടുക്കുകയാണെങ്കിൽ ഇപ്പം ഇത് ഈ ഒരു ക്യാപ്റ്റീവ് റെയിൽവേ ലൈൻ ഫ്രം ട്രിവാൻഡ്രം ടു കാസർഗോഡ് മാത്രമാണെങ്കിൽ തീർച്ചയായിട്ടും അത് ബ്രോഡ് ഗേജിലാണ് വേണ്ടത്. അങ്ങനെയാണെങ്കിൽ ഇന്ത്യൻ റെയിൽവേസിലെ ട്രെയിൻസും ഇതിൽ ഓടിക്കാം. നമുക്ക് ബോംബെക്കോ അല്ലെങ്കിൽ ബാംഗ്ലൂർക്കുള്ള ട്രെയിൻസും വേണമെങ്കിൽ ഇതിൽ ഓടിക്കാം. അതിനുള്ള സൗകര്യം കിട്ടും. ഇപ്പോൾ ആ സൗകര്യം കിട്ടില്ല. അതുകൊണ്ട് ഇത് ഒരു ക്യാപ്റ്റീവ് ഐസൊലേറ്റഡ് ലൈനാണെങ്കിൽ ഇറ്റ് ഹാസ് ടു ബി ഓൺ ബ്രോഡ് ഗേജ്. ഇഫ് ഇറ്റ് ഈസ് ഗോയിങ് ടു ബി എ പാർട്ട് ഓഫ് ദി നെറ്റ്വർക്ക്, ഹൈ സ്പീഡ് നെറ്റ്വർക്ക്, ഇറ്റ് ഹാസ് ടു ബി ഓൺ സ്റ്റാൻഡേർഡ് ഗേജ്. ഇതാണ് അതിൻ്റെ കൺസിഡറേഷൻ. നന്ദി സാർ. നന്ദി ഉപഗുപ്തൻ. നന്ദി, നമസ്തേ സാർ. എസ് വി ആണ് അടുത്തത് ചോദ്യം ചോദിക്കാനുള്ളത്. എസ് വി ചോദിക്കാം. ഹലോ സാർ, ഗുഡ് ഈവനിങ്. ഗുഡ് ഈവനിങ്. ഞാൻ ട്രിവാൻഡ്രത്തിൽ നിന്നാണ്. ഞാനൊരു റിട്ടയർഡ് ചീഫ് എഞ്ചിനീയറാണ് കേരള PWD. എനിക്കുണ്ടായിരുന്ന ഒരു സംശയം ഇവിടെ ആൾറെഡി പറഞ്ഞു കഴിഞ്ഞു. അതായത് ഇന്റർ കണക്ടിവിറ്റിയുടെ സാറ് ആൻസർ പറഞ്ഞു കഴിഞ്ഞു. പിന്നെ അടുത്ത എൻ്റെ ഒരു ആകാംക്ഷ എന്ന് പറയുന്നത് ഈ ട്രാഫിക് എസ്റ്റിമേഷൻ. അതായത് ഇപ്പൊ ആദ്യമേ തന്നെ പറയുന്നു ഇവരുടെ എസ്റ്റിമേറ്റ് ടോട്ടൽ കോസ്റ്റ് എസ്റ്റിമേറ്റ് ഈസ് ഓൾമോസ്റ്റ് ഹാഫ് ഓഫ് ദി റിയൽ കോസ്റ്റ്. അപ്പൊ അത് ആ ഹാഫ് കോസ്റ്റ് വെച്ചാണ് അവർ ഇപ്പോൾ ഒരു ഫെയർ ഒക്കെ കാൽക്കുലേറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പൊ റിയൽ എസ്റ്റിമേറ്റ് ഡബിൾ ആവുമ്പോൾ ഫെയർ ഓൾസോ മേ ഡബിൾ, അത് വേറെ കാര്യം. പക്ഷെ അത്രയും കോസ്റ്റ് വെച്ച് ഇവർ പറയുന്ന 60,000-70,000 പാസഞ്ചേഴ്സ് ഡെയിലി ഈ ട്രെയിൻ യാത്ര ചെയ്യുമെന്നൊക്കെയാണ് ഞാൻ മനസ്സിലാക്കിയത്. ഇത് എന്തെങ്കിലും സാധ്യതയുണ്ടോ? കാരണം പ്രധാനമായിട്ട് 40-45 കിലോമീറ്റർ ദൂരത്തിലാണ് ഓരോ സ്റ്റേഷൻസ്. ഈ 45 കിലോമീറ്ററുള്ള സ്റ്റേഷനിൽ അത് തൊട്ടടുത്തവരല്ലല്ലോ ഈ ട്രെയിൻ യാത്ര ചെയ്യാൻ പോകുന്നത്. എത്രയോ ദൂരെ നിന്നും 30-40 കിലോമീറ്റർ ദൂരെ നിന്നുള്ളവർ വേണം ഇവിടെ ഇതിൽ വന്ന് കയറി പോവാൻ. അവിടെ വരാനുള്ള റോഡ് അപ്രോച്ച്, ആ ടൈം, ഇതെല്ലാം വെച്ച് നോക്കുമ്പം ഈ പറയുന്നത് പോലുള്ള ടൈം സേവിങ് ഉണ്ടാവും. ടൈം സേവിങ് ഉണ്ടായാൽ തന്നെ അത്രയും കോസ്റ്റ് അഫോർഡ് ചെയ്യാൻ ജനങ്ങൾക്ക് സാധിക്കുമോ? ഇങ്ങനെ പല ആകാംക്ഷകളാണ്. സാറിന്റെ അഭിപ്രായം എന്താണെന്ന് അറിയാം. ഇതെല്ലാം റിയലി ജസ്റ്റിഫൈഡ് അപ്രിഹെൻഷൻസ്, ദർ ഇസ് നോ ഡൗട്ട് അബൌട്ട് ഇറ്റ്. പക്ഷേ ഇവിടെ വലിയൊരു അബദ്ധപ്പറ്റി കാണിച്ചിരിക്കുന്നത്
തിരൂരിന് കാസർഗോഡ് വരെ എക്സിസ്റ്റിംഗ് റെയിൽവേ ലൈനിൻ്റെ പാരലായിട്ടാണ് കൊണ്ടുപോകുന്നത്. ദാറ്റ് മീൻസ് അതിൻ്റെ കാച്ച്മെൻറ്റ് ഏരിയ സെയിം ഫോർ ബോത്ത്. ഈ റെയിൽവേ ലൈൻ ഒരു 10 കിലോമീറ്ററോ 15 കിലോമീറ്റർ കിഴക്കോട്ട് എടുക്കുകയാണെങ്കിൽ അതിൻ്റെ കാച്ച്മെൻറ്റ് വിൽ ബി ഡിഫറെൻറ്റ്. മോർ പീപ്പിൾ വിൽ ട്രാവൽ ഇൻ ദാറ്റ്. ഞങ്ങളുടെ ഹൈസ്പീഡ് റെയിൽവേ ലൈൻ ഈസ് ഓൾവേസ് അവേ ബൈ അബൌട്ട് 15-20 കിലോമീറ്റേഴ്സ് ഫ്രം ദ എക്സിസ്റ്റിംഗ് റെയിൽവേ ലൈൻ. അങ്ങനെ എടുത്തിരിക്കുന്നത്. അതുകൊണ്ട് ഈ ട്രാഫിക് സ്റ്റഡി അവർ ഹൈസ്പീഡിൻ്റെ എടുത്തിട്ട് അതിലേക്ക് ഒപ്പിച്ചെടുത്താൽ ശരിയല്ല. കറക്റ്റായിട്ടുള്ള സ്റ്റഡി ചെയ്യുക വേണം. സ്റ്റഡി ചെയ്തില്ലെങ്കിൽ എത്ര ആൾ വരും നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അവർ വിചാരിച്ചുള്ള ആൾക്കാർ തീർച്ചയായിട്ടും വരാൻ പോകുന്നില്ല എന്നാണ് എൻ്റെ അഭിപ്രായം. താങ്ക് യു സർ. താങ്ക് യു. നന്ദി എസ് വി. AVS ആണ് അടുത്തത് ചോദിക്കാനുള്ളത്. AVS. താങ്ക് യു സർ. എനിക്ക് ചോദിക്കാനുള്ളത് സാർ, നമ്മുടെ ഹൈസ്പീഡിൻ്റെ കാര്യം സാർ പറഞ്ഞ പോലെ എംബാങ്ക്മെൻറ്റ് ഏതാണ്ട് ഒരു 130 കിലോമീറ്റർ ഉണ്ടെന്നല്ലേ അതിൻ്റെ അകത്തുള്ളത്. അപ്പോൾ ഈ സിൽവർ ലൈനിൽ മൊത്തം 530-ൽ 290 കിലോമീറ്ററോളമാണ് എംബാങ്ക്മെൻ്റ് ഉള്ളത്. മറ്റേതിൽ 430-ൽ 130. അപ്പോൾ ഇത് എങ്ങനെയാണ് സാർ ഇത് അങ്ങനെ ഒരു പ്രശ്നം വരുന്നത്? എംബാങ്ക്മെൻറ്റ് രണ്ടിലുണ്ടല്ലോ. ഈ അതും ഹൈസ്പീഡിൽ എംബാങ്ക്മെന്റ് ഇല്ല. ഹൈസ്പീഡിൽ ഒന്നുകിൽ എലിവേറ്റഡ് അല്ലെങ്കിൽ അണ്ടർഗ്രൗണ്ട്. എലിവേഷൻ അണ്ടർഗ്രൗണ്ടിൽ പോണ ഹൈസ്പീഡിൽ എംബാങ്ക്മെന്റ് ഇല്ല. എംബാങ്ക്മെന്റ് ഇല്ല. ഓക്കെ. അപ്പൊ സാർ ഒരു ചോദ്യം കൂടിയും, ഈ സിൽവർ ലൈനിൽ നമ്മൾ ഫുള്ളി എലിവേറ്റഡ് ആക്കി നടത്തി കഴിഞ്ഞാൽ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ? ഫിനാൻഷ്യലി വയബിൾ അല്ല എന്നുള്ള ഒരു ഇഷ്യൂ അല്ലാതെ വേറെ എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടോ? അത് എലിവേറ്റഡ് ആയി കൊണ്ടുപോവുകയാണെങ്കിൽ തീർച്ചയായിട്ടും നാട്ടുകാർക്കുള്ള ഉപദ്രവം കുറയും, എൻവിറോൺമെൻറ്റിലുള്ള പ്രശ്നങ്ങളും പലതും തീരും തീർച്ചയായിട്ടും. അതിന് സംശയമില്ല. പക്ഷേ അതിൻ്റെ റൂട്ട് കറക്റ്റായിട്ട് എടുക്കണം. നാട്ടുകാർക്ക് ആവശ്യമായ റൂട്ട് കൂടെ കൊണ്ടുപോകണേ. അവരിപ്പോൾ ചൂസ് ചെയ്ത റൂട്ട് ഈസ് നോട്ട് അറ്റ് ഓൾ ഗുഡ് അക്കോർഡിംഗ് ടു മീ. അതിൻ്റെ അലൈൻമെൻറ്റ് കറക്റ്റായി എടുക്കണം. അത് ഫുള്ളി എലിവേറ്റഡ് പോകണമെങ്കിൽ ഒരു പ്രശ്നമില്ല. എൻ്റെ അഭിപ്രായത്തിൽ ഫുള്ളി എലിവേറ്റഡ് സെമി സ്പീഡും ഗ്രൗണ്ടിൽ വെച്ച സെമി സ്പീഡും അതിൻ്റെ സിവിലിജിങ് കോസ്റ്റ് ബി എക്സാക്ട്ലി സെയിം. വലിയ വ്യത്യാസം ഉണ്ടാകാൻ പോകുന്നില്ല. കാരണം ഈ എലിവേറ്റഡ് ആണെങ്കിൽ ലാൻഡിന് വലിയ വിഷമം ഉണ്ടാവില്ല. കാരണം ലാൻഡ് എടുത്തൊക്കെ പണിയെടുക്കുന്ന സമയത്ത് മാത്രമേ നമുക്ക് ലാൻഡിൻ്റെ ആവശ്യമുള്ളൂ. പണി കഴിഞ്ഞാൽ ലാൻഡ് പഴയ ആൾക്കാർക്ക് വിട്ടുകൊടുക്കാം. അവർക്ക് അവിടെ കൃഷി ചെയ്യാം. അവിടെ വീട് വയ്ക്കാൻ പറ്റില്ല എന്ന് മാത്രം. അതിന് വളരെ കുറച്ചുമായ ലാൻഡ് വിട്ടേ വേണ്ടൂ. ഒരു മാക്സിമം 20 മീറ്റർ വിട്ടേ വേണ്ടൂ പണിയെടുക്കാൻ തന്നെ. അത് കഴിഞ്ഞാൽ ബാക്കി എല്ലാവരും അവരെ തന്നെ വിട്ടുകൊടുക്കുക. അങ്ങനെയാകുമ്പോൾ ആൾക്കാർ മുന്നോട്ട് തയ്യാറായിട്ട് വരും ഇതിന് വേണ്ടിയിട്ട്. അങ്ങനെ എന്ന് മാത്രമല്ല, അത് ഒരു സെമി സ്പീഡ് ആയിട്ട് ചെയ്യുകയാണെങ്കിൽ ഈ നമ്പർ ഓഫ് സ്റ്റേഷൻസ് ഇത്ര പോരാ. ജാസ്തി സ്റ്റേഷൻസ്, ഇതിൻ്റെ ഇരട്ടി സ്റ്റേഷൻസ് എങ്കിലും വേണം. എവറി 20-25 കിലോമീറ്റർ സ്റ്റേഷൻസ് വേണം. എന്നാലേ നാട്ടുകാർ പോരായിട്ടുള്ളൂ. ഇതുപോലെ പല മാറ്റങ്ങളും കൊണ്ടുവരികയാണെങ്കിൽ, and particularly if it is going to be elevated and they are taking the right route, certainly it is acceptable. Even though it will be again an isolated section of the railway line, it will not be useful for going out of Kerala unless you make it on broad gauge again. ഓക്കെ സാർ. പക്ഷെ ഞാൻ ആ DMRCയുടെ റിപ്പോർട്ടിൽ വയഡക്റ്റ് ആകെ കണ്ടേക്കുന്ന 180 കിലോമീറ്റർ ആണ്. അപ്പൊ അതുകൊണ്ടാണ് സാറിനോട് ഡൗട്ട് ആയിട്ട് ചോദിച്ചത്. വയഡക്റ്റ് ഞാൻ കണ്ടത് ആ റിപ്പോർട്ടില് വയഡക്റ്റ് എഴുതിയേക്കുന്നത് 180 കിലോമീറ്റർ ആണ്. ബാക്കി ടണലാണ്. ബാക്കി വരുന്നത് കട്ടിങ്ങും ബാങ്കും ഒക്കെയാണ്. ഇല്ല, ബാങ്ക് കട്ടിങ് ഇല്ല ഇതിൽ. അത് പിന്നെ സ്ലോപ്പ് ഉണ്ടാവുക ഫ്രം എലിവേറ്റഡ് ഗോയിങ് ടു ദ ടണൽ. ഞങ്ങൾ എംബാങ്ക്മെന്റ് ഓൺ ദി സർഫസ് വെച്ചിട്ടേ ഇല്ല. ഓൺ ദി സർഫസ് വെച്ചാൽ പല പ്രശ്നങ്ങളുണ്ട്. ഉടനെ അതിനെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടി വാൾ കെട്ടണം 2 സൈഡിലും. ആരും സമ്മതിക്കില്ല. അത് ക്ലിയർ ആണ് സർ. നിങ്ങൾക്ക് എവിടുന്ന് ഈ ഫിഗർ കിട്ടിയെന്ന് എനിക്കറിയില്ല. ഓക്കെ സാർ, ക്ലിയർ ആണ്. നമുക്ക് അടുത്ത ചോദ്യകർത്താവിലേക്ക് പോവാം. ശ്രീജിത്താണ് അടുത്ത ചോദ്യം ചോദിക്കാനുള്ളത്. ചോദിക്കാം. സാർ, എൻ്റെ പേര് ശ്രീജിത്ത്. ഞാൻ എൻ്റെ സ്ഥലം ചെങ്ങന്നൂർ. എൻ്റെ നാട്ടിലൊരു സ്റ്റോപ്പ് ഉണ്ടെന്നൊക്കെ അറിഞ്ഞു. അങ്ങനെ എനിക്കൊരു സന്തോഷമായിരുന്നു അത് കേട്ടപ്പോൾ ആദ്യം. പിന്നീടാണ് ഈ മറ്റു പല കാര്യങ്ങളും കേട്ടത്. ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ഈ സാറിനെ പോലുള്ള ആൾക്കാരൊക്കെ പറയുന്ന കാര്യങ്ങൾ കേട്ടപ്പോഴാണ് മനസ്സിലായത്. അപ്പോൾ ഇതിപ്പോൾ എന്തായാലും ഇപ്പോൾ കേരളത്തിലിപ്പോൾ എന്താ പറയുന്നത്, ഇപ്പം എൻ്റെ നാട്ടിൽ നിന്ന് തന്നെ അല്ലെ എറണാകുളത്ത് നിന്ന് തിരുവനന്തപുരം പോവുക എന്ന് പറഞ്ഞാൽ തന്നെ ഇപ്പം തന്നെ ഒരു 5-6 മണിക്കൂർ എടുക്കുന്ന ഒരു കാര്യമാണ് റോഡിൽ കൂടെ. അല്ലെ റെയിലായാലും ഏതാണ്ടതേ അവസ്ഥ. അപ്പോൾ ഇതിനൊരു സൊല്യൂഷൻ
ആരും പറയുന്നില്ല. ഇത് എപ്രകാരം ഇങ്ങനെ മുമ്പോട്ട് ഈ രീതിയിൽ പോകും എന്നുള്ളത് ഇതാ എൻ്റെ ഒരു സംശയം. അത് നല്ലൊരു സംശയം തന്നെയാണ്. ഇതോടുകൂടി ഞാൻ വേറെ ഒന്ന് രണ്ട് കാര്യങ്ങൾ പറയാൻ ആഗ്രഹിക്കേണ്ട ഈ സമയത്ത്. ഞാൻ റെയിൽവേ ചേർന്ന സമയത്ത്, ദാറ്റ് വാസ് 1954 റെയിൽവേ ചേർന്ന സമയത്ത് അന്നത്തെ എറണാകുളം കൊയിലോൺ മീറ്റർ ഗേജ് റെയിൽവേ കൺസ്ട്രക്ഷൻ നടക്കുന്ന സമയമാണ്. അവിടെ ഞാൻ അസിസ്റ്റൻ്റായിരുന്നു. ആ കൺസ്ട്രക്ഷനിൽ കോട്ടയം അസിസ്റ്റൻ്റായിരുന്നു. എൻ്റെ അനുഭവത്തിൽ ഞങ്ങൾ കണ്ടത് അന്നത്തെ റെയിൽവേ ലൈനൊക്കെ എംബാങ്ക്മെൻറ്റും കട്ടിങ്ങാണല്ലോ. എല്ലാ എംബാങ്ക്മെൻറ്റും എപ്പോൾ നോക്കിയാൽ സിങ്ക് ചെയ്തുകൊണ്ടിരിക്കുക പല ദിക്കിലും. അങ്ങനെയുള്ള നമ്മുടെ കേരളത്തിലെ മണ്ണ് ഇങ്ങനത്തെ വലിയ എംബാങ്ക്മെൻറ്റ് ലോഡ് എടുക്കാൻ സാധിക്കില്ല. അത് വേണമെങ്കിൽ വലിയൊരു വെരി എക്സ്പെൻസീവ് സോയിൽ ട്രീറ്റ്മെൻറ്റ് കൊണ്ടു നടക്കണം. അങ്ങനെയാണെങ്കിൽ അതിൻ്റെ കോസ്റ്റ് ബി അറ്റ്ലീസ്റ്റ് 3 times ദ കോസ്റ്റ് ഓഫ് ദി എംബാങ്ക്മെൻറ്റ്. അതുകൊണ്ട് എൻ്റെ അനുഭവത്തിൽ ഈ എംബാങ്ക്മെൻറ്റ് ത്രൂ ദാറ്റ് ബെൽറ്റ് ഒരു ചൂസ് ദ ബെൽറ്റ് ഈസ് ഇംപോസിബിൾ, ഇംപ്രാക്ടിക്കൽ. അത് സിങ്ക് ചെയ്തുകൊണ്ടേയിരിക്കും. ഈ എറണാകുളം കൊയിലോൺ പിന്നെ അത് ബ്രോഡ്ഗേജ് ആക്കി. ബ്രോഡ്ഗേജ് ആക്കിയിട്ടും അത് സിങ്ക് ചെയ്തുകൊണ്ടേയിരിക്കും. പല ബ്രിഡ്ജ് അപ്രോച്ചസും സിങ്ക് ചെയ്തിട്ട് എല്ലാം സ്പീഡ് റെസ്ട്രിക്ഷൻ ഒരു 30-40 സ്പീഡ് റെസ്ട്രിക്ഷൻ ഉണ്ടായിട്ടുണ്ട്. ആ ഇത് നമുക്ക് ഒരു ഹൈ സ്പീഡ് പറഞ്ഞിട്ട് പിന്നെ സ്പീഡ് റെസ്ട്രിക്ഷൻ വെക്കാൻ സാധിക്കുമോ? അതുകൊണ്ട് എംബാങ്ക്മെന്റ് എന്നുള്ള ആ കോൺസെപ്റ്റ് തന്നെ ടോട്ടലി റോങ് ഇൻ കേരള സോയിൽ കണ്ടീഷൻസ്. ഇറ്റ് ഈസ് ഓൾസോ എവിഡൻറ്റ്. അവർ സോയിൽ ബോറിങ്സ് ചില എടുത്തിട്ടുണ്ട്, 100 ബോറിങ്സ് പറ്റേ എടുത്തിട്ടുള്ളൂ. അതിൽ more than 90% the borings say that it cannot sustain an embankment. ആ കാര്യം നോക്കിയിട്ടേ ഇല്ല. അതൊന്ന്. രണ്ടാമത്, ഇത് ഇപ്പോൾ സെമി റെയിൽവേ ലൈനും വന്നിട്ടില്ല, ഹൈ സ്പീഡും വന്നിട്ടില്ല. വാട്ട് ഈസ് ദി ഓൾട്ടർനേറ്റീവ് ഫോർ ദി പബ്ലിക്? തീർച്ചയായിട്ടും ഒരു ഓൾട്ടർനേറ്റീവ് ഉണ്ട്. ഇതിപ്പോൾ ഹൈ സ്പീഡായാലും സെമി സ്പീഡായാലും കേരളത്തിലേക്ക് അത് കിട്ടാൻ വേണ്ടി അറ്റ്ലീസ്റ്റ് 10 to 12 years എടുക്കും. സംശയമില്ലാത്ത സംഗതിയാണ്. ലാൻഡ് അക്വിസിഷൻ ഇറ്റ്സെൽഫ് വിൽ ടേക്ക് 3 to 4 years. ആക്ച്വൽ കൺസ്ട്രക്ഷൻ വിൽ ടേക്ക് അബൌട്ട് 7 to 8 years. ഒരു 10-12 years എടുക്കും. നമുക്കിപ്പോൾ തന്നെ ഒരു റെയിൽവേ ലൈനുണ്ട്. അതിൻ്റെ ലിമിറ്റേഷൻ നമുക്ക് സ്പീഡ് ഇൻക്രീസ് ചെയ്യാൻ വയ്യ എന്ന് മാത്രമല്ല അതിന് കപ്പാസിറ്റി ഇല്ല, എഡീഷണൽ ട്രെയിൻസ് ഓടിക്കാൻ സാധിക്കുന്നില്ല. പക്ഷേ ഈ സിഗ്നലിംഗ് സിസ്റ്റം മാറ്റിയിട്ട് ഇഫ് യു ഗോ ഫോർ ഓട്ടോമാറ്റിക് സിഗ്നലിംഗ് വിത്ത് യൂറോപ്യൻ സ്റ്റാൻഡേർഡ് ഓഫ് സേഫ്റ്റി സിഗ്നലിംഗ് അങ്ങനെയാണെങ്കിൽ ഈ കപ്പാസിറ്റി ഓഫ് ദ ലൈൻ ക്യാൻ ബി ഇൻക്രീസ്ഡ് അറ്റ്ലീസ്റ്റ് ബൈ 40-50% can be increased. That means more than another 20-25 trains we can allow on each railway track. Fortunately, ഇപ്പോഴത്തെ എല്ലാം ഡബിൾ ലൈൻ കംപ്ലീറ്റ് ചെയ്യുന്നു. ഓൾമോസ്റ്റ് കുറച്ചൊക്കെ ഇനി ബാക്കിയുണ്ട്. എല്ലാം ഇലക്ട്രിഫിക്കേഷൻ കഴിഞ്ഞിരിക്കുന്നു. അങ്ങനെയാണെങ്കിൽ ഈ സിഗ്നലിംഗ് സിസ്റ്റം മോഡേണൈസ് ചെയ്തിട്ട് അപ്ഗ്രേഡ് ചെയ്യുകയാണെങ്കിൽ വി ക്യാൻ റൺ മെനി മോർ ട്രെയിൻസ്. അതിൻ്റെ സ്പീഡ് കൂട്ടാൻ പറ്റില്ല, പക്ഷേ ആവറേജ് സ്പീഡ് വേണമെങ്കിൽ ഇപ്പോഴുള്ള 30 kilometer 40 kilometer ആണെങ്കിൽ അത് 45-50 ആയിട്ട് ആവറേജ് സ്പീഡ് ഇൻക്രീസ് ചെയ്യാൻ സാധിക്കും. മാക്സിമം സ്പീഡ് ഇൻക്രീസ് ചെയ്യാൻ സാധിക്കില്ല ഓൺ ദി എക്സിസ്റ്റിംഗ് ട്രാക്ക്. പക്ഷേ ഇങ്ങനെ എഡീഷണൽ ട്രെയിൻസ് വയ്ക്കുകയാണെങ്കിൽ കേരളത്തിൽ എന്താ ചെയ്യണത്? ആ എഡീഷണൽ ട്രെയിൻസ് എല്ലാം സബർബൻ ട്രെയിൻസ് ആക്കണം. EMU സ്റ്റോക്കായിട്ട് 8 കോച്ചോ 10 കോച്ചുള്ള EMU സ്റ്റോക്കായിട്ട് വിച്ച് ക്യാൻ ആക്സിലറേറ്റ് വെരി ഫാസ്റ്റ്, ഡീസലറേറ്റ് വെരി ഫാസ്റ്റ്. അതുകൊണ്ട് ആവറേജ് സ്പീഡ് ഇൻക്രീസ് ചെയ്തുകൊണ്ട് വരാം. അങ്ങനെ പോവുകയാണെങ്കിൽ കേരളത്തിന് വലിയൊരു ഉപകാരമായിരിക്കും. ഈ പ്രോജക്റ്റ് ആണെങ്കിൽ അത് ഇറ്റ് ഡസൻറ്റ് കോസ്റ്റ് മച്ച്. എൻ്റെ എസ്റ്റിമേറ്റ് ദി ഹോൾ പ്രോജക്റ്റ് കോസ്റ്റ് ഹാർഡ്ലി 8,000 crores ഈ അപ്ഗ്രേഡ് സിഗ്നലിംഗ് അപ്ഗ്രേഡേഷൻ. പക്ഷേ എഡീഷണൽ ട്രെയിൻസ് വേണം, അതിൻ്റെ കോസ്റ്റ് വിൽ ബി മോർ. ഈ എഡീഷണൽ ട്രെയിൻ നമുക്ക് ആവശ്യമുള്ളത് വി ക്യാൻ ഗെറ്റ് ഇറ്റ് ത്രൂ പ്രൈവറ്റ് ഇൻവെസ്റ്റ്മെൻറ്റ്. Very many people will be prepared to purchase a train and hand over to Indian Railways for running on a lease rent basis. അവർ കൊടുക്കും, അവർക്ക് ഇത്ര പണം എവറി ഇയർ മടക്കി കൊടുക്കുക ഓൺ ആനുവിറ്റി ബേസിസ്. ഞാൻ ചുരുക്കത്തിൽ പറയുകയാണെങ്കിൽ ഒരു ട്രെയിൻ സപ്പോസ് ഇറ്റ് കോസ്റ്റ് 6 crores or 10 crores, they will invest 10 crores. Railway can purchase the train, operate it as if their own train, and the cost of it returned over 10 or 15 years time through annuity. അങ്ങനെ ചെയ്യുകയാണെങ്കിൽ നമ്മുടെ നമ്പർ ഓഫ് ട്രെയിൻസ് can be increased almost 60-70% on each line. അതന്നെ വലിയ സഹായമല്ലേ കേരളത്തിന്? നമ്മുടെ റോഡ് കൺജഷൻ എത്ര കുറയ്ക്കാം? ഫ്രം റോഡ് പീപ്പിൾ can shift over to rail, and many people like only rail travel.
അതിനിപ്പോൾ സാധിക്കില്ല. കാരണം വി ആർ നോട്ട് ഏബിൾ ടു ഇൻട്രൊഡ്യൂസ് മോർ സബർബൻ ട്രെയിൻസ്. അതിനുള്ള ഒരു വഴിയാണ് നമ്മൾ ഉണ്ടാക്കേണ്ടത്. പുട്ട് മോർ സബർബൻ ട്രെയിൻസ്. ആൻഡ് ദിസ് പ്രോജക്റ്റ് അപ്ഗ്രേഡേഷൻ ഓഫ് ദിസ് ട്രെയിൻ സിസ്റ്റം ആൻഡ് മേക്കിംഗ് ഇറ്റ് ഈക്വൽ ടു യൂറോപ്യൻ സ്റ്റാൻഡേർഡ് ലെവൽ ടു സ്റ്റാൻഡേർഡ്. ദാറ്റ് മീൻസ് നോ ചാൻസ് ഓഫ് എനി ട്രെയിൻ കൊളീഷൻ എനിവേ, റിയർ കൊലേഷനോ ഫ്രണ്ട് കൊലേഷനോ ഒന്നും സാധിക്കില്ല അങ്ങനത്തെ സിഗ്നലിംഗ് സിസ്റ്റം ആണെങ്കിൽ. ആൻഡ് യു ക്യാൻ റൺ മെനി മോർ ട്രെയിൻസ്, ഈവൻ more long distance trains we can run. And this whole project can be completed in 3 years' time. It costs only 8,000 crores. ക്ലിയർ ആണ് This സർ. is one of my suggestion. ക്ലിയർ ആണ് സർ. ശ്രീജിത്ത്, വളരെ നന്ദി. നാളെ സത്യമേവ ജയതയിൽ അഡ്വക്കേറ്റ് ജയശങ്കർ വന്ന് സംസാരിക്കുന്നുണ്ട്. അദ്ദേഹം സംസാരിക്കുന്ന വിഷയം കർണാടകയിലെ ഹിജാബ് വിവാദമാണ്. എല്ലാവരും പങ്കെടുക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു. അതുപോലെ സത്യമേവ ജയതെ ഡിബേറ്റിംഗ് കോർണർ എന്നുള്ള 2 ക്ലബ്ബുകൾ ഫോളോ ചെയ്യാനായിട്ട് അഭ്യർത്ഥിക്കുകയാണ്. മോഡറേറ്റേഴ്സിനെയും ഫോളോ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കൂ. ഞങ്ങൾ പ്രോഗ്രാം തുടങ്ങുന്നതിന് മുമ്പ് എല്ലാവർക്കും പിങ് ചെയ്യാറുണ്ട്. നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് കിട്ടുവാൻ വേണ്ടിയിട്ടാണത് പറയുന്നത്. അതുകൂടാതെ ഞങ്ങളുടെ യൂട്യൂബ് ചാനലായ ടീം കൗമുദകി എന്നുള്ള യൂട്യൂബ് ചാനലും ഫോളോ ചെയ്യാനായിട്ട് അഭ്യർത്ഥിക്കുകയാണ്. സർ, നമ്മുടെ സമയം അടുക്കുന്നു. 2 പേരാണ് ചോദിക്കാൻ ബാക്കിയുള്ളത്. പെട്ടെന്ന് നമുക്കത് ഫിനിഷ് ചെയ്യാം. തീർച്ചയായിട്ടും. ശരി, ഗോകുൽ ചോദിച്ചോളൂ. ഓക്കെ, ഫസ്റ്റ് ഓഫ് ഓൾ താങ്ക് യു മോഡറേറ്റേഴ്സ്. എൻ്റെ പേര് ഗോകുൽ. ഞാൻ വരുന്നത് പാലക്കാട് നിന്നാണ്. പാലക്കാടാണ് താമസിക്കുന്നത്. ഇപ്പോൾ നിലവിൽ ഡൽഹി ഹൈക്കോടതിയിൽ ഇന്റേൺ ചെയ്തിരിക്കുന്നു അണ്ടർ പീയൂഷ് താക്കൂർ. സാറിൻ്റെ ചോദ്യം എനിക്ക് കുറച്ച് കാര്യങ്ങൾ ചോദിക്കാണ്ടായിരുന്നു. ഞാൻ ആദ്യം തൊട്ട് കേൾക്കുന്നുണ്ട്. കുറേ കാര്യങ്ങൾ എനിക്ക് ഏകദേശം ഇപ്പോൾ ഉത്തരം കിട്ടി. ബട്ട് സ്റ്റിൽ ഞാൻ കുറച്ചും കൂടി പ്രിജുഡൈസ് ആവുകയാണ്. കുറച്ചും കൂടിയും ഒന്ന് മുന്നോട്ടൊന്നും കൂടി നോക്കി ചോദിക്കുകയാണ്. നമ്മുടെ കേരളത്തിൽ കൊച്ചി മെട്രോ വന്നു. കൊച്ചി മെട്രോ വന്ന ആദ്യ കാലഘട്ടത്ത് നല്ല ഒരു ഏർണിങ്സ് കൊച്ചി മെട്രോ ഉണ്ടാക്കാൻ കഴിഞ്ഞു. സാറാണ് പണിഞ്ഞത്. എക്സ്ട്രാ അഡീഷണൽ കാശ് എമൗണ്ട് പെൻഡിങ് വന്ന എമൗണ്ട് അവരുടെ അക്കൗണ്ടിലേക്ക് തന്നെ ഇട്ടു ഡെവലപ്മെന്റിന് വേണ്ടി. ബട്ട് ഡേയ്സ് ലേറ്റർ അത് നഷ്ടത്തിലേക്ക് പോകുകയുണ്ടായി. ഇന്ന് കൊച്ചി മെട്രോ എനിക്ക് തോന്നുന്നു ഇന്ത്യയിലെ മെട്രോ റെയിൽസിൽ തന്നെ ഏറ്റവും നഷ്ടത്തിൽ ഓടുന്ന ഒരു സിസ്റ്റമാണ് മെട്രോ. ആ ഒരു ക്രൈസിസ്, അതായത് കേരളത്തിനെ സംബന്ധിച്ചിടത്തോളം ആദ്യകാലങ്ങളിൽ എല്ലാവരും വരും, ഒരു കൗതുകം എന്ന രീതിയിൽ ആൾക്കാർ വരും. ബട്ട് അത് ഫ്യൂച്ചറിസ്റ്റ് കുറച്ചും കൂടി മുമ്പോട്ട് കയറുമ്പോൾ ഇത്രയും വലിയ ഇപ്പോൾ ഒരു DPR ഇല്ല. ബട്ട് സ്റ്റിൽ ഇതിൽ ക്വാളിഫൈഡ് ആയിട്ടുള്ള ആൾക്കാരൊക്കെ പറയുന്നത് നിയർലി 1 lakh crore മുകളിൽ പോകുന്നതാണ്. അപ്പം അതിന്റെ ആ ഒരു ഡെപ്റ്റ് തീർക്കണമെങ്കിൽ നല്ല പ്രോഫിറ്റബിൾ ആയിരിക്കണം. അപ്പോൾ ഇത് ഫ്യൂച്ചറിൽ ഈ കേരയിൽ എന്ന് പറയുന്നത് പ്രോഫിറ്റബിൾ ആവുമോ? രണ്ടാമതെന്ന് നോക്കുമ്പോൾ ഇപ്പോൾ സ്റ്റേഷന്റെ പരിധികൾ സ്റ്റേഷൻസ് ലിമിറ്റഡ് ആണ്. ഓരോ സ്റ്റേഷനും ഇത്ര ലോങ് ഡിസ്റ്റൻസ് വെച്ചിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ഇവർക്ക് ഇന്ത്യൻ റെയിൽവേസിന്റെ ട്രാക്കിലൂടെ ഇവർക്ക് കേരളയിൽ റൺ ചെയ്യിപ്പിക്കാൻ പറ്റില്ലേ? ഞാൻ ഈ അവസാനം ചോദിച്ച ചോദ്യം ഞാൻ ഇതുവരെ കേട്ടില്ല, ഇവിടെ പറയുന്നത് ഞാൻ കേട്ടില്ല. ഇത് രണ്ടുമാണ് സാർ എൻ്റെ ചോദ്യം. നിങ്ങളോട് സത്യം പറയുകയാണെങ്കിൽ ഒരു മെട്രോ അല്ലെങ്കിൽ റെയിൽവേ they cannot make huge profits. They cannot make profits and give return to their equity holders. പക്ഷേ ഇതെല്ലാം സോഷ്യൽ പ്രോജക്ട്സാണ്. ഇത് എല്ലാത്തിനും ഒരു ലെവൽ ഓഫ് ഗവൺമെൻറ് സബ്സിഡി ആവശ്യമാണ്. മെട്രോയിൽ ഇപ്പോൾ നടക്കുന്നത് എന്താണെന്ന് വെച്ചാൽ അതിൽ ഏകദേശം 40% രണ്ട് ഗവൺമെൻറ് കൂട്ടി തരുന്നുണ്ട്. 60% പണം ബോറോ ചെയ്യുക, അതും ഫ്രം എബ്രോഡ്. അത് മടക്കി കൊടുക്കണം വിത്ത് വെരി ഹൈ ഇൻട്രസ്റ്റും ഇൻഫ്ലേഷനൊക്കെ ചേർത്തിട്ട്. ടു എക്സ്പെക്ട് എ മെട്രോ or a railway line to make profit and give dividends is a totally wrong concept. ഇപ്പം നമ്മൾ എടുക്കുകയാണെങ്കിൽ റോഡ് എടുക്കുകയാണെങ്കിൽ KSRTC തന്നെ എടുത്തു നോക്കും. അവർക്ക് റോഡിന് ഒരു കോസ്റ്റ് പേ ചെയ്യേണ്ട, റോഡ് റിപ്പയർക്ക് അവർക്ക് ചെയ്യേണ്ട, റോഡ് ലൈറ്റിങ് അവർക്ക് വേണ്ട. അവർക്ക് വെറും വെഹിക്കിൾസ് ഓടിക്കേ വേണ്ടു. എന്നിട്ട് കൂടി we have to pay them 100 crores every month. KSRT അവരുടെ ലോസ് കളയുമായിട്ട്. അതുപോലെ ഇപ്പോൾ റെയിൽവേ ലൈന് മെട്രോ, ഇത് ഗവൺമെൻറ് ഫണ്ട്സ് ദി എൻറ്റയർ ബേസിക് ഇൻഫ്രാസ്ട്രക്ചർ and only the operator has to bring the vehicles, trains and operate it. They will make definitely good profit. അതല്ല അവിടുത്തെ സ്ഥിതി. നമ്മളത് we expect it as a business investment. അത് ശരിയല്ല.
It should be treated as a social investment. But a hospital, government or hospital പണിയാണെങ്കിൽ, they don't expect a profit out of the hospital. It is service to the society. അതുപോലെ നോക്കണം ഇങ്ങനത്തെ മാസ് ട്രാൻസ്പോർട്ട് സിസ്റ്റംസ്. എങ്കിലും പല മെട്രോസും ഇൻക്ലൂഡിങ് ഡൽഹി മെട്രോ ഈ 40% ഗവൺമെൻറ് ഫണ്ടും 60% ബോറോയിങ് ആയിട്ട് ദേ ആർ ഫിനാൻഷ്യലി സസ്റ്റൈനബിൾ. അതായത് ഈ ആദ്യത്തെ 40% ഗവൺമെൻറ് കൊടുത്തതിന് ശേഷം ബാക്കി ഗവൺമെൻറ്റിൽ നിന്ന് പണത്തിൻ്റെ ആവശ്യമില്ല. ഈ കൊച്ചി മെട്രോയിൽ ചെയ്ത വലിയൊരു അഭിപ്രായം എന്താണെന്ന് വെച്ചാൽ അവർ ഈ ടിക്കറ്റ് റേറ്റ്സ് വളരെ ഹൈ ആയിട്ട് ഫിക്സ് ചെയ്തു, റൈറ്റ് ഫ്രം ദി ബിഗിനിങ്, ആൻഡ് അഗെയിൻ ദ ഇൻക്രീസ് ഇറ്റ്. ദാറ്റ് ഈസ് ടോട്ടലി റോങ്. ഇത് പണം ഉണ്ടാക്കാൻ വേണ്ടിയുള്ള ഒരു സംവിധാനമായിട്ട് നമ്മൾ കരുതരുത്. ഇത് നാട്ടുകാർക്ക് മൂവ് ചെയ്യാൻ വേണ്ടിയുള്ള ഒരു മാസ് ട്രാൻസ്പോർട്ട് സിസ്റ്റം, പബ്ലിക് ട്രാൻസ്പോർട്ട് സിസ്റ്റമായിട്ട് കണക്കാക്കണം. അതുകൊണ്ട് ദി ഫെയർ ഷുഡ് ബി അഫോർഡബിൾ ഈസി ടു എവറി വൺ. ഇപ്പം ഇവിടെ ഈ ഫ്രം ആലുവായ് to Maharajas College, you have to pay 40 rupees each trip. Who will travel? Buses are available for 10 or 15 rupees. And buses are running parallel. ഒരു ബേസിക് തമ്പ് റൂൾ എന്താണെന്ന് വെച്ചാൽ മെട്രോയിൽ the metro fare should not be more than 1.5 times the bus fare. അങ്ങനെ വെച്ച് നോക്കൂ, you will get lot of people traveling in metro. And because a lot of people are traveling, definitely your earnings will increase. ടിക്കറ്റ് മാത്രം ഏർണിങ്സ് വെച്ചുകൊണ്ടിരിക്കരുത്. മെനി കമേഴ്ഷ്യൽ ഏർണിങ്സ് ഓൾസോ യു ഷുഡ് ഫോർ. ഡൽഹിയിലാണെങ്കിൽ ദി കമേഴ്ഷ്യൽ ഏർണിങ്സ് ആർ ഓൾമോസ്റ്റ് 25% ഓഫ് ദി ടോട്ടൽ ഏർണിങ്സ്. കൊച്ചി മെട്രോയ്ക്ക് അത് ഇനി സാധിച്ചിട്ടില്ല. ഒരുപാട് കമേഴ്ഷ്യൽ ഫെസിലിറ്റീസ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് അവർ, ആൻഡ് ഇൻവെസ്റ്റഡ് റോങ്ലി മണി ഇൻ ദാറ്റ്. അത് there are no takers for that commercial establishments and spaces. You see, the investment has been done wrongly at the wrong time. When you start a metro, give only basic facilities to start with till it becomes very popular. Then you can go on expanding. Facilities adum cheyiditilla. It is true, Kochi Metro was constructed by DMRC. But many of the things we were asked to do with Cherry Station were a വലിയ station. Absolutely no need. എല്ലാം വലിയ സ്റ്റേഷൻസ് ആയിട്ട് ബിൽഡ് ചെയ്തിട്ടുണ്ട്. കാരണം ഒരു സ്റ്റേഷൻ ബിൽഡ് ചെയ്യുന്നുണ്ട്, പ്ലാൻ അപ്രൂവ് ചെയ്യണം KMR. അങ്ങനെ പല വിഡ്ഢിത്തങ്ങളും കാണിച്ചിട്ടുണ്ട് ഞാൻ എൻ്റെ പക്ഷത്തിൽ. അതുകൊണ്ടാണ് ഞാൻ എത്രയോ പ്രാവശ്യം പറയേണ്ടത് അവരോട്, പ്ലീസ് റെഡ്യൂസ് ദി ഫെയർസ്. നോട്ട് ഓൺലി ദാറ്റ്, മേക്ക് ഇറ്റ് മോർ അട്രാക്റ്റീവ്. അങ്ങനെയാണെങ്കിൽ ജാസ്തി ആൾക്കാർ ട്രാവൽ ചെയ്യും. ജാസ്തി ആൾക്കാർ ട്രാവൽ ചെയ്യുമ്പോൾ ഇമ്മീഡിയറ്റ്ലി ഒരു ലൈൻ കൊണ്ട് ആർക്കും പ്രോഫിറ്റ് ഉണ്ടാക്കാൻ സാധിക്കില്ല. ഒരു സിറ്റിയിൽ മിനിമം 2-3 ലൈൻസ് ആർ റിക്വയർഡ്. ഈ നെറ്റ്വർക്ക് ഇൻക്രീസ് ചെയ്യണം, എന്നാലേ എല്ലാ ദിക്കിലേക്കും സ്പ്രെഡ് ചെയ്യണം. From every part of the city, within 1 kilometer, really it should be half a kilometer, you should be able to get a metro station. ആ മാതിരി നെറ്റ്വർക്ക് ഇൻക്രീസ് ചെയ്യണം. അതല്ലേ ഡൽഹിയുടെ വലിയൊരു മെച്ചം. Delhi is unable to carry the traffic being offered. Even today, they are unable to carry. ഈ കോവിഡ് ആയതുകൊണ്ട് മാത്രമേ വിഷമമുള്ളൂ. And Delhi was earning lot of money, making huge profits. അതുപോലെ എല്ലാ സിറ്റിക്കും സാധിക്കും. ഇപ്പം ബാംഗ്ലൂർ, they are having very good revenue and good rush in the trains. It depends upon the route you have taken, the network, how it has been increased, and the quality of service you give, and the fare. The fare should not be fixed just to make a profit. എന്താണ് എൻ്റെ പ്രധാന ഒരു അപ്പീലുള്ളത്. അത് പാടില്ല. പിന്നെന്താ ഒരു കാര്യം കൂടി പറഞ്ഞല്ലോ, എനിക്ക് ഓർമ്മയാണ്. ഗൂഗിൾ ലാസ്റ്റ് ക്വസ്റ്റ്യൻ ഒന്ന് വേണമെങ്കിൽ ഒന്നുകൂടി റിമൈൻഡ് ചെയ്തോളൂ. ഞാൻ രണ്ടാമത് ചോദിച്ച ചോദ്യം ഇതായിരുന്നു. ഇപ്പൊ ഈ പ്രോഫിറ്റ് ഈ നമുക്കിപ്പോ DPR കറക്റ്റായി കിട്ടാത്തതുകൊണ്ട് ഇതിന്റെ കറക്റ്റ് എസ്റ്റിമേറ്റ് എമൗണ്ട് ഒന്നും നമുക്കറിയില്ല. അത് കറക്റ്റ്, അതൊരു ബ്ലാങ്ക് ആണ്. അപ്പോ ഈ ഒരു ഹ്യൂജ് എമൗണ്ട് കളക്ട് ചെയ്ത് പേ ചെയ്ത് ഒരു സംഭവം ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നതിനെക്കാട്ടും നല്ലത് ഒരുപാട് സ്റ്റേഷൻസ് ഉണ്ടാക്കാതെ ഇന്ത്യൻ റെയിൽവേയുടെ ട്രാക്ക് ഇവർക്ക് ബോറോ ചെയ്യാലോ. കഴിയുമോ അത്? Indian Railways can't run any more trains as it is. Already congested. The route utilization is more than 100%. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, യു മസ്റ്റ് ഇൻക്രീസ് ദ കപ്പാസിറ്റി ഓഫ് ദി എക്സിസ്റ്റിംഗ് റെയിൽവേ സിസ്റ്റം. അതിനാണ് സിഗ്നലിംഗ് ഷുഡ് ബി അപ്ഗ്രേഡഡ്, ഷുഡ് ബി മേഡ് ഓട്ടോമാറ്റിക് സിഗ്നലിംഗ്.
That means every half a kilometer there will be a signal instead of signals only at the stations. That makes a lot of difference. അതിൻ്റെ കൂടെ സേഫ്റ്റി ഇൻക്രീസ് ചെയ്യണം. അങ്ങനെയാണെങ്കിൽ ഇപ്പോൾ ഇഫ് യു ആർ ഏബിൾ ടു റൺ 30 trains ഈച്ച് ഡയറക്ഷൻ, ഈ സിഗ്നൽ അപ്ഗ്രേഡ് കഴിഞ്ഞാൽ വി ക്യാൻ റൺ അനദർ 20 trains. ആ കപ്പാസിറ്റി ഇൻക്രീസ് ചെയ്യാതെ നമുക്ക് മോർ ട്രെയിൻസ് ഇൻക്രീസ് ചെയ്യാൻ സാധിക്കില്ല. അതാണ് റെയിൽവേ എപ്പോഴും സബർബൻ ട്രെയിൻ എന്ന് പറയുമ്പോൾ അവർ പറയും വി ഹാവ് നോ കപ്പാസിറ്റി ടു റൺ. അത് ശരിയാണ്, അവരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. ക്ലിയർ ആണ് സർ, അതാണ് വേണ്ടത്. ക്ലിയർ ആണ് സർ. സർ, ഇതിൽ ഞാൻ ഈ സംസാരിച്ചതിൽ ഒരു കാര്യം, വന്ദേ ഭാരത് എക്സ്പ്രസ്സുകൾ ഇന്ത്യ ഇവിടെ കേരളത്തിലേക്കും എക്സ്റ്റെൻഡ് ചെയ്യുകയാണെങ്കിൽ ഈ പറയുന്ന സിൽവർ ലൈൻ്റെ കംപ്ലീറ്റ് ഇമ്പോർട്ടൻസ് നഷ്ടപ്പെടില്ലേ? ഇല്ല, വന്ദേ മാതരം എക്സ്പ്രസ് ട്രെയിൻസ് എൻ്റെ അഭിപ്രായത്തിൽ ഇറ്റ്സ് നോട്ട് നീഡഡ് ഇൻ കേരള. വന്ദേ മാതരം ക്യാൻ റൺ അറ്റ് 160 kilometer സ്പീഡ്. ഇവിടെ ഒരു ട്രെയിൻ മോർ ദാൻ 80 kilometers or 100 kilometers ഓടാൻ നിർത്തിയില്ലല്ലോ, ആസ് ഇറ്റ് ഈസ്. ആൻഡ് ദി ട്രാക്സ് ആർ ഓൾറെഡി കൺജസ്റ്റഡ്. വന്ദേ മാതരം ട്രെയിൻസ് വന്നിട്ടുണ്ടെങ്കിൽ ഇറ്റ് ക്യാൻ റൺ ലൈക്ക് എനി അതർ ട്രെയിൻ. ദി ഓൺലി അഡ്വാൻറ്റേജ് ഈസ് ഇറ്റ് ഹസ് ഗോട്ട് ബെറ്റർ ആക്സിലറേഷൻ, ബെറ്റർ ഡീസലറേഷൻ. അതുകൊണ്ട് ആവറേജ് സ്പീഡ് വിൽ ബി ഹയർ ആൻഡ് ദേ ആർ ഗുഡ് കംഫർട്ടബിൾ കോച്ചസ് വിത്ത് മോർ അട്രാക്റ്റീവ്. മോഡേൺ ട്രെയിൻസ് വരുന്നല്ലാണ്ട് നമുക്ക് ജാസ്തി ട്രെയിൻസ് ഓടിക്കാനോ അല്ലെങ്കിൽ വേഗത്തിൽ പോകാനോ വലിയ വ്യത്യാസമൊന്നും ഉണ്ടാവില്ല. ശരി, ഒരു തേർഡ് ലൈനിന് സ്കോപ്പില്ല. തേർഡ് ലൈൻ സ്കോപ്പ് ഉണ്ട് ഡെഫിനറ്റ്ലി, ബട്ട് ഇറ്റ്സ് വെരി ഈക്വലി എക്സ്പെൻസീവ്. കറക്റ്റ്. തേർഡ് ലൈൻ ഇത് തേർഡ് ലൈൻ വെൻ യു ബിൽഡ് യു ഹാവ് ടു മേക്ക് ദ കർവ്സ് ഫ്ലാറ്റ്. ഈ സ്പീഡ് ഇതാക്കണേ കർവ്സ് ഒക്കെ ഫ്ലാറ്റ് ആക്കണം. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ഇപ്പോഴത്തെ ട്രാക്കിനൊക്കെ 300 meters 400 meters ആണ് എൻ്റെ റേഡിയസ്. സെമി സ്പീഡിന് ദേ മേഡ് 1850. കോൺക്രീറ്റ് റെയിലിൽ 1000 meters. ഹൈ സ്പീഡ് വേണമെങ്കിൽ യു ഹാവ് ടു ഗോ ഫോർ 6000 meters റേഡിയസ് കർവ്സിനെ. അങ്ങനെയാകുമ്പോൾ ഒരുപാട് ഈ ഇപ്പോഴത്തെ ലൈൻ അതുമാതിരി കൺവേർട്ട് ചെയ്യാൻ സാധിക്കില്ല. ഈ 300 meter റേഡിയസിന് 1000 meter അല്ലെങ്കിൽ 6000 meter റേഡിയസ് ആക്കാൻ സാധിക്കില്ല. ഇറ്റ്സ് ഇമ്പോസിബിൾ. കറക്റ്റ് സർ. തേർഡ് ലൈൻ കൊണ്ടുവരികയാണെങ്കിൽ തന്നെ ഇറ്റ് വിൽ ബി ജസ്റ്റ് ലൈക്ക് ത്രൂ എ ന്യൂ റെയിൽവേ ലൈൻ ത്രൂ എ ന്യൂ റൂട്ട്. വ്യക്തമാണ്. ഇവർ അതായത് കേരളയിലിന് ഏറ്റവും മോസ്റ്റ് മോഡേൺ ടെക്നോളജിയാണ് യൂസ് ചെയ്യുന്നുള്ള വാദവും കറക്റ്റാണോ? ദാറ്റ് ഈസ് ഓക്കെ. ടെക്നോളജി ഉണ്ട് നമുക്ക്. ഇഫ് യു ക്യാൻ റൺ ഭാരത് മാത ട്രെയിൻസ് 160 kilometers, ചിലത് തീർച്ചയായിട്ടും ടെക്നോളജി പുറമേ നിന്ന് കൊണ്ടുവരേണ്ടി വരും. ദർ ഇസ് നോ എസ്കേപ്പ് ഔട്ട് ഇറ്റ് ബിക്കോസ് വി ഡോണ്ട് ഹാവ് ട്രെയിൻസ് ടുഡേ വിച്ച് ക്യാൻ റൺ അറ്റ് 200 kilometers പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ട്രയൽസ് ഹാസ് ടു ബി അറ്റ് 220. അതിനുള്ള അങ്ങനത്തെ ട്രെയിൻസ് വേണേ, അതില്ല നമുക്കിപ്പോൾ. നമുക്ക് ഡിസൈൻ ചെയ്യാൻ സാധിക്കില്ല. പക്ഷേ ഞാൻ മെട്രോയിൽ ചെയ്ത മാതിരി വാട്ട് വി ഡിഡ് വാസ് we have brought the trains first on the condition you bring only, suppose there are 30 trains at a you bring only 5 trains from abroad, the rest will be manufactured in the country. നിർബന്ധം വെച്ചാൽ മതി. ക്ലിയർ ആണ് സർ. ഇപ്പോൾ ഇന്ത്യയിൽ ധാരാളം 3 factories produce in metro trains. ഇപ്പം നമുക്കൊന്നും ഇമ്പോർട്ട് ചെയ്യേണ്ട ആവശ്യമില്ല. അത് ആ സ്റ്റേജിൽ കൊണ്ടുവരണം. അപ്പോൾ ദേ വിൽ ഹാവ് ടു ബ്രിങ് ട്രെയിൻസ് ഫ്രം ഔട്ട്സൈഡ്, ജപ്പാനോ എവിടെയെങ്കിലും കൊണ്ടുവന്നിട്ട് അത് കഴിഞ്ഞിട്ട് ഇവിടെ നിർബന്ധമാക്കണം. ആ കോൺട്രാക്ട് വിൽ ഇൻവോൾവ് ഓൺലി 10% ടു ബി ബ്രോട്ട് ഫ്രം അബ്രോഡ്, 90% വിൽ മാനുഫാക്ചർഡ് ഹിയർ. അതിന് സമയമെടുക്കും. പിന്നെ ഒരു പ്രധാന കാര്യം ഞാൻ പറയാൻ വിട്ടു. കേരളത്തിൽ ഇപ്പോൾ ഈ കേരളയിൽ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് എവിടുന്നാണ് ഈ പണം കിട്ടാൻ പോണത്? ഒന്നാമത് ഈ പ്രോജക്റ്റ് ഈസ് നോട്ട് വയബിൾ. ഈ വയബിൾ പ്രോജക്റ്റ് അല്ലാത്തതുകൊണ്ട് തന്നെ ഫോറിൻ ലെൻഡേഴ്സ് വിൽ ബി റിലക്റ്റന്റ് ടു ഗിവ് മണി അൺലെസ് ദർ ഇസ് എ സോവറൻ ഗ്യാരണ്ടി. ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ഷുഡ് സ്റ്റാൻഡ് ഗ്യാരണ്ടി ഫോർ ദി റീപേയ്മെൻറ്റ്. ഇന്ത്യൻ റെയിൽവേസ് ഓൾറെഡി ടോൾഡ് ദം ദാറ്റ് ദേ വിൽ നോട്ട് സ്റ്റാൻഡ് ഗ്യാരണ്ടി. എങ്ങനെ സ്റ്റേറ്റ് ഗവൺമെൻറ് ഈ പണം കിട്ടാൻ പോകുന്നത്? ആര് കൊടുക്കും? ഈ സ്റ്റേറ്റ് ഗവൺമെൻറ്റിന് ഈ പണം, ഈ അവരുടെ ഉദ്ദേശം ഈ 6600 കോടി 64,000 crores they will spend in 5 years' time. അങ്ങനെയാണ് അവരുടെ ഉദ്ദേശം. അങ്ങനെയാണെങ്കിൽ ഓരോ കൊല്ലം ഒരു 12,000-15,000 crores വേണമല്ലോ. ഇവിടെ ശമ്പളം കൊടുക്കാൻ ഗവൺമെൻറ് ഇതില്ല, പണമില്ല. ഡോക്ടേഴ്സിനുള്ള അലവൻസസ് കൊടുക്കാനുള്ള പണമില്ല.
ഇങ്ങനെയുള്ള ഒരു ഗവൺമെൻറ്റിനെ ഇങ്ങനെ സിൽവർ ലൈൻ സ്റ്റാർട്ട് ചെയ്യാൻ എവിടുന്നാണ് പണം കിട്ടുക? ഹു വിൽ പേ ബാക്ക് ദ മണി ദാറ്റ് ഇസ് ബീൻ ടേക്കൺ? ഇതൊക്കെ ഒരു കാര്യമായുള്ള ഒരു റെലവൻറ്റ് പെർട്ടിനൻറ്റ് ക്വസ്റ്റ്യൻസ് വിച്ച് ദി ഗവൺമെൻറ് ഷുഡ് ആൻസർ. ചുമ്മാ പറഞ്ഞാൽ പോലെ വരും, ആൾക്കാർ വരും, പണം കിട്ടും, ഞങ്ങൾ മടക്കി കൊടുക്കും, അതെല്ലാം അങ്ങനെ പറഞ്ഞിട്ട് ആൾക്കാരെ ഫൂൾ ചെയ്യരുത്. You should be very practical. Who will give the money? Because I have gone through this sort of thing, borrowing money from outside and paying it back. Delhi Metro, the other startup, everybody was saying that you will not be able to pay back the money to Japan. We were able to do it. In fact, when I left Delhi, there was a big, very comfortable surplus money available with Delhi Metro. ഇവിടെ അത് സാധിക്കുക. ഡൽഹിയിൽ പിന്നെ വളരെ ഈസിയാണ്, ഒരുപാട് പാസഞ്ചേഴ്സ് ഉണ്ട്, അതുകൊണ്ട് നല്ല കലക്ഷൻ ഉണ്ടായിരുന്നു. Who will pay back the money that is being borrowed by the government? Already their borrowing, Kerala government, their borrowing has gone beyond 3.5 lakh crores already. And each of us are having more than 1 lakh crore debt on our head. Who will give it? The finance minister and finance secretaries, how do they agree for this sort of schemes? I'm really surprised. ഇവിടെ നമ്മുടെ bureaucracy, they are very intelligent people, they know the experienced people. Why are they not coming out with the truth correctly? At least when wrong statements are being given, wrong figures are being given, why are they not questioning it? What is our finance secretary doing? What is the transport secretary doing? Why are they not questioning these aspects? I can understand. I don't blame the chief minister because he doesn't know the details. Nobody gives him the correct information. If correct information is given to him, I'm sure he will not be so stubborn as he is today in taking the project forward. For that, I blame only the bureaucracy and the KRDCL people. They are not giving him the correct facts. For example, nobody has told him so far that embankments are impractical in Kerala soil conditions. Nobody has told him. And everybody says we'll take all measures, we'll do soil stabilization measures. Soil stabilization measures takes time and very costly. And many people don't know that if soil stabilization is to be done, after that work is done, embankment has to be constructed, and we have to wait for at least 1 year before loading it again. Our timer, in 5 years, how will you finish all these things? പിന്നെ 5 കൊല്ലം കൊണ്ട് ഈ പ്രോജക്ട്സ് കംപ്ലീറ്റ് ചെയ്യാന്ന് പറഞ്ഞ് നടക്കുന്നത്. Why are we fooling the people like that? Why are we fooling? ഞാൻ കൊങ്കൺ റെയിൽവേ സ്റ്റാർട്ട് ചെയ്തപ്പോൾ I gave a statement that I will complete Konkan Railway in 7 years' time. 7 years only, 760 kilometer long railway line. I did it in 7 years' time. I had that confidence because I have done similar many new line projects in my career. ഇപ്പോൾ ഈ KRDC ഇരിക്കുന്ന ഒരാൾ ഒരു ന്യൂ റെയിൽവേ ലൈൻ പ്രോജക്റ്റ് ചെയ്തിട്ടില്ല. They have no experience. And they have engaged a consultant who also, they are consultants only retired railway people. No consultant has come from abroad. Whereas for the high-speed railway line, I brought 4 Japanese experts for the feasibility stage and 4 South Korean experts for the DPF stage. അവരുടെ ഗൈഡൻസും ഹെൽപ്പ് കൊണ്ടാണ് ഞങ്ങൾ കംപ്ലീറ്റ് ചെയ്തത്. അങ്ങനത്തെ യാതൊരു കാര്യങ്ങളും ഇവർ ചെയ്തിട്ടില്ല. Therefore, this DPR is a fraud on the people of Kerala being paid. This is my opinion. I'm sorry to use such strong words because I want a railway line, but it should be proper, with proper standards, proper specifications, proper alignment, and properly costed. That is what is required. ഓക്കെ സാർ. Thank you very much. ഓക്കെ സാർ. ഈ ഒരു ചെറിയ ചോദ്യം, വിദ്യ ചേച്ചിയിലേക്ക് പോകുമ്പോൾ ഒരു ചെറിയ ചോദ്യം. ഇന്ത്യയിൽ എവിടെയെങ്കിലും സ്റ്റാൻഡേർഡ് ഗേജ് യൂസ് ചെയ്യുന്നുണ്ടോ? മെട്രോയിൽ എല്ലാ മെട്രോസും ഇപ്പോൾ സ്റ്റാൻഡേർഡ് ഗേജ് ആണല്ലോ. ശരി. വിദ്യ ചേച്ചി ചോദിക്കാം. താങ്ക് യു രവി. നമസ്കാരം ശ്രീധരൻ സർ. ദിസ് ഇസ് വിദ്യ. കേൾക്കുന്നുണ്ടോ? ഉണ്ട്.
Sir, my father would quickly like to say hi to you. This is my father, V. Surendran. Good evening, sir. Good evening. Good evening, Mrs. I am one of the many admirers of your work and the contribution what you have given. I only wish Guru Haripan gives you lot more years of happy and healthy life to continue to give our people advice. And I was hearing all the matters you talked about KNA. I totally agree with you. I only hope these people will get some common sense, before they go into the project. Thank you very much, sir. Thank you, Mrs. Surya, for your kind words. Thank you very much. Thank you, sir. Nyan, is it okay if I go ahead? I've just got 2 questions, sir. May I ask you? Yes, please. Sir, Nertha Parne, it's regarding, one question is regarding your the Pamban Bridge. I just basically wanted to know, what was your, your experience with the Pamban Bridge? And the second question is, what would be your words of wisdom for all those budding professionals, who are looking forward to building India? Thank you so much, sir. Thank you so much. And I would also like to let you know that we are extremely proud of you, and I'm so glad, thankful to the moderators for giving us this opportunity. God bless you, sir. Thank you so much once again. Thank you, Vidya. Well, Vidya, when Pamban Bridge got washed away in 1963 December, I was only a young executive engineer, 31 years old. I was asked to come and do the restoration. And the mandate given to me was to finish the restoration in 6 months' time. That was the mandate from the Railway Board. This mandate, when it came to General Manager Southern Railway, one Mr. Ganguly, he said, we can't wait for 6 months for the restoration. This should be done in 3 months' time. With that only, I proceeded to the site. I was able to do it just 46 days restoration. Now, how I did it, what was the technology, how it was funded, if you want to go into this question, it will take a lot of time to explain. The only one thing I can tell you is that was possible because the innovative technology that I used, which others did not even think of, for restoring the Pamban Bridge. So that is how it could be done. The other thing, well, even this morning only I was addressing a group of engineers in my own place. I am very fond of meeting engineers and addressing them till very recently. Now only because of my advanced age, I am not undertaking this sort of very useful job. I tell them, to be a successful engineer, what qualities are required, what qualities you should have. And these qualities, according to me, is open for every young person, is required, which I'll very, very briefly place before you, Vidya. First and foremost is integrity. Second is punctuality. Third is professional competence. Fourth is a social attitude, that you are doing everything for the society, not for yourself. A social attitude. And then have good character, conduct and character, good qualities. And finally, good health. These are the basic things required for any young person in our country. We can transform this country in no time if everybody is committed to these 6 pointed qualities in our adopt them. Thank you very much. Thank you so much, Shreedharan, sir. God bless you and wish you all the very best. വളരെ നന്ദി സാർ. നമ്മൾ ചോദ്യങ്ങൾ ഫിനിഷ് ചെയ്തിട്ടുണ്ട്. ആദ്യം തന്നെ ഒരു ക്ഷമാപണം നടത്തട്ടെ. കാരണം നമ്മൾ പറഞ്ഞതിൽ നിന്നും സമയം എക്സീഡായി. ക്ഷമ ചോദിക്കുന്നു. സാറിന് ഈ ഒരു സെഷൻ ബുദ്ധിമുട്ടുണ്ടാക്കിയില്ല എന്ന് വിചാരിക്കുന്നു. വളരെ നന്ദി സാർ. നമുക്ക് ഇത് കൺക്ലൂഡ് ചെയ്യാം. അതായത് വളരെ നല്ല ഒരു ഡിസ്കഷൻ ആയിരുന്നു. നല്ല ചോദ്യങ്ങളും വന്നു എന്നാണ് മനസ്സിലാക്കുന്നത്. ഇനിയും ഒരു പ്രാവശ്യം എപ്പോഴെങ്കിലും സാറിന് സമയം അനുസരിച്ച് വരുന്ന ആഴ്ചകളിൽ എപ്പോഴെങ്കിലും ഒരു പ്രാവശ്യം കൂടി വരണമെന്ന് അപേക്ഷിക്കുകയാണ്, സമയമുള്ളതുപോലെ. അതെ അതെ. വളരെ നന്ദി സാർ. അപ്പോൾ സാറിന് വളരെയധികം നന്ദി. ഞങ്ങളുടെ ഭാഗ്യമായിട്ട് കരുതുന്നു ഈ റൂമിൽ വന്ന് സാറിനെ സംസാരിക്കാൻ സാധിച്ചത്. ഓൾ റൈറ്റ്.
നമ്മൾ വളരെ നല്ലൊരു ഡിസ്കഷനാണ് നടന്നത്. എനിക്ക് തോന്നുന്നു നമുക്കൊരു അതായത് ഒരു 8 മിനിറ്റ് കൂടി നമുക്ക് മുമ്പിലുണ്ട്. ആർക്കെങ്കിലും 1-2 പേർക്ക് അഭിപ്രായം പറയാനുള്ള ഒരു സമയം ഉണ്ടെന്ന് തോന്നുന്നു. ഹാൻഡ് റൈസിങ് ഒന്ന് ഓപ്പൺ ചെയ്യാം. വളരെ കുറച്ച് സമയം കൊണ്ട് വളരെ വേഗം 1-2 അഭിപ്രായങ്ങൾ സ്വീകരിച്ചിട്ട് നമുക്ക് റൂം എൻഡ് ചെയ്യാം. ആൾക്കാർ ഒന്ന് കയറാൻ വേണ്ടി വെയിറ്റ് ചെയ്യാണ്. ഒന്ന് രണ്ട് പേര് കൂടി ഹാൻഡ് റൈസ് ചെയ്തായിട്ട് കണ്ടു. നമുക്കൊരു 5 പേരെ വെച്ചിട്ട് നമുക്ക് സ്റ്റോപ്പ് ചെയ്യാം. ഒരാൾ കൂടി വന്നു കഴിഞ്ഞാൽ നമുക്ക് ഇത് ചെയ്യാം. ആരെങ്കിലും ഇല്ല എന്നുണ്ടെങ്കിൽ നമുക്കത് ക്ലോസ് ചെയ്യാമെന്ന് തോന്നുന്നു. ഓക്കെ, ഇത് മതിയാവും. You can start, I think. തീർച്ചയായിട്ടും നാളെ രാവിലെ 11 മണിക്ക് അഡ്വക്കേറ്റ് ജയശങ്കർ വന്ന് സംസാരിക്കുന്നുണ്ട് സത്യമേവ ജയതയിൽ. അത് പ്രോഗ്രാം ഒന്ന് എല്ലാവരും നോട്ട് ചെയ്യുന്ന അപേക്ഷിക്കുകയാണ്. സത്യമേവ ജയതേ അതേപോലെ ഡിബേറ്റിംഗ് കോർണർ 2 ക്ലബ്ബുകളും ഫോളോ ചെയ്യണമെന്ന് അഭ്യർത്ഥിക്കുന്നു. അതുപോലെ മോഡറേറ്റേഴ്സിനെ ഫോളോ ചെയ്യാനായിട്ട് അഭ്യർത്ഥിക്കുകയാണ്. നമുക്ക് ചോദ്യങ്ങൾ ഈ വന്ന ആൾക്കാരിൽ നിന്നുള്ള അഭിപ്രായങ്ങൾ സ്വീകരിക്കാം. കൈറ്റാണ് ആദ്യം വന്നത്. കൈറ്റ് പറഞ്ഞോളൂ. നന്ദി മോഡറേറ്റേഴ്സ്. നമ്മുടെ ക്ലബ് ഹൗസിന് ചരിത്രത്തിൽ ആദ്യമായിട്ട് സത്യമേവ ജയതേ ക്ലബിലൂടെ നമ്മളെല്ലാവരും ആരാധിക്കുന്ന, കേൾക്കാൻ ആഗ്രഹിക്കുന്ന ഋഷിതുല്യനായ ശ്രീധരൻ സാർ അവർ വരികയുണ്ടായി. എത്ര ഈ പ്രായത്തിലും എല്ലാ പോയിന്റും നമ്മൾ മനസ്സിലാക്കണം, എല്ലാ പോയിന്റും അദ്ദേഹം എത്ര മനോഹരമായിട്ടാണ് നമ്മുടെ മുമ്പിൽ അവതരിപ്പിച്ചത്. ഈ കേരളിനെ കുറിച്ച് ആധികാരികമായിട്ട് ഇന്ന് ഈ ലോകത്ത് തന്നെ പറയാൻ കഴിയുന്ന ഒരു മനുഷ്യൻ. തീർച്ചയായിട്ടും അദ്ദേഹത്തിന് കേൾക്കാൻ ശ്രമിച്ചതിലും അദ്ദേഹം ചോദ്യങ്ങൾ നേരിട്ട രീതിയും എത്ര മാന്യമായിട്ടാണ്, എത്ര അതായത് ഒരു അധ്യാപകൻ കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കുന്നത് പോലെ. സത്യം പറഞ്ഞാൽ ഇനി നമുക്ക് സംശയങ്ങളൊന്നും ഇല്ല എന്ന രീതിയിൽ തന്നെ അദ്ദേഹം അവതരിപ്പിക്കുകയുണ്ടായി. എന്തായാലും അത് കേൾക്കാൻ നമ്മെ എല്ലാം സഹായിച്ച സത്യമേവ ജയതേ ക്ലബിന് ഒരിക്കൽ കൂടി നന്ദി പറയുന്നു. വളരെയധികം നല്ലൊരു മോഡറേറ്റിംഗ് ആയിരുന്നു. നമ്മൾ എപ്പോഴും മനസ്സിലാക്കേണ്ട കാര്യം, അദ്ദേഹം ഒരു വന്ധ്യവയോധികനാണ്. അദ്ദേഹത്തിന്റെ ഏജ് തീർച്ചയായിട്ടും ഒരു ആചാര്യഭാവത്തോടെ നമ്മെല്ലാം നമുക്കൊരു അനുഗ്രഹമായിരുന്നു അദ്ദേഹം ഇന്ന് വന്നത്. വളരെ നന്ദി. വളരെ നന്ദി കൈറ്റ്. സുജിത്ത് സംസാരിക്കാം. First of all, I must congratulate your team for having brought this person on. അത് കൈറ്റ് പറഞ്ഞ പോലെ ഇങ്ങനെ ഒരു പേഴ്സണാലിറ്റിയൊക്കെ നമ്മൾ ലൈഫിൽ ഒരു 2 വാക്ക് സംസാരിക്കുന്നതിന് ഒരു വലിയൊരു ഓപ്പർച്യൂണിറ്റിയാണ്. ഐ തിങ്ക് ഇറ്റ്സ് എ ഗ്രേറ്റ് ക്രെഡിറ്റ് ടു യുവർ ടീം. ഈ കൊല്ലത്തിലെ എൻ്റെ ക്ലബ് ഹൗസിലുള്ള ഏറ്റവും വലിയ ഒരു ഇൻട്രാക്ഷൻ ഞാൻ പറയാം. ആൻഡ് ദി ബെസ്റ്റ് തിങ് ദാറ്റ് ഹാസ് ഹാപ്പൻ, നമ്പർ 1. സോ പ്ലീസ് accept my congratulations to the whole team, number 1. Number 2, മൂപ്പർ പറഞ്ഞ വെരി ഇമ്പോർട്ടൻറ്റ് പോയിന്റ്, അതായത് കേരളത്തിൽ ഡെഫിനറ്റായിട്ടും ഈ റെയിൽ സിസ്റ്റം വേണം. അതായത് ഇൻ പ്രിൻസിപ്പിൾ വി ആർ നോട്ട് എഗെയിൻസ്റ്റ് ദി കേരള, പക്ഷേ ദ വേ ഇറ്റ് ഈസ് ബീങ് ഡൺ അതാണ് ഫസ്റ്റ് മുതലുള്ള ആരോപണം. ദാറ്റ് സ്റ്റാൻഡ്സ് വിൻഡിക്കേറ്റഡ്. ആൻഡ് പേഴ്സണലി ഫോർ മീ ദി പോയിന്റ് ദാറ്റ് ഐ വാസ് സെയിങ് ദിസ്, ഇത് മൂപ്പര് ടെക്നിക്കൽ സൈഡ് എന്ന് പറഞ്ഞാലും the entire revenue model has been so badly fudged. Other Mooper has vindicated it, which is the biggest concern for us. അതായത് എത്ര കോടി പൈസ പോണു എന്നല്ല, ഈ പൈസ വരുന്ന അവർ പ്രോമിസ് ചെയ്യണത് ഫ്രോഡാണെന്ന് കൃത്യമായിട്ട് മൂപ്പർ എസ്റ്റാബ്ലിഷ് ചെയ്തു. ഐ തിങ്ക് ദാറ്റ് ഈസ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് പോയിന്റ് ഫോർ മീ. എനിവേ, താങ്ക് യു വെരി മച്ച് ഫോർ ദി ഓപ്പർച്യൂണിറ്റി. വളരെ വളരെ നന്ദി സുജിത്ത്. പലർക്കും ഈ താഴെ ഇരിക്കുന്ന പലർക്കും ചോദ്യങ്ങളുണ്ടായിരുന്നു. ഒരുവിധം ചോദ്യങ്ങളെല്ലാം അതിൽ ചോദിക്കാൻ ഉദ്ദേശിച്ചിരുന്ന കവർ ചെയ്ത് പോയി എന്നാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. ആ ചോദ്യം കഴിയാതിരുന്നവർക്ക് ക്ഷമ ചോദിക്കുകയാണ്. കാരണം സമയത്തിൻ്റെതായിട്ടുള്ള ഒരു ലിമിറ്റ് ഉള്ളതുകൊണ്ടാണ് അങ്ങനെ സംഭവിച്ചത്. അഭിപ്രായം പറയാനായിട്ട് ഇനി ശങ്കരാടി ചേട്ടനാണുള്ളത്. 1-2 പേർ കൂടി മുകളിലേക്ക് വരാം. ഞാൻ പറഞ്ഞതുപോലെ ഈ സംസാരിക്കാൻ സാധിച്ചില്ല എന്നൊരു ഇതുള്ളവർക്ക് അഭിപ്രായങ്ങൾ പറയാനായിട്ടാണ് നമ്മളൊരു ചെറിയ സമയത്തേക്കെങ്കിലും ഈ പാനൽ വീണ്ടും ഒന്ന് ഓപ്പൺ ചെയ്തത്.
ശങ്കരടി ചേട്ടാ പറഞ്ഞോളൂ. ആദ്യമേ തന്നെ സത്യമേവ ജയതയ്ക്ക് അഭിനന്ദനങ്ങൾ, രവിശങ്കർജിക്കും. പിന്നെ ഞാൻ പറയുന്നത് കേൾക്കുന്നുണ്ടല്ലോ? തീർച്ചയായിട്ടും കേക്കാം തീർച്ചയായിട്ടും. ശങ്കരടി ചേട്ടാ. ഇന്ത്യൻ റെയിൽവേ എന്ന് പറയുമ്പോൾ, പ്രത്യേകിച്ച് മെട്രോ എന്ന് വരുമ്പോൾ, ഏതൊരു ഇന്ത്യക്കാരന്റെയും മനസ്സിൽ ആദ്യം വരുന്ന പേരാണ് ഈ ശ്രീധരൻ സാറിൻ്റെത്. അദ്ദേഹത്തിന്റെ സേവനം യഥാർത്ഥത്തിൽ മലയാളികൾക്ക് ഉപയോഗിക്കാൻ പറ്റിയിട്ടില്ല, അല്ലെങ്കിൽ അതിന് തടസ്സം നിന്ന ശക്തികൾക്ക് മുമ്പിൽ നമ്മൾ തോറ്റു കൊടുക്കുകയായിരുന്നു. ഏതായാലും ഇന്ത്യൻ റെയിൽവേക്ക് അദ്ദേഹത്തിന്റെ സേവനങ്ങളും ഇത്രയും പ്രതിബദ്ധതയോടെ ഒരു സത്യസന്ധതയോടെയും ഈ നമ്മുടെ പ്രവർത്തിച്ച ഈ ലോകം മുഴുവൻ ഒരു പക്ഷേ ഈ റെയിൽവേയായിട്ട് ബന്ധപ്പെട്ട് അറിയപ്പെടുന്ന അദ്ദേഹം ഒരു മലയാളി ആയതിൽ നമുക്ക് സന്തോഷിക്കാം, അഭിമാനിക്കാം. അദ്ദേഹത്തെ ഇവിടെ കൊണ്ടുവന്ന് ഇത്രയും നേരം നമുക്ക് സംസാരിക്കാനും കേൾക്കാനും പറ്റിയത് വളരെ സന്തോഷിക്കുന്നു. ഒരിക്കൽ കൂടി അഭിനന്ദനങ്ങൾ പറയുന്നു. താങ്ക് യു. ഗുഡ് നൈറ്റ്. വളരെ നന്ദി ശങ്കരടി ചേട്ടാ. രാജീവ് പറഞ്ഞോളൂ. നമസ്തേ. ഞാൻ ഫുൾ ഡിസ്കഷൻ മിസ്സായി, സോറി ഫോർ ദാറ്റ്. സാറിൻ്റെ സൗണ്ട് ഈ പ്ലാറ്റ്ഫോമിൽ കൂടെ കേൾക്കാൻ സഹായിച്ച ഫസ്റ്റ് ഓഫ് ഓൾ ക്ലബിനും അതിനെ മുന്നിലും പിന്നിലും പ്രവർത്തിച്ച എല്ലാ മോഡറേറ്റേഴ്സിനും നന്ദി. എനിക്ക് സാറിൻ്റെ വോയിസ് കേൾക്കുമ്പോഴത്തേക്ക് സത്യം പറഞ്ഞാൽ ഈ ഡിസ്കഷന് ഒരു നെഗറ്റീവ് മാർക്കാവും എൻ്റെ പോയിന്റ്. മെട്രോ മാൻ ഫോർ പാലക്കാട് എന്നുള്ള #, ട്വിറ്ററിൽ കണ്ടപ്പോഴത്തേക്ക് ഞാൻ ഉറപ്പായിട്ട് വിചാരിച്ചിരുന്നത് സാറിന് കേരളത്തിൽ നിന്നൊരു എന്തായാലും ഒരു അപ്രൂവൽ ഈ പറയുന്ന പ്രബുദ്ധ കേരള ജനങ്ങൾ നൽകുമെന്ന് വിചാരിച്ചിരുന്നു. പക്ഷെ അത് സംഭവിച്ചില്ല. എനിവേ, അത് മരിക്കുന്നവരെ എൻ്റെ മനസ്സിൽ എന്തായാലും കാണും. ഇവിടുത്തെ ആൾക്കാരുടെ എൻ്റെ കാൽക്കുലേഷൻ ഒരിക്കലും തെറ്റിയിട്ടില്ല എന്നുള്ളത് അദ്ദേഹം തോറ്റതോടുകൂടെ മനസ്സിലായി. എനിവേ, അദ്ദേഹത്തിന് എല്ലാ ആരോഗ്യങ്ങളും നേരുന്നു. അദ്ദേഹത്തിനെ പറ്റിയൊന്നും കോംപ്ലിമെന്റോ എന്തെങ്കിലും പറയാനുള്ള യോഗ്യതയൊന്നും എനിക്കില്ല. അതുകൊണ്ട് കൂടുതലെന്ന് പറഞ്ഞാൽ നിങ്ങൾക്കാണ് ആദ്യം നന്ദി പറയേണ്ടത് ഈ ഒരു പ്ലാറ്റ്ഫോമിൽ കൊണ്ടുവന്നതിന്. അത് എൻ്റെ എപ്പോഴും ആ ഒരു നന്ദി നിങ്ങളോടുണ്ടായിരിക്കും. വളരെ നന്ദി രാജീവ്. റാം പറയാം. നമസ്തേ. ഫസ്റ്റ് ഓഫ് ഓൾ ഈ ഒരു സാറിനെ ഇവിടെ കൊണ്ടുവരുന്ന ഈ മോഡറേറ്റേഴ്സിന് ഫസ്റ്റ് ഓഫ് ഓൾ എൻ്റെ ഒരു വലിയൊരു നന്ദി രേഖപ്പെടുന്നു. പിന്നെ വന്ന് സംസാരിക്കാൻ സന്മനസ് കാണിച്ച ശ്രീധരൻ സാറിന്. എനിക്ക് ഒരു ചോദ്യം, എനിക്കറിയില്ല ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ ഞാൻ മിസ്സായ ഒരു ഘട്ടത്തിൽ അത് ഓൾറെഡി ഇവിടെ റൈസ് ചെയ്തിരുന്നു എന്നുള്ളത് ഒരു കൺസേൺ ഇതാവണമെന്നുണ്ടായിരുന്നു. അതായത് നമ്മൾ കണ്ടു കേരളത്തിൽ നടക്കുന്ന പല ഗവൺമെന്റ് ലാൻഡ് അക്വിസിഷൻസും പല പ്രൊജക്റ്റിനായിട്ടുള്ളതും അത് ഒടുക്കം നടക്കാതെ വരുമ്പോഴും അതിൽ അക്വയർ ചെയ്തിട്ടുള്ള ഭൂമിയുടെ ഉടമസ്ഥര് അവര് ഗവൺമെന്റ് ഓഫർ ചെയ്തിട്ടുള്ള പല റിലീഫ്സും അവർക്ക് കിട്ടിയിട്ടില്ല എന്നുള്ളതും പകരമുള്ള ഭൂമി കിട്ടിയിട്ടില്ല എന്നുള്ളതും. അപ്പം ഇതേ ഒരു ഇപ്പൊ ഇവിടെ നടക്കുന്ന ഈ ഒരു സർവേയും അതിനോടനുബന്ധിച്ചുള്ള ആ ഒരു അവരുടെ ലാൻഡ് മാർക്ക് ചെയ്യുന്ന ആ ഒരു ഇത് ചെയ്യുന്നത് പല ആൾക്കാരും പെട്രോൾ കുപ്പിയായിട്ടാണ് അവർ വീട്ടിന് മുമ്പിൽ ഈ ഉദ്യോഗസ്ഥന്മാരെ നേരിടുന്നത്. അപ്പം ഈ ഇവരുടെ കൺസേണിന് എന്താണ് ഒരു റിലീഫ്, അല്ലെങ്കിൽ എങ്ങനെയായിരിക്കും അവരുടെ ഒരു ഭാവി എന്നുള്ളത് ഇതിൽ കുറെ കാര്യങ്ങൾ കൈകാര്യം ചെയ്ത് സാറിനോട് ചോദിക്കണം എന്നുണ്ടായിരുന്നു. പക്ഷേ ദൗർഭാഗ്യവശാൽ എനിക്കത് ഇതാവാൻ പറ്റിയില്ല. എന്തായാലും കുഴപ്പമില്ല. ഞാൻ ആ കൺസേണിൽ ഇവിടെ ആർക്കെങ്കിലും അത് ആൻസർ ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ നല്ലൊരു കാര്യം. അതിൽ പ്രത്യേകമായിട്ട് പറഞ്ഞൊരു പോയിന്റ്, ഈ റെയിൽവേ ലൈൻ ഒരു സെൻട്രൽ ലൈൻ കറക്റ്റായിട്ട് അവർ വിഭാവനം ചെയ്തിട്ടില്ല, പ്ലാൻ ചെയ്തിട്ടില്ല. അപ്പോൾ ഈ നടക്കുന്ന ലാൻഡ് അക്വിസിഷൻസ് തന്നെ ശരിയായ ഒരു നടപടിയിലല്ല പോകുന്നു എന്നുള്ളത് സാർ പറഞ്ഞിരുന്നു. അതിൻ്റെ ഒരു റിലീഫ് കാര്യങ്ങളെ പറ്റിയിട്ട് നമുക്ക് അപ്പോൾ ഫർദർ ക്വസ്റ്റ്യൻസിന് ഒരു സ്കോപ്പ് ഉണ്ടായിരുന്നില്ല. കാരണം അതിൻ്റെ സെൻട്രൽ ലൈൻ തന്നെ പ്രോപ്പർലി മാർക്ക് ചെയ്തിട്ടില്ല എന്നുള്ളതും, രണ്ട്, ഈ ഒരു എന്താ പറയുന്നത്, നമ്മുടെ കേരളത്തിലെ സോയിൽ മണ്ണ് ഇങ്ങനെ ഓൺ ലാൻഡ് പോകാൻ, ഇങ്ങനെ ഒരു റെയിൽവേ പ്രൊജക്റ്റിന് പോകാൻ വേണ്ടി, ഹൈ സ്പീഡ് പ്രൊജക്റ്റിന് വേണ്ടി പോകാൻ വേണ്ടി യോഗ്യമല്ല എന്നുള്ളതും കൃത്യമായിട്ട് പറഞ്ഞിരുന്നു. അതുകൊണ്ടാണ് നമ്മൾ അതിൻ്റെ ഫർദർ ആയിട്ടുള്ള ഒരു ഇതിന് വേണ്ടിയിട്ട് നമ്മൾ അങ്ങനെ ഒരു ക്വസ്റ്റ്യൻസിലേക്ക് പോയിരുന്നില്ല. റാം റേസ് ചെയ്ത കൺസേൺ അതല്ല. അതായത് ഈ ഒരു ആൾക്കാരുടെ ആ ഒരു പേടിക്ക് അല്ലെങ്കിൽ വ്യാകുലതയ്ക്ക് എന്തെങ്കിലും ഇതുണ്ടോ? അതായത് അവര് ഭൂമി വിട്ടൊഴിഞ്ഞ് പോകേണ്ടി വരുമോ, അല്ലെങ്കിൽ അതിന്റെ അവസ്ഥ എന്തായിരിക്കും എന്നുള്ളതായിരുന്നു ഞാനതിൽ എന്തായാലും. അതെ, പക്ഷേ ഇത് ഇപ്പോൾ ഈ പറഞ്ഞ റെയിൽ പ്രൊജക്റ്റ് മുൻപോട്ട് പോകുമോ എന്നുള്ളൊരു തന്നെ ഒരു സംശയം നിലനിൽക്കുന്നുണ്ട്. റാമിൻ്റെ ക്വസ്റ്റ്യൻ ആക്ച്വലി പ്രോപ്പർലി അഡ്രസ്സ് ചെയ്തിട്ടില്ല എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. SK പറയാം. നമസ്കാരം എല്ലാവർക്കും. അതുമായി ഈ ഗ്രൂപ്പിലൂടെ അദ്ദേഹത്തെ ശ്രമിക്കാനായിട്ടുള്ളൊരു അവസരം തന്നതിൽ ഈ ഗ്രൂപ്പ് മോഡറേറ്റേഴ്സിന് എല്ലാവർക്കും എൻ്റെ ഒരു ഹൃദയത്തിന്റെ ഭാഷയിൽ തന്നെ നന്ദി പറയാറ്. അതോടൊപ്പം തന്നെ ഇദ്ദേഹത്തിന്
എൻ്റെ മനസ്സിൽ അദ്ദേഹത്തിന് വലിയൊരു സ്ഥാനമുള്ള പേഴ്സണൽ. എല്ലാവരുടെയും മനസ്സിൽ അദ്ദേഹത്തിന് വലിയൊരു സ്ഥാനമുണ്ട്. അതുപോലെ തന്നെ എൻ്റെ മനസ്സിൽ ഞാൻ 2-3 ദിവസം മുമ്പ് തന്നെ എൻ്റെ ഒരു ഫേസ്ബുക്ക് പേജിൽ ഇപ്പോഴും കിടപ്പുണ്ട് അദ്ദേഹത്തെ. നമ്മുടെ രാജ്യത്തിന്റെ പ്രഥമ പൗരനാകാനായിട്ട് ഏറ്റവും യോജിച്ച മനുഷ്യൻ എന്ന് ഞാൻ മനസ്സിലൊന്ന് പറഞ്ഞ് ഇപ്പോഴും എൻ്റെ ഫേസ്ബുക്ക് പേജിൽ കിടക്കുന്ന ഒരു ആളാണ്. അപ്പൊ എത്രത്തോളം ഞാൻ അദ്ദേഹത്തെ ബഹുമാനിക്കുന്നു എന്നുള്ള എൻ്റെ ഒരു അടയാളമാണ് അതാണ്. അപ്പോൾ അത്ര ഒരു മനുഷ്യനെ നമുക്ക് ഇതിലൂടെ ശ്രമിക്കാൻ ആയിട്ടുള്ള ഒരു അവസരം തന്ന ഈ ക്ലബ് മെമ്പേഴ്സിനോട് എല്ലാവരോടും താങ്ക്സ് പറയുന്നു. അതുപോലെ തന്നെ ഓരോ പോയിന്റിനും വളരെ വാല്യുബിൾ ആയിട്ട് അല്ലെങ്കിൽ എല്ലാവർക്കും മനസ്സിലാവുന്ന രീതിയിൽ തന്നെ എല്ലാ കാര്യങ്ങളും വളരെ വ്യക്തമായി പറഞ്ഞു തന്ന അദ്ദേഹം ഇരിക്കുമ്പോൾ സത്യത്തിന് നമുക്ക് വന്ന് ഇതുപോലെ സംസാരിക്കാനുള്ളൊരു ബഹുമാനം കൊണ്ടുള്ള പേടിയോ എന്തോ അതിനെന്ത് വേണമെങ്കിലും പറയാം. അത്തരം ഒരു കാര്യം കൊണ്ടും കൂടിയാണ് നമ്മളെക്കാളൊക്കെ ഒത്തിരി നോളജ് ഉള്ള ആളുകൾ അതിലൂടെ സംസാരിച്ചു കഴിഞ്ഞു. അവർക്കൊക്കെ എൻ്റെ നന്ദി പറയുന്നു. എന്തായാലും ശരി, ഈ ഒരിക്കൽ കൂടി നന്ദി പറഞ്ഞുകൊണ്ട് എൻ്റെ ഈ കൊച്ച് അദ്ദേഹത്തിലുള്ള റെസ്പെക്ട് ഞാൻ പ്രകടമാക്കുന്നു. താങ്ക് യു. വളരെ നന്ദി. മീനാക്ഷി, ഒരു അനൗൺസ്മെൻറ്റോടുകൂടി നമുക്ക് റൂം എൻഡ് ചെയ്യാം. രവിചേട്ടാ, ഐ തിങ്ക് എല്ലാവരും പോയെന്ന് തോന്നുന്നു. എനിവേസ്, ഐ തിങ്ക് കുറേ എല്ലാവരോടും ഫസ്റ്റ് റിക്വസ്റ്റ് ഒന്ന് ഞങ്ങളുടെ സത്യമേവ ജയത്തെ എന്ന് പറഞ്ഞ റൂം ഒന്ന് ഫോളോ ചെയ്യണം. ബേസിക്കലി ഞങ്ങളുടെ ഓൾറെഡി 1 മന്തിലേക്കുള്ള ഗസ്റ്റ് ഇസ് ബുക്ക്ഡ്. ഓൾ നമ്മുടെ സ്റ്റേറ്റ് ലെവലിലും ഇൻ്റർനാഷണൽ നാഷണൽ ലെവലിലുള്ള ഗസ്റ്റുകളും ഉണ്ട്. ഈ സത്യമേവ ജയത്തിൽ പോയി നോക്കിക്കഴിഞ്ഞാൽ യു ക്യാൻ സി വി ഹവ് ഓൾറെഡി ഷെഡ്യൂൾ. ആൻഡ് ഇങ്ങനത്തെ ഓപ്പർച്യൂണിറ്റീസ്, ഇങ്ങനത്തെ ഗസ്റ്റ് ഐ തിങ്ക് ഒരു റൂംസിലും വന്നിട്ടും ഇല്ല. ആൻഡ് വി വിൽ ഗെറ്റ് വെരി റെയർ opportunity to to speak to them and then interact. So I would request എല്ലാവരുടെ ഒന്ന് ഫോളോ ചെയ്യുക ക്ലബിനെയും ഞങ്ങളുടെ മോഡറേറ്റേഴ്സിനെയും ഫോളോ ചെയ്താൽ ഞങ്ങൾ റിക്വസ്റ്റ് അയക്കുന്നതാണ്. അത് ഇമ്പോർട്ടൻ്റ് ആണ്. ഐ റിക്വസ്റ്റ് എവ്രിബഡി ടു പ്ലീസ് നോട്ട് മിസ് ദ ഓപ്പർച്യൂണിറ്റി. നമുക്കൊക്കെ ഇങ്ങനത്തെ ഒക്കെ ഓപ്പർച്യൂണിറ്റീസ് ലൈഫ് ടൈം വൺസ് കിട്ടുള്ളൂ. അതുകൊണ്ട് ഒന്ന് ഫോളോ ചെയ്യണം. ആൻഡ് ഞങ്ങളുടെ ഐ തിങ്ക് യൂട്യൂബ് ചാനൽ ഇതിന് മുമ്പേ പിൻ ചെയ്തായിരുന്നു. രവിചേട്ടാ അതൊന്ന് മേലെ വേണമെങ്കിൽ പിൻ ചെയ്യാം, പ്രോബ്ലി ലേറ്റർ. നാളത്തെ പ്രോഗ്രാം 11 AM ആണ്, മോർണിംഗ് 11 AM ആണ്. ജനറലി നമ്മൾ വൈകുന്നേരം വെക്കാറില്ല. നാളെ അഡ്വക്കേറ്റ് ജയശങ്കറിൻ്റെ അവൈലബിലിറ്റി നാളെ മോർണിംഗ് ആയതുകൊണ്ട് ഇറ്റ് ഈസ് ഇൻ ദ മോർണിംഗ് 11 o'clock. I would request everybody to be available. That's all. I request moderators to follow the moderators. Thank you. Thanks everybody for coming in and speaking to him and listening to all of us. Thank you. നന്ദി പാർവതി. നമുക്ക് റൂം എൻഡ് ചെയ്യാനുള്ള ഒരു സമയമായിരിക്കുന്നു. പ്രത്യേകിച്ച് പത്രികയിൽ റൂം നടക്കുന്നുണ്ട്. ഇവിടെ ഈ കൂടിയിരിക്കുന്നവർ പത്രികയിലേക്ക് പോകണമെന്നും അഭ്യർത്ഥിക്കുകയാണ്. അവിടെയും ഗസ്റ്റ് ഉണ്ട്. ഇന്ന് കേൾക്കാനായിട്ട് വന്ന എല്ലാവർക്കും നന്ദി അർപ്പിക്കുകയാണ്. അതുപോലെ തന്നെ നല്ല ചോദ്യങ്ങളാണ് മുകളിലേക്ക് വന്ന് പലരും ചോദിച്ചത്. ആ ചോദ്യങ്ങൾക്കും വളരെയധികം നന്ദി രേഖപ്പെടുത്തുന്നു. മോഡറേറ്റേഴ്സിന് പ്രത്യേകം നന്ദി. കാരണം വളരെ ചെറിയ സമയവും വളരെ ടൈറ്റായിട്ട് മോഡറേറ്റ് ചെയ്യേണ്ട ഒരു ഫംഗ്ഷനായിരുന്നു. അതൊരു ടീം എഫേർട്ടാണ്. എല്ലാവരുടെയും അതിലൊരു എഫേർട്ട് അതിലെല്ലാ കാര്യങ്ങളിലും ഉണ്ട്. അതിന് മോഡറേറ്റേഴ്സിന് പ്രത്യേകം നന്ദി രേഖപ്പെടുത്തുകയാണ്. എല്ലാവർക്കും ഒരു നല്ല സഹായം നേർന്നുകൊണ്ട് റൂം എൻഡ് ചെയ്യുന്നു. സത്യമേവ ജയതേ എന്ന് തന്നെ പറയാമെന്ന് തോന്നുന്നു. ജയ് ഹിന്ദ്.